ഓക്കെ, ഞാൻ ഓക്കെ. ഓക്കെ ആണോ? അതെ. ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച ഇത് ഈവൻ ദോ വി സ്റ്റാർട്ടഡ് വിത്ത് ബ്ലേസർ എന്ന് പറഞ്ഞ മൈക്രോസോഫ്റ്റിന്റെ ടെക്നോളജിയെ കുറിച്ചുള്ള സംസാരത്തിൽ നിന്നാണ് ഈ ഈ ഈ പറയുന്ന ടോപ്പിക്കിലോട്ട് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രസീദ് പേ, അതായത് ഞാൻ, ലാല് ആൻഡ് ശ്രീജിത്ത് എങ്ങനെയാണ് ബ്ലേസർ റെൻഡർ ചെയ്യണമെന്നുള്ള ഒരു ചർച്ചയിൽ ഏർപ്പെടുകയും അവിടെ ശ്രീജിത്തിന്റെ എക്സ്പീരിയൻസ് ഫ്രം ഫ്ലട്ടർ അത് ഷെയർ ചെയ്യുകയും ലാലിന്റെ intimate understanding, somebody who has programmed in Blazor ഉള്ളതുകൊണ്ട് he was able to provide his own approach to the problem. പിന്നെ ഞാൻ എൻ്റെ ജനറൽ ഒരു എന്താ പറയാ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് അതിനെ റീസൺ ചെയ്ത പശ്ചാത്തലത്തിൽ we could actually crack okay how Blazor works. Okay, at least ഒരു പ്ലോസിബിൾ ഹൈപ്പോത്തസിസ് ഇപ്പൊ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചർച്ച, ഒരു ഇപ്പൊ ഫ്യൂച്ചറിൽ നമുക്ക് ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു UI/UX ടെക്നോളജി ആണെങ്കിൽ അതെങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളത് റീസൺ ചെയ്യുക എന്നുള്ളത് എല്ലാ പ്രൊഫഷണൽസിനും ആവശ്യമാണ്. അപ്പോൾ UI/UX ടെക്നോളജി എങ്ങനെ റീസൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് ഇറ്റ് ടച്ചസ് ക്യാരക്ടർ യൂസർ ഇന്റർഫേസ്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, 3D ഗ്രാഫിക്സ് പ്രോഗ്രാമിങ്, WebGL-ഉം OpenGL-ഉം ഡയറക്ട് 3D ഒക്കെ പിക്ചറിൽ വരുന്നുണ്ട്. ഇപ്പൊ WPF ഡയറക്ട് 3D വെച്ചിട്ടാണ്, യൂണിറ്റി ഡയറക്ട് 3D വെച്ചിട്ടാണ് റെൻഡർ ചെയ്യണത്. അപ്പോൾ മിക്ക ക്രോസ് പ്ലാറ്റ്ഫോം ടെക്നോളജീസ്, Canvas 2D, WebGL, പിന്നെ അതേമാതിരി തന്നെ HTML സ്റ്റൈൽസ്, ഇതെല്ലാം ഗ്രാഫിക്സ് ആക്സിലറേറ്റഡ് ആണ് നവഡേയ്സ്. അപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒരു വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് അത്രയും തന്നെ പ്രോട്ടോകോൾസും പ്ലേ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എക്സ് വിൻഡോസ് എന്ന് പറഞ്ഞൊരു എക്സ് പ്രോട്ടോകോൾ വെച്ചിട്ടാണ് എക്സ് വിൻഡോസ് സെർവറും എക്സ് വിൻഡോസ് ക്ലയന്റും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എക്സ് സെർവർ, എന്താണ് എക്സ് ക്ലയന്റ്? എക്സ് ക്ലയന്റ് ടെപ്പിക്കലി ടെർമിനൽ എമുലേറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഹമ്മിങ് ബേർഡ് XE+ ഒരു ടെർമിനൽ എമുലേറ്ററാണ്. ആൻഡ് എക്സ് ടെർമിനൽസ് നിങ്ങൾക്ക് നെറ്റിൽ തപ്പിക്കഴിഞ്ഞാൽ ഒരു സേജോ അങ്ങനെ കുറെ ടെർമിനൽസ് ഉണ്ട്. നമുക്ക് അതൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഏത് വിൻഡോയിങ് സിസ്റ്റത്തിലോട്ട് റിമോട്ട്ലി കയറാൻ പറ്റും. ഇപ്പൊ വിൻഡോസ് ടെർമിനൽ സെർവർ, സിട്രിക്സിന്റെ മെറ്റാഫ്രെയിം, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് നെറ്റ്വർക്ക് വിൻഡോയിങ് സിസ്റ്റത്തിന്റെ മുകളിലാണ്. ഇൻഫാക്ട് നെറ്റ്വർക്ക് വിൻഡോയിങ് സിസ്റ്റം വെബ് റെൻഡറിങ്ങിനേക്കാൾ വളരെ മുമ്പുള്ള ടെക്നോളജിയാണ്. അറ്റ്ലീസ്റ്റ് 5 years മുമ്പുള്ള ടെക്നോളജിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യകാലങ്ങളിലെ വെബ് സ്റ്റാറ്റിക് വെബ് ആയിരുന്നു. അതായത് ഒരു SGML, സ്റ്റാൻഡേർഡ് ജനറലൈസ്ഡ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ലാംഗ്വേജിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക്കാണ് മെറ്റീരിയല് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് എന്താ പറയുക വെബ് തുടങ്ങിയത്. പിന്നെ അതിലോട്ട് CGI, കോമൺ ഗേറ്റ് വേ ഇന്റർഫേസ് എന്നുള്ളൊരു പ്രോട്ടോകോള്, ഒരു ഡോർ പ്രോഗ്രാം ആഡ് ചെയ്യാണ് ചെയ്തത്. കോമൺ ഗേറ്റ് വേ ഇന്റർഫേസ് ഒരു EXE ബേസ്ഡ് സൊല്യൂഷൻ ആയിരുന്നു. ഓരോ വെബ് പേജ് ഹാൻഡലറും EXEs ആണ് ട്രിഗർ ചെയ്തിരുന്നത്. അപ്പൊ അത് സിസ്റ്റത്തിന്റെ ലോഡ് കുറയ്ക്കാൻ വേണ്ടി നെറ്റ്സ്കേപ്പും അങ്ങനെയുള്ളവരൊക്കെ DLL ബേസ്ഡ് സൊല്യൂഷൻ കൊണ്ടുവന്നു, ISAPI, NSAPI. അപ്പോ അതിന് ചിലപ്പോ എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു പേജ് ക്രാഷ് ആയി കഴിഞ്ഞാൽ എൻ്റെ ആപ്ലിക്കേഷൻ ക്രാഷ് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അവര് വർക്കർ പ്രോസസ് എന്നുള്ള ഐഡിയ കൊണ്ടിട്ടൊക്കെയാണ് ഓരോരുത്തർ സോൾവ് ചെയ്തത്. അപ്പാഷയ്ക്കും സിമിലർ മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനമുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്യാരക്ടർ യൂസർ ഇന്റർഫേസിന്റെ ഒരു എവല്യൂഷൻ ഉണ്ട്. പിന്നെ ഡെസ്ക്ടോപ്പ് ആൻഡ് മൊബൈൽ യൂസർ ഇന്റർഫേസിന്റെ ഒരു എവല്യൂഷൻ ഉണ്ട്. ഡെസ്ക്ടോപ്പ് പ്രൈമർലി, പിന്നെ പിൽക്കാലത്ത് ഫ്രം 2007 എവർ സിൻസ് ആപ്പിള് അവരുടെ നേറ്റീവ് SDK ഉണ്ടാക്കിയതിന് ശേഷമാണ് മൊബൈൽ APIs പോപ്പുലർ ആയ. അതിനു മുമ്പും ഇപ്പൊ J2ME ഉണ്ടായിരുന്നു, അത് ബ്രൂ SDK ഒക്കെ ഉണ്ടായിരുന്നു. അതിനുണ്ടായിരുന്നെങ്കിലും ഒരു macOS X എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളില് അവരുടെ UI കിറ്റ് അല്ലെങ്കിൽ അവരുടെ ഫൗണ്ടേഷൻ കിറ്റിന്റെ മുകളിൽ ഒരു SDK പബ്ലിഷ് ചെയ്ത് iOS ആണ്. iOS അല്ല, ശരിക്കും ഐഫോൺ അൺഒഫീഷ്യൽ SDK ആയിരുന്നു. പിന്നെ സ്റ്റീവ് ജോബ്സ് ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് ഒഫീഷ്യൽ SDK ഉണ്ടാക്കാൻ. ഒറിജിനലി
അവർ പറഞ്ഞത് നിങ്ങളുടെ സെർവർ PHP എഴുതൂ, മൊബൈൽ ബ്രൗസറിൽ നിങ്ങൾക്ക് കാണിക്കാമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഒരിക്കലും ഒരു മൊബൈൽ API അല്ലെങ്കിൽ മൊബൈൽ ക്ലയന്റ് സൈഡ് ആപ്ലിക്കേഷൻ എന്നൊരു ഐഡിയ ആപ്പിളിന്റെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ജോനാഥൻ സഡ്രിയാസ്കി എന്ന് പറഞ്ഞ ആളും അയാളുടെ ഗ്രൂപ്പും കൂടി ഐഫോൺ SDK ക്രാക്ക് ചെയ്യണം. അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം ഈ macOS X ഓടുന്നത് ഡാർവിൻ എന്നുള്ള ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിന്റെ ആണ്. അപ്പോ ഡാർവിന്റെ കോഡ് അവർക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു API ഓൺ ദ ക്ലയന്റ് സൈഡ് ഉണ്ടാവുക എന്നുള്ളതിന് പകരം അവർ കണ്ടുപിടിക്കുകയും അങ്ങനെ എഴുതുകയാണ് ചെയ്തത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇതിന്റെ ഉള്ളിൽ കുറെ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പൊ ഈ പൊളിറ്റിക്സും ഇതിന്റെ പല ഇഷ്യൂസും ഈ ടെക്നോളജിയിൽ ഇന്ന് ഇന്റർസ്പ്രെഡ് ആണ്. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ടെക്നോളജി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്ലട്ടർ പഠിക്കുന്ന ഒരാൾക്കോ ഇനി ബ്ലേസർ എന്താന്ന് പഠിക്കാൻ നോക്കുന്ന ഒരാൾക്ക് ഈ ഹിസ്റ്ററി അറിഞ്ഞില്ലെങ്കിൽ ഹി വോണ്ട് ബി ഏബിൾ ടു മേക്ക് എഡ്യൂക്കേറ്റഡ് ഗസ്സസ് അബൌട്ട് ദ ടെക്നോളജി. ഇതാണ് ഈ ഇങ്ങനൊരു ടോപ്പിക് വെക്കാനുള്ള കാരണം. അപ്പൊ ഇതില് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയണമെന്നില്ല, ചില ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഐ എം വാണിംഗ് യു, ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സേ അവേഴ്സ്, മന്ത്സ് ആൻഡ് പെർഹാപ്സ് ഇയേഴ്സ് ഓഫ് യുവർ ലൈഫ് വെൻ യു അണ്ടർസ്റ്റാൻഡ് സം ന്യൂ ടെക്നോളജി. അപ്പൊ ഞാനിന്ന് ജസ്റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ടോപ്പിക്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഈ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവാൻ സദർലാൻഡ് എന്നാണ് അയാളുടെ പേര്. അപ്പൊ സദർലാൻഡ് എന്ന് പറഞ്ഞൊരു ഒരു KPO, നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് കമ്പനി കൊച്ചിയിലുണ്ട്. അപ്പൊ ഞാൻ പോലും അത് പേര് കേട്ടപ്പോൾ അത് അയാളുടെ എന്ന് വിചാരിച്ച്, ആയിട്ട് ബന്ധമൊന്നുമില്ല. ഇവാൻ സദർലാൻഡ് പിൽക്കാലത്ത് സൺ മൈക്രോസിസ്റ്റത്തിന്റെ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. ഈസ് എ വെരി അയാളുടെ ഡോക്ടറൽ തെസിസ് ആണ് സ്കെച്ച് പാഡ് തെസിസ് ആണ് ഇന്നും നന്നായി PhD, ഏറ്റവും ബെസ്റ്റ് PhD തെസിസ് എക്കാലത്തെയും അതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിലാണ് പുള്ളി ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഡിസിപ്ലിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. ട്രാൻസ്ഫോർമേഷൻ മെട്രിസസും യൂണിഫൈഡ് ഗ്രാഫിക്സ് പൈപ്പ് ലൈനും എല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്താണ് 1960s ടൈം ഷെയറിംഗ് സിസ്റ്റംസ് ബിക്കം വെരി പോപ്പുലർ. അപ്പൊ അന്നത്തെ ഐഡിയ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് യൂട്ടിലിറ്റി സപ്ലൈസ്, ഒരു ലാർജ് മെയിൻ ഫ്രെയിം എവിടെയെങ്കിലുമൊക്കെ ഹോസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓരോ ആൾക്കാർക്ക് അവരുടെ ഡം ടെർമിനലിൽ നിന്ന് അതിലോട്ട് കയറാം. അപ്പൊ ഡം ടെർമിനലിൽ നിന്ന് ഈ മെയിൻ ഫ്രെയിം സെർവേഴ്സിലോട്ട് കയറുമ്പോൾ ഓരോ ആൾക്കാർ ലോഗിൻ ചെയ്യുമ്പോൾ അവർക്കൊരു സെഷൻ കൊടുക്കും. ആ സെഷന്റെ ഇവരുടെ ടെർമിനൽ ഡംപാണല്ലോ, അപ്പൊ ഒരു കീബോർഡ് മാത്രമേ ഉള്ളൂ. അതിന്റെ പണി എന്താന്ന് വെച്ചാൽ ഈ കീബോർഡും ടെർമിനലിൽ ഡിസ്പ്ലേ കാണിക്കുക, കീബോർഡിൽ നിന്ന് ഇൻപുട്ട് എടുക്കുക. ഇൻപുട്ട് പ്രോസസ് ചെയ്യുന്നത് പോലും സെർവറിലാണ്. ഓക്കെ, അപ്പോ അങ്ങനെയാണ് ടൈം ഷെയറിംഗ് സിസ്റ്റംസ്. അപ്പൊ ഈ മെയിൻ ഫ്രെയിം സിസ്റ്റംസ് ടൈം ഓരോ സെഷൻസായി വിധിച്ചു കൊടുക്കും. അപ്പോൾ ഒരു സെർവറിലെ ഒരു വിൻഡോന്റെ ഫുൾ സ്റ്റേറ്റ് ക്ലയന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അന്ന് മിക്കവാറും 80 to 25 ആയിരുന്നു. അതായത് 80 കോളംസും 25 റോസും ആയിരുന്നു ഒരു സ്ക്രീൻ. അപ്പോൾ 18 to 25 എന്ന് പറഞ്ഞാൽ 2000 ബൈറ്റ് എടുക്കും. പിന്നെ ഈ നമുക്ക് ഇവിടെ ചെറിയൊരു റെൻഡറിങ് പ്രോഗ്രാം ഉണ്ട്. അതിനൊരു ആട്രിബ്യൂട്ട് വേണം, ബ്ലിങ്ക് ചെയ്യണോ, കളർ ഏതായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി ഒരു ആട്രിബ്യൂട്ട് ബൈറ്റും ഉണ്ട്. അപ്പോൾ 85 into 25 2000 ആണെങ്കിലും, അല്ലെ 80 into 25 2000 ആണെങ്കിലും എവരി ക്യാരക്ടറിന് ഒരു ആട്രിബ്യൂട്ട് ബൈറ്റ് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 4000 ബൈറ്റിന്റെ ഒരു ബഫർ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് ഈ ഓരോ ആൾക്കാർ കയറുമ്പോൾ ആ ബഫറാണ് മാനിപ്പുലേറ്റ് ചെയ്യുക. ആ ബഫറിന്റെ സ്റ്റേറ്റ് നമുക്ക് വരികയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് CUI, ക്യാരക്ടർ യൂസർ ഇന്റർഫേസ് പ്രോഗ്രാം വരുന്നത്. അപ്പൊ ഈ ക്ലയന്റില് അതൊരു ഇപ്പൊ ഈ അവിടുന്ന് വെറുതെ അതിന്റെ ബഫറിന്റെ സ്റ്റേറ്റ് അല്ല, ഈ പാക്കറ്റ് ആയിട്ട് വിട്ടിരുന്നത്. ഇപ്പോ 25ാമത്തെ ക്യാരക്ടർ മുതൽ 35ാമത്തെ ക്യാരക്ടർ വരെ ഇന്ന ആണ് ഇന്ന് വിടുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രോട്ടോകോൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പേലോഡ് ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ആ പേലോഡ് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ സിസ്റ്റംസ് എടുത്തു കഴിഞ്ഞാൽ ANSI X20, ANSI ടെർമിനൽ എമുലേഷൻ കോഡ് എന്ന് പറയും, അല്ലെങ്കിൽ DEC VT52 എന്ന് പറയും, അങ്ങനെ ANSI VT100, അങ്ങനെ പല ടെർമിനൽ എമുലേഷൻ പ്രോട്ടോകോൾസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പട്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ആക്ച്വലി വരുന്നുണ്ട്. അപ്പൊ ഗ്രാഫിക്സ് റവല്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് അറിയേണ്ടത് എങ്ങനെയാണ് ടൈം ഷെയറിംഗ് സിസ്റ്റവും ടെർമിനൽ എമുലേഷനും ക്യാരക്ടർ യൂസർ ഇന്റർഫേസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതേ ഐഡിയ, വൈ കാൻ വി ഹാവ് എ സെർവർ ആൻഡ് ആ സെർവറിലോട്ട് മൾട്ടിപ്പിൾ വിൻഡോയിങ് സിസ്റ്റംസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ സെഷനും ഓരോ ബഫർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ദേ ഡിഡ് ഇൻ CUI ക്യാൻ ബി ഡൺ ഇൻ GUI എന്നുള്ളത് അവർ കണ്ടുപിടിച്ചു.
അപ്പോൾ ഈ സെറോസ് പാർക്ക് ജിയോ കണ്ടുപിടിച്ചപ്പോൾ അത്രയും ലെവലിലോട്ട് പോയില്ല. അവരുടെ ഇംപ്ലിമെന്റേഷൻസ് ലോക്കൽ ഡ്രൈവേഴ്സ് ആണ് അത് ചെയ്തിരുന്നത്. അതായത് ഒരു ഫ്രെയിം ബഫറിൽ സ്ക്രീനിന്റെ കണ്ടന്റ്സ് വെക്കും, അവരത് കോപ്പി ചെയ്യും. അപ്പോൾ അത് ഒരു സെറോക്സ് പാർക്ക് തന്നെയാണ് മൗസ് കണ്ടുപിടിച്ചത്. അപ്പൊ മൗസും ഗ്രാഫിക്സ് യൂസർ ഇന്റർഫേസ് അവിടെയാണ് ഈതർനെറ്റ് ഉണ്ടായത്. അപ്പോൾ സിറോസ് പാർക്ക് എന്ന് പറഞ്ഞാൽ സിറോക്സ് പാളോ ആൾട്ട് റിസർച്ച് സെന്റർ എന്നാണ്. അപ്പോൾ സിറോക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ സ്കാൻ ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടാണ് അറിയണത്. പിന്നെ കൊച്ചിയിലൊരു സർവീസ് കമ്പനി അവർ നടത്തിയിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ സെറോക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാസ് എ പൈനിയർ ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പൊ മാക്ക്, വിൻഡോസ്, ഈ മിക്ക മൗസ് ഇന്ന് കാണുന്ന മിക്ക എവല്യൂഷനും സിറോക്സിന്റെ പോളോ ആൾട്ടോ റിസർച്ച് സെന്റർ, അതാണ് പാർക്കാണ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ആൾക്കാരും പ്രൊപ്പറേറ്ററി വിൻഡോയിങ് സിസ്റ്റംസ് ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ അതിനൊരു മേജർ റെവല്യൂഷൻ വന്നത് 1984 MIT പ്രൊജക്ട് അത്തീന അങ്ങോട്ട് അതിന്റെ ഭാഗമായിട്ട് എക്സ് വിൻഡോസ് പ്രോട്ടോകോൾ ഉണ്ടാക്കുകയും വാട്ട് എവർ പീപ്പിൾ കുഡ് ഡു ഇൻ CUI, അതായത് ഒരു എക്സ് സെർവറിൽ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് കണക്ട് ചെയ്യാം. ഓരോ കണക്ട് ചെയ്യുന്ന വിൻഡോയിനും അതിൻ്റെതായ ബഫറൊക്കെ സെർവർ മെയിൻറ്റെയിൻ ചെയ്യും. നിങ്ങളുടെ കീബോർഡ് ഇപ്പോൾ ഈ മൗസ് ഒരു വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റോ പിക്സൽ ഡാറ്റയാണ്, അല്ലെങ്കിൽ ഏത് പിക്സലിലാണ് ഹിറ്റ് ചെയ്തതെന്നുള്ളതാണ് സെർവറിലോട്ട് വിടുന്നത്. മിക്ക പ്രോസസ്സിങ്ങും ഒക്കെ നടത്തിയിരുന്നത് അവിടെയാണ്. അപ്പൊ ഏതാണ്ട് ഒരു ASP.NET ഒക്കെ ആദ്യകാലങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന മാതിരിയാണ് വർക്ക് ചെയ്തിരുന്നത്. കാരണം ഫോർ എവറിത്തിങ് എക്സ് സെർവറിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഒരു സ്പീഡ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ എക്സ് സെർവർ ലോക്കൽ മെഷീനിൽ ഓടിച്ചു. ഇങ്ങനെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ് ടെർമിനൽ ഉണ്ടെങ്കിൽ എക്സ് സെർവർ റിമോട്ട്ലി ഓടിച്ചാലും കുഴപ്പമില്ല, പെർഫോമൻസ് പ്രശ്നമില്ല. കാരണം നിങ്ങൾ അവിടുത്തെ സ്ക്രീനാണ് ഇങ്ങോട്ടേക്ക് വിടണേ. ഈ ലോക്കൽ ഇതിനെ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് അങ്ങോട്ട് വിടണമെന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്. അപ്പൊ ഇതിന്റെ നക്ഷൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ANSI DEC VT52 ANSI VT100 എന്നൊക്കെ പറഞ്ഞ മാതിരിയുള്ള ഒരു പ്രോട്ടോകോളാണ് മറ്റേ എക്സ് പ്രോട്ടോകോൾ. എക്സ് പ്രോട്ടോകോളിന്റെ ക്ലയന്റ് ലൈബ്രറിയുടെ പേരാണ് എക്സ്ലിബ്. അപ്പൊ എക്സ്ലിബ് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ കൂടെ ലിങ്ക് ചെയ്തിട്ട് എക്സ്ലിബ് കമാൻഡ്സ് വെച്ച് നിങ്ങൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ് സെർവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. സോ യു ആർ പ്രോഗ്രാമിംഗ് ലൈക്ക് മൈക്രോസോഫ്റ്റ് വിൻഡോസ്. XT ക്രിയേറ്റ് വിൻഡോ എന്നൊക്കെ പറഞ്ഞ എക്സ് ടൂൾ കിറ്റ് ഉണ്ടായിരുന്നു. XT ക്രിയേറ്റ് വിൻഡോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോ ക്രിയേറ്റ് ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ മൗസ് എല്ലാം ഹാൻഡിൽ ചെയ്യാം. പക്ഷേ ഇറ്റ് വർക്ക്സ് ഇൻ എ ക്ലയന്റ് സെർവർ മോഡ്. പിന്നെ ഓഫ് കോഴ്സ് ഈ എക്സ് വിൻഡോസ് ഇറങ്ങിയ അതേ സമയത്ത് തന്നെയാണ് മാക്ക് ഒരു അവര് സെറോസ് പാർക്കിന്റെ വർക്ക് ചെയ്തിരുന്നവരാണ്. അവരവിടെ നിന്നാണ് ഈ GUI ടെക്നോളജി മാക്കിലോട്ട് കൊണ്ടുവന്നത്. 1985 ബിൽ ഗേറ്റ്സും വിൻഡോസ് പ്രോഗ്രാമിംഗ് കൊണ്ടുവരികയാണ് ചെയ്തത്. വിൻഡോസ് പ്രോഗ്രാമിംഗ് 1985 വെർഷൻ 1 ആയിരുന്നു. അതൊരു ഡോസിന്റെ കൂടെ ഒരു ഷെൽ പ്രോഗ്രാം മാത്രമായിരുന്നു. ഈവൻ വിൻഡോസ് 3.1 വരെ നമ്മൾ ഡോസിലാണ് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് വിൻ അടിച്ചാൽ നമുക്ക് വിൻഡോസിലോട്ട് കയറാൻ പറ്റില്ലായിരുന്നു. വിൻഡോസ് 95 വന്നപ്പോഴാണ് അവർ ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു വിൻഡോസ് സിസ്റ്റം വന്ന് വിൻഡോസ് പ്രോഗ്രാമിംഗ് റെവല്യൂഷൻ ഉണ്ടായി. അപ്പൊ അതിനെക്കുറിച്ച് ഒരു നല്ല നോളജ് ഉള്ളത് നല്ലതാണ്. കാരണം ഈ വിൻഡോസും മാക്കും എക്സ് വിൻഡോസ് സിസ്റ്റംസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ മാക്ക് എക്സ് വിൻഡോസ് തന്നെയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് വിൻഡോസിന്റെ മുകളിൽ എക്സ് വിൻഡോസ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ X86 പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേ സിഗ്വിൻ എന്നുള്ളൊരു ബണ്ടിലിന്റെ കൂടെ നിങ്ങൾക്ക് എക്സ് സെർവർ അവൈലബിൾ ആണ്, വിച്ച് റൺസ് ഓൺ വിൻഡോസ് ആസ് വെൽ ആസ് എക്സ് ക്ലയന്റ് വിച്ച് റൺസ് ഓൺ വിൻഡോസ്. X86.org പോയാൽ മതി. അവരാണ് ആ എക്സ് ഡിസ്ട്രിബ്യൂഷനാണ് ലിനക്സിലും ഇന്നത്തെ എല്ലാ യൂണിക്സിലും ഓടിക്കുന്നത്. എനിക്കിപ്പോ ആരെങ്കിലും X86 അല്ലാതെ ഈ മറ്റേ എക്സ് വിൻഡോയിങ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഇപ്പൊ. അപ്പൊ അതിനിടയ്ക്ക് ഈ IBM ഒരു OS X എന്ന് പറഞ്ഞൊരു OS X അല്ല, OS പ്രസന്റേഷൻ മാനേജർ ഉണ്ടായിരുന്നു. അത് ഇറ്റ് മെയ്ഡ് ഇറ്റ്സ് ഓൺ വേ, പക്ഷെ അധികം അത് നിലനിൽക്കാൻ പറ്റിയില്ല. OS2 എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൂടെയായിരുന്നു. OS X അല്ല, OS2 പ്രസന്റേഷൻ മാനേജർ. അത് പക്ഷേ ഈ ഡൈഡ് നാച്ചുറൽ ഡെത്ത് ഓർ ക്വിക്ക് ഡെത്ത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇന്ന് ആകെ 2 വിൻഡോയിങ് സിസ്റ്റമേ വേൾഡിലുള്ളൂ. ഒന്ന് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ചെയ്യുന്ന API ആൻഡ് ഇറ്റ്സ് സബ് സിസ്റ്റംസ്, പിന്നെ എക്സ് സിസ്റ്റംസ് ആണ്. എക്സ് സിസ്റ്റത്തിന്റെ മുകളിൽ മാക്ക് റാപ്പർ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ എക്സ് സിസ്റ്റത്തിന്റെ മുകളിലുള്ള മറ്റൊരു റാപ്പറാണ് Qt, WS വിഡ്ഗെറ്റ്സ്. ഇപ്പോ ഈ എക്സ് വിൻഡോസ് റെൻഡറിങ്ങിന് ഒരു കുഴപ്പമുണ്ട്. എക്സ് വിൻഡോസ് റെൻഡറിങ് ഒരു ക്ലയന്റ് ഏരിയ മാത്രമേ അത് കാണുള്ളൂ. അപ്പോൾ
എക്സ് ക്ലയന്റ് റിക്വയർസ് എ വിൻഡോ മാനേജർ. അപ്പോൾ വിൻഡോ മാനേജർ എന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ മോട്ടിഫ്, പിന്നെ അതിന്റെ ഓപ്പൺ സോഴ്സ് വെർഷൻ ഉണ്ടായിരുന്നു ലെസ്റ്റിഫ്, അങ്ങനെ പല വിൻഡോ മാനേജേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ അറിയുന്ന മോസ്റ്റ് പോപ്പുലർ വിൻഡോ മാനേജർ ഗ്നോം ആണ്. GNU ഒബ്ജക്ട് മാനേജ്മെന്റ് എൻവയോൺമെന്റ് ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റും പിന്നെ KDE കെ ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റ് അതർ വിൻഡോ മാനേജേഴ്സും ഉണ്ട്. അപ്പോൾ ഈ എക്സ്ലിബ് പ്രോട്ടോകോൾ മാത്രമല്ല വിൻഡോ മാനേജേഴ്സിനെ കുറിച്ചും ഇപ്പൊ ഈ വിൻഡോസിന് സെഡ് ഓർഡർ എന്ന് പറയുന്ന സാധനമുണ്ട്. കുറെ വിൻഡോസിന് സ്റ്റാക്ഡ് വിൻഡോസ് ഉണ്ടെങ്കിൽ ഏതിനും ഫോക്കസ് വന്നത് മുന്നിൽ വരണം. അപ്പൊ വിൻഡോ ഓർഡർ ഉണ്ട്. അപ്പോൾ പെയിന്റേഴ്സ് അൽഗോരിതം വെച്ചത് റെൻഡർ ചെയ്യണം. പെയിന്റേഴ്സ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ വിൻഡോസും സെഡില് സോർട്ട് ചെയ്യും, എന്നിട്ട് ഏറ്റവും പുറകിലുള്ളത് ആദ്യം റെൻഡർ ചെയ്യും. അതിന് Z ബഫർ റെൻഡറിങ് എന്നാണ്. ഈവൺ ഓപ്പൺ ജിയിലും ഡയറക്ട് 3Dയും ഇപ്പോ ഈ ഒരു പരിധി വരെ സ്കാൻ ലൈൻ റെൻഡറിങ് ചെയ്യണ കേസിൽ മറ്റേ Z ബഫർ ആണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ഇന്ന് ടെർമിനൽ എമുലേറ്റേഴ്സ് യൂസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോൾ ടെൽനെട്ടോ പട്ടിയോ ഏതെങ്കിലും റിമോട്ടായിട്ട് നിങ്ങൾ ക്യാരക്ടർ മോഡിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ടെർമിനൽ എമുലേഷൻ സോഫ്റ്റ്വെയർ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ സോഫാർ ഞാനിപ്പോ 1960s മുതൽ 1989 വരെയുള്ള, അതായത് വെബ് വരെയുള്ളത് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇത് നിൽക്കുമ്പോഴാണ് HTML ആൻഡ് വേൾഡ് വൈഡ് വെബിന്റെ ആവിർഭാവം ഉണ്ടാവുന്നത്. അത് ടിം ബേണേഴ്സ്-ലീ എന്ന് പറഞ്ഞ CERN യൂറോപ്യൻ പാർട്ടിക്കിൾ ഫിസിക്സ് ലാബോറട്ടറിയിൽ ഈ സയന്റിസ്റ്റുകളുടെ ഡോക്യുമെന്റ് ഷെയർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് HTML. പിൽക്കാലത്ത് പുള്ളി തന്നെ ഒരു CGI എന്നുള്ളൊരു ഡോർ പ്രോട്ടോകോൾ ഉണ്ടായി. അതായത് ഇപ്പോ നിങ്ങളുടെ ഈ ആക്ഷൻ നിങ്ങൾ പേജില് ആക്ഷൻ കൊടുക്കുമ്പോൾ ഒരു CGI URL ആണ് കൊടുക്കേണ്ടത്. ഒരു ഡോർ പ്രോഗ്രാമിന്റെ ബ്രൗസർ എന്ത് വെച്ചാൽ CGI പിന്നിൽ പോയിട്ട് ആ പ്രോഗ്രാം ഓടിക്കും ഇവിടുത്തെ HTML കണ്ടന്റ് എടുത്ത്. അങ്ങനെയാണ് CGI വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ഇപ്പോഴത്തെ Node.js പോലും CGIയുടെ പേലോഡ് ഫോർമാറ്റ് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യണത്. തിങ്സ് ഹാസ് ചേഞ്ച്ഡ്. ബട്ട് ആദ്യകാല EXE ബേസ്ഡ് ഹാൻഡ്ലേഴ്സിൽ നിന്ന് DLL ഹാൻഡ്ലേഴ്സിലോട്ടും പിന്നെ വെർച്വൽ മെഷീൻ ബേസ്ഡ് ഹാൻഡ്ലേഴ്സിലോട്ടും ഇന്ന് ഇപ്പോ സെൽഫ് ഹോസ്റ്റിംഗ് ഹാൻഡ്ലേഴ്സിലോട്ടും പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. വാട്ട് യു സെൻഡ് ബിറ്റ്വീൻ ദ വയർ, വെദർ ഇറ്റ് ഈസ് HTTP1 or HTTP4, more or less the same സ്ട്രാറ്റജിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോ ഈ വെബൊക്കെ ഈ വന്നെങ്കിലും ഈ അന്ന് യുണിക്സ് വർക്ക് സ്റ്റേഷന്റെ കാലഘട്ടമായിരുന്നു. അപ്പോൾ സിൽക്കൺ ഗ്രാഫിക്സ് എന്നുള്ള ഒരു കമ്പനി IRIS-GL എന്ന് പറഞ്ഞൊരു API ഉണ്ടാക്കി. അവര് അപ്പൊ അതിനിടയ്ക്ക് റെൻഡർമാൻ എന്ന് പറഞ്ഞൊരു ഓഫ്ലൈൻ റെൻഡറിങ് ഒക്കെ ഉണ്ടായി, പക്ഷെ അത്രയും വലിയ ഇതില്ല. അപ്പൊ IRIS-GL വെച്ചിട്ടാണ് ജുറാസിക് പാർക്ക് ഒക്കെ റെൻഡർ ചെയ്തത്. ഓക്കെ, അപ്പൊ IRIS-GL ഒരു API മാത്രമാണ്. അവരുടെ കയ്യിലൊരു ഓഫ്ലൈൻ റെൻഡർ ഉണ്ടായിരുന്നു. ഈ സിൽക്കൺ ഗ്രാഫിക്സ് ആണ് മൂവി റെൻഡറിങ്ങിൽ ജുറാസിക് പാർക്കാണ് ഒരു എന്താ പറയാ അറ്റ്ലീസ്റ്റ് എൻവയോൺമെന്റ്സ് ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ട് റെൻഡർ ചെയ്ത മൂവിയിലേക്ക് കാണിച്ച മേജർ സാധനം. അപ്പൊ IRIS-GL-ന്റെ ആ API-നെ ബേസ് ചെയ്തുകൊണ്ട് മൈക്രോസോഫ്റ്റും സിൽക്കൺ ഗ്രാഫിക്സും അതേഴ്സും കൂടി ഉണ്ടാക്കിയ API-യുടെ പേരാണ് OpenGL. OpenGL IRIS-GL-ന്റെ ഓപ്പൺ സോഴ്സ് വെർഷൻ ആണ്. OpenGL-ന് എന്താ പറയാ നല്ല ട്രാക്ഷൻ ലഭിക്കുകയും അന്ന് OpenGL ഒരു സോഫ്റ്റ്വെയർ റെൻഡറാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ നേറ്റീവ് ആയിട്ട് ഒരു 3D API ഇല്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് വന്നപ്പോ ഈ WinG എന്ന് പറഞ്ഞ ഒരു ലൈബ്രറി വന്നത്. WinG ഒന്നുമില്ല, ഒരു ഓഫ്ലൈൻ ഡിവൈസ് ഇൻഡിപെൻഡന്റ് ബിറ്റ് മാപ്പിലോട്ട് നിങ്ങൾ ഗ്രാഫിക്സ് റെൻഡർ ചെയ്യുക, ജസ്റ്റ് ബഫർ കോപ്പിംഗ് പ്രോഗ്രാമായി. അപ്പൊ മൈക്രോസോഫ്റ്റിനെ ആൾക്കാർ കളിയാക്കിയപ്പോൾ ബ്രിട്ടീഷ് കമ്പനി ആയിട്ടുള്ള റിയാലിറ്റി ലാബിന്റെ റെൻഡർമോർഫിക്സ് API മൈക്രോസോഫ്റ്റ് കാശ് കൊടുത്ത് വെച്ചിട്ട് വിൻഡോസ് ഗെയിം പ്രോഗ്രാമിംഗ് SDK എന്ന് പറഞ്ഞിട്ടാണ് ഡയറക്ട് 3D വന്നത്. പിന്നെ അത് ഡയറക്ട് എക്സ് എന്നുള്ള അവർ പേരിട്ടു. ഡയറക്ട് ഇൻപുട്ട്, ഡയറക്ട് സ്ട്രീമിംഗ് മീഡിയ, അങ്ങനെ കുറെ ഡയറക്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ഇതിനാണ് ഡയറക്ട് എക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ വന്ന കാലത്തൊക്കെ ഈ OpenGL ആണെങ്കിലും അതെ, ഡയറക്ട് 3D ആണെങ്കിലും അതെ, സോഫ്റ്റ്വെയർ റെൻഡേഴ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദർ നിങ്ങൾ X വിൻഡോസ് വെച്ചിട്ട് നിങ്ങളുടെ യൂസർ ഇന്റർഫേസ് കൺട്രോൾസ് റെൻഡർ ചെയ്യും, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് വെച്ചിട്ട് റെൻഡർ ചെയ്യും. QT എന്ന് പറഞ്ഞ ഒരു ട്രോൾടെക് എന്നുള്ള ഒരു നോർവീജിയൻ കമ്പനിയാണ് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഈ റെൻഡറിങ് അവരെ ഏറ്റെടുക്കുക ചെയ്ത്. അതായത് റാദർ ദാൻ എന്താ പറയാ ലെറ്റിംഗ് ദ ഹോസ്റ്റ് വിൻഡോയിങ് സിസ്റ്റം ഡു ദ റെൻഡറിങ്, പിയർ റെൻഡറിങ് എന്നാണ് അതിനെ വിളിക്കുന്നത്, അതിന് പകരം അവർ ഓൺ റെൻഡറിങ് ചെയ്തു. അപ്പൊ ഒരു യുണീക്ക്
അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടിയെന്ന് വെച്ചാൽ പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ ആണ്. പണ്ട് വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്നതും മറ്റേ മാക്കോയസ് 9 വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്നത് തമ്മിൽ കണ്ടാൽ അറിയാൻ പറ്റും ലുക്ക് ആൻഡ് ഫീലിന്. പക്ഷേ ക്യൂട്ടിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ കിട്ടും. അങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. ആ ടെക്നോളജിയാണ് ജാവ അബ്സ്ട്രാക്ട് വിൻഡോയിങ് ടൂൾ കിറ്റ് പിയർ റെൻഡറിങ് ചെയ്ത്, ഇത് അണ്ടർലൈൻ ഹോസ്റ്റ് വിൻഡോയിങ് സിസ്റ്റത്തിന്റെ വിൻഡോ ചെയ്തേ. പക്ഷേ സ്വിങ് അവരുടേതായ റെൻഡറിങ് ചെയ്യാനുണ്ട്. അപ്പോ ഈ റാദർ ദാൻ ഈ കൺട്രോൾ എന്ന് പറയുമ്പോഴേ, ഇപ്പോ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് കൺട്രോള്, മറ്റേ ലിസ്റ്റ് ബോക്സ്, കോംബോ ബോക്സ്, ട്രീ എല്ലാം വിൻഡോ തന്നെയാണ്. അതായത് വിൻഡോ ക്ലാസ് നെയിം മാറ്റുക ചെയ്തത്. അപ്പൊ ഈ പരിപാടി തന്നെയാണ് എക്സ് വിൻഡോസിലും നടന്നത്. അപ്പൊ എവരി കൺട്രോൾ ഇസ് എ വിൻഡോ എന്നുള്ളൊരു അപ്രോച്ചിലായിരുന്നു. അപ്പോൾ അതാണ് ഈ ക്യൂട്ടിയും ജാവ സ്വിങ്ങും അത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് വെബ് സ്റ്റാറ്റിക് ആണെന്നുള്ളൊരു കംപ്ലൈന്റ് വരികയും വെബിന് ഇന്ററാക്ടിവിറ്റി കൊണ്ടുവരണം. ഇപ്പൊ ഇന്ററാക്ടിവിറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ഈ അപ്പോ പണ്ട് ഇന്ററാക്ടിവിറ്റി കൊണ്ടുവന്നിരുന്നത് എങ്ങനെയാണ്? അതായത് ഒരു സ്ക്രീൻ വരും, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സെർച്ച് സ്ട്രിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെർവറിലോട്ട് പോയിട്ട് അവിടുത്തെ CGI പ്രോഗ്രാമോ അല്ലെങ്കിൽ ISAPI പ്രോഗ്രാം അതെടുത്തിട്ട് നിങ്ങളുടെ ഹാൻഡ്ലറിനെ വിളിക്കും, എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് തിരിച്ചിങ്ങോട്ട് തരും. അപ്പൊ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. നമുക്ക് വെബ് പ്രോഗ്രാമിംഗ് മോഡലിനെ കുറിച്ച് നമുക്ക് വേറൊരു സെഷൻ പിന്നെ പറയാം. പക്ഷെ അപ്പൊ അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാല് നമുക്ക് എവറി ടൈം നമുക്ക് സെർവറിൽ പോകേണ്ടി വരും. അപ്പൊ വാലിഡേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു എംബഡഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നെറ്റ്സ്കേപ്പ് കൊണ്ടുവന്നു. അതിനെയാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. പിന്നെ CSS മാതിരിയുള്ള സ്റ്റൈൽ ചെയ്യാനുള്ള ഡിക്ലറേറ്റീവ് ലാംഗ്വേജസും W3C കൺസോർഷ്യം സ്റ്റാൻഡേർഡായി മാറി. അങ്ങനെയാണ് മറ്റേ ഡൈനാമിക് HTML അഥവാ HTML, ജാവാസ്ക്രിപ്റ്റ്, CSS പല ബുക്കിന്റെ പേരും ഈവൻ സ്കിൽ സെറ്റ് JD എഴുതുമ്പോഴും HTML അങ്ങനെ എഴുതുള്ളൂ. ഡൈനാമിക് HTML 1996 ആയുർഭാവം ചെയ്തത്. ഷോർട്ട്ലി ആഫ്റ്റർ ദാറ്റ് മൈക്രോസോഫ്റ്റ് ASP.NET ടെക്നോളജി, ASP.NET അല്ല, ASP ടെക്നോളജിയാണ് അവർ കൊണ്ടുവന്നത്. ഈ വിഷ്വൽ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടും HTML റെൻഡറിങ് സെർവറിൽ ചെയ്തിട്ട് ക്ലയന്റിൽ HTML എലമെന്റ്സ് ആയിട്ട് അതിനെ മാപ്പ് ചെയ്ത് ASP. അപ്പൊ ASP ഈസ്, if you take a closer look at ASP was nothing but an ISAPL filter written in C++. ഒരു വെബ് ഇന്റർസെപ്റ്റർ ആയിട്ടാണ് ASP അതിന്റെ ലൈഫ് തുടങ്ങിയത്. ഇപ്പൊ ഷോർട്ട്ലി ആഫ്റ്റർ ജാവ പ്ലാറ്റ്ഫോം പോപ്പുലർ ആയതുകൊണ്ട് Sun J2 ഈ സ്പെസിഫിക്കേഷൻ 97 ഇറക്കിയപ്പോൾ അവര് ഈ സെർവറിനൊപ്പം തന്നെ ഒരു JSP റെൻഡറിങ് കൊണ്ടുവന്നത്. അപ്പൊ സെർവറിൽ റെൻഡർ ചെയ്യാൻ ക്ലയന്റിൽ കാണും. അപ്പോൾ 1998 മൈക്രോസോഫ്റ്റ് XML ഔട്ട്ലുക്ക് വെബ് ആക്സസ് എഴുതാൻ വേണ്ടി XML HTTP റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ആഡ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഈ XML HTTP റിക്വസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു HTML, CSS, JavaScript. പോസ്റ്റ് ബാക്ക് ഉണ്ടായിരുന്നു. അതായത് you can render using HTML and CSS and മറ്റേ interaction can be managed by JavaScript, but who will manage the network traffic എന്നുള്ളതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ XHR ടെക്നോളജി, പക്ഷെ അതിനെ XHR എന്നല്ല അതിനെ വിളിച്ചിരുന്നത്. അതായത് ഒരു ഇപ്പൊ ആണെങ്കിൽ ഒരു കോം ഒബ്ജക്റ്റ് എൻകോഡ് ചെയ്യണം. എംബഡ് ആൻഡ് എക്സ്റ്റെൻഡ് രണ്ട് ടാഗ് വെച്ചിട്ടാണ് ഈ XML HTTP റിക്വസ്റ്റ് ഒബ്ജക്ട്സ് നമ്മൾ ചെയ്തിരുന്നത്. വളരെ കുറച്ച് പേരെ പ്രോഗ്രാം, ഞാൻ ആകെ ഈ ഔട്ട്ലുക്ക് വെബ് ആക്സസും ഓട്ടോഡെസ്കോൺ അങ്ങനെ പ്രോഗ്രാം എഴുതാനായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഉപയോഗിക്കാവോ എന്നുള്ളതായിരുന്നു അന്ന് ഇത് വന്നത്. പിന്നെ ഈ എന്താ പറയാ, അപ്പൊ ഈ വൺസ് ഡൈനാമിക് HTML വന്നു, XML HTTP റിക്വസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ നെറ്റ്വർക്ക് ട്രാഫിക് ഇല്ലാതെ ക്ലയന്റ് സൈഡ് ഇന്നർ HTML ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റി വന്നപ്പോ ഈ എന്താ പറയാ 2006 ജെസി ജെയിംസ് ഗ്രാൻഡ് അജാക്സ് എന്നുള്ള ടേം കോയിൻ ചെയ്യുകയും XML HTTP റിക്വസ്റ്റ് ഓൾ ഓഫ് എ സഡൻ മറ്റേ മെയിൻ സ്ട്രീമിലോട്ട് വരികയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഈ എന്താ പറയാ അജാക്സ് എന്നുള്ള ടേം പോപ്പുലർ ആയത്. അപ്പൊ ആ സമയത്ത് അജാക്സ് എന്ന് പറഞ്ഞ ആംസ്റ്റർഡാം ക്ലബൊക്കെ ആണ് നമ്മൾ കേട്ടേക്കണേ. അപ്പൊ സിംഗുലർ ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML എന്നാണ് വന്നിരുന്നത്. അപ്പൊ വൺസ് അജാക്സ് ടെക്നോളജിന്റെ ഡൈനാമിക് HTML ഉണ്ടായി കഴിഞ്ഞപ്പോൾ നാച്ചുറലി നിങ്ങൾക്ക് ഇന്നർ HTML ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ jQuery UI അങ്ങനെ കുറെ മോച്ച കുറെ ടൂൾ കിറ്റ്സ് വന്നിരുന്നു. അപ്പൊ ആ സമയത്താണ് എന്താ പറയാ 2003-04 ഒക്കെ ആയി കഴിഞ്ഞപ്പോ GLSL ഓപ്പൺ GL ഷെയ്ഡിംഗ് ലാംഗ്വേജ് ഇറങ്ങുകയും മൈക്രോസോഫ്റ്റ് ഹൈ ലെവൽ ഷെയ്ഡിംഗ് ലാംഗ്വേജ്, അപ്പോഴേക്കും ഷെയ്ഡർ പ്രോഗ്രാമിംഗ് 2003 മുതൽ പോപ്പുലർ ആണ്. പക്ഷെ അത് ക്രിട്ടിക്കൽ മാസ് എത്തുകയും ഈ പ്രോഗ്രാമബിൾ ഷെയ്ഡർ പൈപ്പ് ലൈൻ WebGL എന്ന് പറഞ്ഞ പേരിൽ ഈ എന്താ പറയാ
മൊബൈലിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടു. മൊബൈൽ റവല്യൂഷൻ തുടങ്ങിയ സമയമായിരുന്നു. ഫോൺ ഗ്യാപ്പ് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിൽ UI വെബ് വ്യൂ എന്നുള്ളൊരു കൺട്രോൾ, മോസ്റ്റ് ഓഫൺ അതിന്റെ ബാക്ക് എൻഡ് ഏതെങ്കിലും ഒരു ബ്രൗസറിന്റെ റെൻഡറിങ് കോമ്പണന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ UI ബ്രൗസർ ബേസ്ഡ് ആയിരിക്കും, നിങ്ങളുടെ ഹാൻഡ്ലേഴ്സ് ഒബ്ജക്റ്റീവ് ആവും. അങ്ങനെയാണ് ഫോൺ ഗ്യാപ്പ് ടെക്നോളജി ഇറങ്ങിയത്. അപ്പോൾ പ്രോഗ്രാമബിൾ ഷേഡർ പൈപ്പ്ലൈൻ GLSL പോപ്പുലർ ആയതുകൊണ്ട് അത് വെബിലേക്ക് WebGL ടെക്നോളജി ആയിട്ട് വന്നു. അപ്പോൾ അപ്പോഴാണ് ഈ ഡെസ്ക്ടോപ്പ് പ്രോഗ്രാമിംഗ് പ്രാക്ടിക്കലി എന്താ പറയുക ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഡെസ്ക്ടോപ്പ് പ്രോഗ്രാമിങ്ങിന് ഒരു പുതിയ ഒരു ലൈഫാണ് മൊബൈൽ പ്രോഗ്രാമിങ്ങിലൂടെ വേൾഡിൽ ലഭിച്ചത്. ലൈക്ക് ഐ സെഡ്, മൊബൈൽ പ്രോഗ്രാമിങ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്രൂ, J2ME ഒക്കെ പണ്ടേ ഉണ്ടായിരുന്നെങ്കിലും ഈ മീഗോ, മൊബിലിൻ അങ്ങനെ കുറെ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടായെങ്കിലും ആൻഡ്രോയിഡും iOS ആണ് പോപ്പുലർ ആയത്. ആൻഡ്രോയിഡും റഫ്ലി ദ സെയിം ടൈം പോപ്പുലർ ആയി. ആൻഡ്രോയിഡ് അവരുടേതായ മറ്റേന്താ പറയാ ഈ കുറച്ചുകൂടി ഹൈ ലെവൽ റീറ്റൈൻഡ് മോഡ് ഗ്രാഫിക്സ് ആണ് അവർ ചെയ്യേണ്ടായിരുന്നത്. ഇത് ഇപ്പൊ ഇവിടെ മാർക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, ഈ ഇതിൽ അത് ഉണ്ടായിരുന്നില്ല. ഏതാ UI നമ്മൾ ഹൈറാർക്കി ഉണ്ടാക്കണം, വെബ് വ്യൂ കൺട്രോളർ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഈ മൊബൈൽ ഈ എന്താ പറയാ ടെക്നോളജി ഹോട്ട് ആയി കഴിഞ്ഞപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോംസ് ഇപ്പൊ കോണി, സാഞ്ച ടച്ച് അങ്ങനെ കുറെ, അതായത് മൊബൈൽ ഡിവൈസസിൽ റെൻഡറിങ്ങിന് ഈ കോണിയും അവരുടെ അല്ലെങ്കിൽ സാഞ്ചയുടെ റെൻഡറേഴ്സ് ഏറ്റെടുക്കും. എന്നിട്ട് മറ്റേ എന്താ പറയാ സോക്കറ്റ്സ് വെച്ചിട്ട് നമുക്ക് സെർവറിൽ നിന്ന് ഡാറ്റ എടുത്തുകൊണ്ട് വന്ന് റെൻഡർ ചെയ്യുന്ന പരിപാടി കൊണ്ടുവരികയാണ് ചെയ്തത്. അതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോംസ്. അപ്പൊ അതാണ് അടുത്ത ലെവൽ ഓഫ് റെൻഡറിങ് മോഡല്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്താണ് ആൾക്കാർ കണ്ടുപിടിച്ചത്, ഓക്കെ GPU, why limit GPU to graphics computation? Why can't we use general purpose graphics processing on a GPU? അങ്ങനെ GPU അത് പിന്നെ ഓപ്പൺ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആവുകയും പിന്നെ കുട മറ്റേ ഡയറക്റ്റ് കമ്പ്യൂട്ടറാണ് മൈക്രോസോഫ്റ്റിന്റെ സാധനം. അതോടെ ഗ്രാഫിക്സിൽ നിന്ന് ഹാർഡ്വെയർ ആക്സിലറേഷൻ കമ്പ്യൂട്ടേഷനിലോട്ടും വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ബ്രൗസേഴ്സ് ഫാസ്റ്റായി, ഹാർഡ്വെയർ ആക്സിലറേറ്റഡ് റെൻഡറിംഗ് ഉണ്ട്. അപ്പോൾ സ്റ്റേജ് ഇസ് സെറ്റ് ഫോർ ഇപ്പൊ WPF എന്നുള്ള ഒരു ടെക്നോളജി മൈക്രോസോഫ്റ്റ് 2006 ഇറക്കി. അപ്പൊ അതിലാണ് മോഡൽ വ്യൂ മോഡൽ എന്ന് പറഞ്ഞ ഒരു ഇപ്പൊ MEC എല്ലാവർക്കും നോൺ ആണ്, മോഡൽ വ്യൂ കൺട്രോളർ. മോഡൽ വ്യൂ മോഡൽ എന്ന് പറഞ്ഞ ഒരു ഫിലോസഫി, ഒരു അപ്രോച്ച് ടുവേർഡ്സ് റെൻഡറിംഗ് വന്നത്. അത് 1987 ഇറങ്ങിയ ഒരു പേപ്പറാണ് പ്രസന്റേഷൻ അബ്സ്ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞത്. അപ്പൊ മാർട്ടിൻ ഫൗളർ അതിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു സാധനം ബുക്കിലില്ല, മാർട്ടിൻ ഫൗളർ എഴുതിയിട്ടില്ലെങ്കിൽ അതില്ല. അപ്പൊ മാർട്ടിൻ ഫൗളർ അത് എഴുതിയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ടുണ്ട്. അപ്പോ MEVM റവല്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ നോക്കൗട്ട് ആണ് ഫസ്റ്റ് വെബ് ടൂൾ കിറ്റ് ഒരു വെബ് ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്ക് വിച്ച് സപ്പോർട്ടഡ് എന്താ പറയാ ഈ MEVM. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആംഗുലാർ JS വരെ, ആംഗുലാർ 1 അത് MEVM ബേസിസിലായിരുന്നു. അപ്പൊ ആ സമയത്താണ് മൈക്രോസോഫ്റ്റ് മോണോ പ്രൊജക്ട് അക്വയർ ചെയ്യുകയും അവര് നോക്കി കഴിഞ്ഞപ്പോ Xamarin C# വെച്ചിട്ട് നമുക്ക് ക്രോസ് പ്ലാറ്റ്ഫോം മൊബൈൽ ആപ്ലിക്കേഷൻ എഴുതാന്ന് അവർ പറഞ്ഞു. പക്ഷെ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഇപ്പൊ C# വെച്ചിട്ട് നിങ്ങൾക്ക് ഫേസ്ലെസ് കോഡ്, അതായത് GUI അല്ലാത്ത കോഡ് ഷെയർ ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് മോഡൽ അറിഞ്ഞാലേ ആൻഡ്രോയിഡിൽ കോഡ് ചെയ്യാൻ പറ്റില്ല, റെൻഡർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇനിയിപ്പോ ആപ്പിളിന്റെ പ്രോഗ്രാമിംഗ് മോഡൽ അറിഞ്ഞാലേ നിങ്ങൾക്ക് ആപ്പിൾ കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലി ഈ മറ്റേ ലാംഗ്വേജ് C# ആണെന്നുള്ളൂ. പക്ഷെ അവര് എന്ത് ചെയ്തതെന്ന് വെച്ചാല് മൂൺലൈറ്റ് എന്നുള്ളൊരു സിൽവർ ലൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടായിരുന്നു, മൂൺലൈറ്റ്. ആ ടെക്നോളജി WPF ടെക്നോളജിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് റിഫർബിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ Xamarin Forms എന്ന് പറഞ്ഞ ടെക്നോളജി വന്നു. അപ്പൊ Xamarin Forms വന്നപ്പോൾ WPF പ്രോഗ്രാമിംഗ് മോഡൽ വെബിൽ വന്നു. അപ്പൊ അങ്ങനെ തൗസൻഡ്സ് ഓഫ് .NET ആൾക്കാർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് പോസിബിൾ ആക്കി. മൈക്രോസോഫ്റ്റ് മേഡ് സം മണി. പക്ഷെ now 2024 കണ്ട് ആ ടെക്നോളജി അവർ ഫിനിഷ് ചെയ്തിട്ട് MyUI പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ Xamarin Forms വരുന്ന സമയത്താണ് ഓക്കെ ഈ മറ്റേ ആംഗുലാർ 2ഉം മറ്റേ Vue.js-ഉം റിയാക്ടിന്റെ എമർജൻസ് വരുന്നത്. അപ്പൊ അതാണ് സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ. അപ്പൊ ഇപ്പൊ വൺ ഓഫ് ദി മോസ്റ്റ് ഡൊമിനന്റ് പ്രോഗ്രാമിംഗ് പാരഡൈം ഇപ്പൊ അത് തന്നെയാണ്. പക്ഷെ അതിനിടയ്ക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ
ഗൂഗിളിന്റെ ക്രോം ബ്രൗസർ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷന്റെ ഉള്ളിൽ ഒരു ബ്രൗസർ കൺട്രോൾ ചെയ്യാൻ ചെയ്ത് വെച്ചേക്കാണ്. സോ വൈ കാൻഡ് വി റിമൂവ് ദ ബ്രൗസർ കൺട്രോളർ ആൻഡ് യൂസ് ദാറ്റ് സ്റ്റഫ് ഫോർ അതേഴ്സ് ടു പ്രോഗ്രാം ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്, ജാവാസ്ക്രിപ്റ്റോ അങ്ങനെയൊക്കെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ വന്നാണ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇലക്ട്രോൺ വെച്ചിട്ടാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അവരുണ്ടാക്കിയത്. അപ്പോൾ ഈ ഇലക്ട്രോൺ പ്രൊജക്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ ക്രോമിയമിന്റെ ഭാഗമായിട്ട് അവർക്ക് മറ്റേ സ്കിയ എന്നുള്ള 2D റെൻഡറിങ് എഞ്ചിൻ, അങ്ങനെ കുറേ ടെക്നോളജി ആസ് മച്ച് ആസ് ഗൂഗിൾ യൂസ്ഡ് ടൈപ്പ് സ്ക്രിപ്റ്റ് ടു ഡെലിവർ ആംഗുലർ സൊല്യൂഷൻ, തിരിച്ച് മറ്റേ ക്രോമിന്റെ മിക്ക ടെക്നോളജി മൈക്രോസോഫ്റ്റും ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പുതിയ പോസിബിലിറ്റീസ് അവിടെ ആഡ് ചെയ്യപ്പെട്ടു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ബ്ലേസർ, ഇപ്പൊ ഈ ബ്ലേസർ എന്ന് പറഞ്ഞ ടെക്നോളജി മറ്റേ ഗൂഗിള് ചെയ്യാണ്. ഡാർട്ട് എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബ്ലേസർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇതിനെ ഒരു ഈ മറ്റേ സ്കിയ റെൻഡറിങ് എഞ്ചിന്റെ മുകളിൽ ഇത് റെൻഡർ ചെയ്ത് കാണിക്കും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ക്ലയന്റ് ആപ്ലിക്കേഷൻ നേറ്റീവ് ആണെങ്കിൽ. ഇനി നിങ്ങൾക്ക് ക്യാൻവാസ് 2D പ്രൊജക്ഷനും അവൈലബിൾ ആണ്. പിന്നെ അറ്റ്ലീസ്റ്റ് എനിക്ക് ഉറപ്പില്ല ഈ പറഞ്ഞ സാധനം ഇപ്പൊ ഈ സ്കിയ തന്നെ ക്യാൻവാസ് 3Dയുടെ ഉള്ളിലൂടെയാണ് ഇവർ ആക്സസ് ചെയ്യണത് എന്നുള്ള എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അത് ശ്രീജിത്ത് വിൽ ബി ഏബിൾ ടു ക്ലാരിഫൈ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇത്. ഞാനിപ്പോ ബ്ലേസറിന്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ, ഞാൻ ഒരു ചെറിയൊരു അബദ്ധം പറ്റി. ഫ്ലട്ടറിന്റെ കാര്യമാണ് പറയുന്നത്. ഫ്ലട്ടർ ഡാർട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും മറ്റേ എന്താ പറയാ ഈ പ്രൊജക്ഷൻ ടു ദ മൊബൈൽ ഡിവൈസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അണ്ടർലൈൻ ഗ്രാഫിക്സ് API സ്കിയ ആണ്. സ്കിയ ക്രോമിയത്തിന്റെ അടിയിൽ കിടക്കുന്നതാണ്. അങ്ങനെയാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് എന്തോ അതിന്റെ റെൻഡറിങ് എഞ്ചിൻ മാറ്റി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ബ്ലേസർ എന്ന് പറഞ്ഞ സാധനം, ഈ ബ്ലേസറിന്റെ പല ഫോം ഉണ്ട്. ബ്ലേസർ സെർവർ ഉണ്ട്, ബ്ലേസർ വെബ് ഉണ്ട്, ബ്ലേസർ മൊബൈൽ ഉണ്ട്. ഓക്കെ, അപ്പോ MyUI എന്നുള്ള ടെക്നോളജി ഉണ്ട്, അത് മൊബൈലിൽ ഓടുന്നതാണ്. ഇപ്പൊ ബ്ലേസർ കോമ്പണൻസ് നമുക്ക് അപ്പൊ അതിനെ കുറിച്ച് എന്തായാലും പീപ്പിൾ ലൈക്ക് ലാൽ വിൽ ബി ഏബിൾ ടു ഷെയർ ലോട്ട് ഓഫ് തിങ്സ് ഓൺ ഇറ്റ്. പക്ഷെ അപ്പൊ ആ അന്നത്തെ ഡിസ്കഷന്റെ അതിലോട്ട് ചിലപ്പോൾ അത് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും. ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സെർവർ സൈഡ് പ്ലാറ്റ്ഫോം വിത്ത് ക്ലയന്റ് സൈഡ് റെൻഡറിങ് സ്ട്രാറ്റജി ഉള്ള പ്ലാറ്റ്ഫോമിൽ ഒരു സെർവർ ഉണ്ടാവും. ഇപ്പൊ ക്ലയന്റിൽ നിങ്ങൾക്ക് ഐദർ വേണമെങ്കിൽ HTML മറ്റേ CSS ആയിട്ട് എല്ലാം റെൻഡർ ചെയ്യാം. അതായത് നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C# ആണെങ്കിൽ അതിന് ഇവന്റ് ഹാൻഡ്ലേഴ്സ് ഒക്കെ മറ്റേ ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്യണം. മറ്റേ കൺട്രോൾസ് ഒക്കെ HTML ആക്കിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ വയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്യുവർ HTML കോഡ് എഴുതാം. പക്ഷെ ഇപ്പൊ മിക്ക ആൾക്കാർ ഇപ്പൊ .NET വെർച്വൽ മെഷീൻ മാതിരിയുള്ള സാധനം ഈ ക്ലയന്റിലോട്ട് വന്നേക്കാൾ ബെറ്റർ, ഇറ്റ് ഈസ് ബെറ്റർ ടു ടാർഗറ്റ് യുവർ സോഴ്സ് കോഡ് ഓൺ ടു വെബ് അസംബ്ലി. അപ്പോൾ മൈക്രോസോഫ്റ്റ് അവരുടെ C# കോഡ് വെബ് അസംബ്ലിയിലോട്ട് പ്രൊജക്ട് ചെയ്യും. എന്നിട്ട് ഈ നിങ്ങളുടെ കൺട്രോൾസ് HTML-ലോട്ടും പ്രൊജക്ട് ചെയ്യും. എന്നിട്ട് ഇൻട്രോപ്പ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വയർ ചെയ്യും. അതാണ് ഇപ്പൊ ഓടുന്നതെന്നുള്ളതാണ് ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് അന്ന് ഹൈപ്പോത്തസിസ് ഉള്ളത്. Another strategy could be Microsoft can actually generate markup which can be projected onto Canvas 2D. പക്ഷേ ഇത് രണ്ടും തമ്മിലായിരുന്നു ഒരു ബാറ്റിൽ ഉണ്ടായിരുന്നത്. മൂന്ന് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് എവറിത്തിങ് HTML, ഒന്ന് HTML ആൻഡ് മറ്റേ വെബ് അസംബ്ലി വിത്ത് ഇൻട്രോപ്പ്, പിന്നെ ക്യാൻവാസ് 2D സ്ട്രാറ്റജി. പക്ഷെ ഇപ്പം മനസ്സിലാക്കണത് എന്താ പറയാ, ഈ HTML-ലോട്ട് പ്രൊജക്ട് ചെയ്യുന്ന ബ്ലേസർ ഏത് കൺട്രോൾസ് ഇൻട്രോപ്പ് മറ്റേ ഇവന്റ് ഹാൻഡ്ലിംഗ് കോഡ് വെബ് അസംബ്ലിയിലാണ് ഇരിക്കുന്നത്, ഇൻട്രോപ്പ് വെച്ചിട്ട് അവർ വയർ ചെയ്യുന്നു. അപ്പോ ബേസിക്കലി ഇപ്പൊ ഈ ടോപ്പിക്കിന്റെ ഈ ചർച്ചയുടെ ഉദ്ദേശം എവിടെ നിന്നാണ് ഈ GUI ഇവോൾവ് ചെയ്തത്, അതായത് GUI മറ്റേ സ്കെച്ച് പാഡ് എന്നുള്ള ടെസസ്, പിന്നെ സെറോസ് സ്പാർക്കിൽ നടന്ന റെവല്യൂഷൻ, അത് കഴിഞ്ഞിട്ട് മറ്റേ എക്സ് വിൻഡോസ് നെറ്റ്വർക്ക് വിൻഡോയിങ് സിസ്റ്റം. ഞാൻ ഒരു കാര്യം വിടാം, അതിനിടയ്ക്ക് ഈ സൺ മൈക്രോ സിസ്റ്റം ഒരു സെർവർ എഴുതുകയും അതിന്റെ ക്ലയന്റ്
ഡിസ്പ്ലേ പോസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് റെൻഡർ ചെയ്യുന്ന ഒരു ടെക്നോളജി ഉണ്ടാക്കി. അതാണ് നെറ്റ്വർക്ക് എക്സ്റ്റെൻസിബിൾ ന്യൂസ് സിസ്റ്റം. അതിനെ ഡിസ്പ്ലേ പോസ്ക്രിപ്റ്റ് എന്നാണ് അവർ വിളിച്ചത്. ഡിസ്പ്ലേ പോസ്ക്രിപ്റ്റ് ആണ് പിൽക്കാലത്ത് PDF ആയിട്ട് മാറിയത്. അപ്പോ അങ്ങനെയൊക്കെ കുറെ രസകരമായ ചരിത്രം ഇതിന്റെ പുറകിലുണ്ട്. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ മാക് വിൻഡോ ആൻഡ് OS പ്രസന്റേഷൻ റെവല്യൂഷൻ, പിന്നെ ഗ്രാഫിക്സ് റെവല്യൂഷൻ വിത്ത് APIs, ഡയറക്ട് 3D ആൻഡ് OpenGL, പിന്നെ ഹാർഡ്വെയർ ആക്സലറേറ്റഡ് ഗ്രാഫിക്സ് വിത്ത് ഷേഡർ, പിന്നെ അത് വെബിലോട്ട് വരികയും അതാണ് ഗ്രാഫിക്സിന്റെ എവല്യൂഷൻ. ഇപ്പൊ ക്യാരക്ടർ യൂസർ ഇന്റർഫേസ് ആണെങ്കിൽ ഈ മറ്റേ ടെർമിനൽ എമുലേഷൻ വഴി തുടങ്ങി സ്റ്റാൻഡേർഡ് ANSI VT100, DEC VT52 അങ്ങനെ പറഞ്ഞ ടെർമിനൽ എമുലേഷൻ കോഡ്സ് ഉണ്ട്. പിന്നെ ഇന്ന് മിക്ക റിമോട്ട് ടെർമിനൽ ആക്സസിനും ക്യാരക്ടർ യൂസർ ഇന്റർഫേസ് ഉണ്ടാക്കുകയാണ്. അപ്പൊ അത് ഈവൻ നമുക്ക് വേണമെങ്കിൽ ഇപ്പോ കർസസ് എന്നുള്ള ലൈബ്രറി ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വിൻഡോയിങ് വരെ ചെയ്യാൻ പറ്റും ടെർമിനൽസിൽ. അപ്പൊ അതാണ് ക്യാരക്ടർ യൂസർ ഇന്റർഫേസിന്റെ എവല്യൂഷൻ. വെബിന്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടഡ് ഫ്രം 1989, CGI പോയി, പിന്നെ DLL ബേസ്ഡ് റെൻഡറിങ് വന്നു, പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജസിൽ റെൻഡറിങ് വന്നു. പക്ഷെ ഓൾ ദീസ് ഇയേഴ്സ് HTTP പ്രോട്ടോകോളിലോ അതിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ ഡൈനാമിക് HTML വന്ന് XML HTTP റിക്വസ്റ്റ് വന്നു, അജാക്സ് വന്നു, പിന്നെ MEVM വന്നു, പിന്നെ മറ്റേ സെർവർ മറ്റേ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ വന്നു. അങ്ങനെ ഒരു എവല്യൂഷനാണ് അതിനുള്ളത്. അപ്പൊ ക്യാരക്ടർ യൂസർ ഇന്റർഫേസ്, മറ്റേ GUI റെവല്യൂഷൻ, ഗ്രാഫിക്സ് റെവല്യൂഷൻ, ഡൈനാമിക് വെബ് റെവല്യൂഷൻ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചാലേ നമുക്ക് ഇന്നത്തെ ടെക്നോളജിയുടെ കോംപ്ലക്സിറ്റി മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം. നൗ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. എനിക്ക് തോന്നുന്നു ആ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഈ സാമറിൻ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഫോൺ ഗ്യാപ്പിൽ തന്നെ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെയല്ല, അങ്ങനെ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ഇപ്പൊ ഫോൺ ഗ്യാപ്പിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഫോൺ ഗ്യാപ്പ് റെൻഡർ ചെയ്തിരുന്നത് ലോക്കൽ ലോക്കൽ ഫോൾഡർ ചെയ്യുന്ന HTML പേജ്. സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ റിമോട്ട്, അതായത് ആംഗുലാർ ആണ് എന്റെ അറിവിലെ. ആംഗുലാർ, Vue.js, പിന്നെ React.js ആണ്. ഈ React.js വെർച്വൽ ഡോം വഴിയും, ആംഗുലാർ എന്താ പറയാ വയറിംഗ് HTML ചെയ്തും. എനിക്ക് വ്യൂവിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല, അവരത് അച്ചീവ് ചെയ്ത്. അപ്പോ ഇപ്പോ ഫോൺ ഗ്യാപ്പ് വന്നത് മൊബൈൽ റെവല്യൂഷന്റെ ഭാഗമായിട്ട് 2008-9 മനസ്സിലായോ? ഇപ്പൊ സിംഗിൾ പേജ് അല്ല, ഞാൻ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെൻഡർ ചെയ്യേണ്ട കമ്പോണന്റ് ലോ ടൈമിൽ തന്നെ എടുക്കും. അപ്പോൾ നമ്മൾ ലോക്കലി സ്റ്റോർ ചെയ്താലും ഇമാര് ആ സെൻജ ടച്ച് ഒക്കെ അങ്ങനെയായിരുന്നേ, ഫുൾ JS ലോഡ് ചെയ്യും. പക്ഷെ സാൻജ ടച്ച് പക്ഷെ അവരുടെ റെൻഡറിങ് ആണ് ചെയ്തത്, കോണി ചെയ്യണമായിരിക്കും എന്റെ അറിവ് ശരിയാണെങ്കിൽ. കോണി ചെയ്യണം മാതിരി അല്ലായിരുന്നു, ഇവന്മാര് വെബ് തന്നെയാണ് ചെയ്തത്, വെബ് ബേസ്ഡ് ആണോ? കോണിക്ക് കോണിയുടെ ഒരു ഡോം ഉണ്ടായിരുന്നു, എന്നിട്ട് അവരുടെ സർഫസിൽ അണ്ടർലൈൻ ആപ്പിളിന്റെ സാധനം തന്നെ, ആപ്പിളിന്റെ അല്ലെങ്കിൽ ആൻഡ്രോയിഡിന്റെ സാധനം എടുത്തിട്ട് റെൻഡർ ചെയ്യുക. അത് അങ്ങനെയാണ്. പക്ഷെ സെൻജ ടച്ച് അങ്ങനെയല്ല, ഫുൾ റെൻഡർ ചെയ്തത് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിന്റെ മുകളിലാണ്. ജാവാസ്ക്രിപ്റ്റ് എഞ്ചിന്റെ മുകളിലാണ്. അതൊരു ബ്രൗസറിലോട്ടാണ് റെൻഡർ ചെയ്തത്. മറ്റേ ഇതിന്റെ ഇപ്പൊ ബ്രൗസർ കൺട്രോൾ അല്ല, അങ്ങനെയല്ല, രണ്ട് രീതിയിലുണ്ട്. അതായത് ഇപ്പൊ ബ്രൗസർ കൺട്രോളർ വേണമെങ്കിൽ ഈ സാഞ്ചക്കാർക്ക് ഒരു ഇന്റർപ്രറ്റർ മറ്റേ ഒരു ഡോം ട്രീ വാക്കർ എഴുതാമല്ലോ, അങ്ങനെയാണോ ചെയ്തത്? അതെയോ ഇപ്പൊ ഈ മറ്റേ ഇന്റലിന്റെ അല്ലെങ്കിൽ നമ്മുടെ സഫാരിയുടെ ഒക്കെ വെബ് കിറ്റ് എടുത്ത് വെച്ചോ? അവർ സഫാരിയുടെ വെബ് കിറ്റ് മേലാണ് ചെയ്തത്. കാരണം നമുക്ക് മറ്റേ പ്രോബ്ലം വരുമായിരുന്നു, ആൻഡ്രോയിഡിൽ ചില ഫോണിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള. അപ്പൊ മനസ്സിലായോ, ആ വെബ് അതിന്റെ ഏതാണോ അങ്ങനെ ചെയ്തത്. അല്ല, ഇപ്പൊ ഞാൻ പേര് ഇപ്പൊ ഈ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ആംഗുലാർ 2 ഇതിലാണ് പോപ്പുലർ ആയത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലപ്പോ അതിന്റെ അണ്ടർലൈൻ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ അജാക്സ് എന്നുള്ള പേര് 2006 ഉണ്ടായത്.
പക്ഷേ അജാക്സ് ടെക്നോളജി 2098 വന്നത്. ചിലപ്പോ ആ പേരിന്റെ ആയിരിക്കും ചിലപ്പോ അങ്ങനെയാണ്. അതായത് വാട്ട്സ് പാഡസ് മറ്റേ അതേഴ്സ്, അതായത് നമ്മുടെ മറ്റേ ഡൂയിങ് ബാക്ക് ആസ് എ ടെക്നോളജി. ബട്ട് അതിനൊരു സ്പാ എന്നുള്ളൊരു നോമൻ ക്ലേച്ചർ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതായിരിക്കും. ഓക്കെ, ഫെയർ എനഫ്. ഐ ആം ഗെറ്റിംഗ് ഇറ്റ്. ഓക്കെ, പിന്നെ വേറെന്താ ഇതിലുള്ള? പിന്നെ നമ്മുടെ മെയിൻ ഡിസ്കഷനിൽ അന്ന് നമ്മൾ ക്യാൻവാസിന്റെ കാര്യം ചോദിച്ചിരുന്നല്ലോ. ക്യാൻവാസ് 2D ആണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഇവര് വെബിൽ റെൻഡർ ചെയ്യുന്നത് മറ്റേ ക്യാൻവാസ് ടാഗ് മേല് കയറി അതൊരു ഒരു എന്താ പറയാ ഫ്രെയിം ആയിട്ട് അവിടെയാണ് ഡ്രോ ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതന്നെ ക്യാൻവാസ് ടാഗ് ആണ് ക്യാൻവാസ് 2D. ക്യാൻവാസ് 2D API ക്യാൻവാസ് ടാഗിന്റെ ഉള്ളിലാണ്, HTML ക്യാൻവാസ് 2ന്റെ ടാഗിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല്, നിങ്ങളിപ്പോ ഒരു മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഈ മറ്റേ ഡോം ട്രീ എന്ന് വരുന്ന ഇവന്റ് പിക്സൽ ലെവലിലായിരിക്കും. പക്ഷെ ആ പിക്സലിനെ കോമ്പണന്റ് ലെവലിലോട്ട് ട്രാൻസ്ലേഷൻ ആ ഇന്റർമീഡിയറ്റ് ലെയർ ചെയ്യും. എന്നിട്ട് അവര് ആ ട്രീ വാക്ക് ചെയ്തിട്ട് അവരുടെ വെർച്വൽ ഡോമോ അങ്ങനെ വാക്ക് ചെയ്തിട്ടാണ് അവർ കണ്ടുപിടിക്കുന്നത് ഏത് കൺട്രോളും വേണം വരുന്നതിന്റെ ഇവന്റ് ഫയർ ചെയ്യും. എന്നിട്ട് ആ ചേഞ്ചസ് ബ്രൗസറിനോട് റെൻഡർ ചെയ്യാൻ പറയോ അല്ലെങ്കിൽ ഇവര് തന്നെ റെൻഡർ ചെയ്യും. അപ്പൊ ക്യാൻവാസ് സ്റ്റുഡിയോ ഇവർ റെൻഡർ ചെയ്യും. വെച്ചാൽ അവർക്ക് അവരുടേതായ ഒരു എൻകോഡഡ് ട്രീ അവർ പാസ് ചെയ്യും, വിഷ്വൽ ട്രീ എന്ന് പറയാൻ വേണമെങ്കിൽ. ഇപ്പൊ WPF ഇല്ലേ, WPF ശരിക്കും പറഞ്ഞാൽ സാമലിനെ നമ്മൾ എഴുതണമെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് ബാമലാണ്. ബൈനറി ആപ്ലിക്കേഷൻ മാർക്കപ്പ് ലാംഗ്വേജ്, അത് XML ബൈനറി വെർഷൻ. അപ്പൊ അതാണ് അവിടെ ഇത് ചെയ്യുന്നത്. ഈ സാമല് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മറ്റേ ക്രോസ് പ്ലാറ്റ്ഫോം ആയിട്ട് ഫോംസിന് ഉപയോഗിച്ചെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല അങ്ങനെ എന്തോ. അങ്ങനെയല്ല, ഇത് എന്തൊക്കെയെന്ന് വെച്ചാൽ ഇപ്പൊ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ആൻഡ്രോയിഡിന് അതിൻ്റെതായ സ്റ്റൈൽ ഗൈഡ്ലൈൻസ് ഉണ്ട്, ആപ്പിളിന് ഹ്യൂമൻ ഇന്റർഫേസ് ഗൈഡ്ലൈൻസ് ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈല് പണ്ട് ഉപയോഗിക്കുമ്പോ ഇവർക്ക് ഇവരുടേതായ സ്റ്റൈൽ ഉണ്ട്. പക്ഷെ അങ്ങനെ വന്നപ്പോഴാണ് എന്റർപ്രൈസ് ആപ്സ് വന്നത്. എന്റർപ്രൈസ് ആപ്സ് വന്നു കഴിഞ്ഞപ്പോ ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ആൻഡ്രോയിഡ് ആണെങ്കിലും മറ്റേ ഇതാണെങ്കിലും സെയിം UI വേണ്ടി വന്നു. അപ്പോ സെയിം UI ഇന്ററാക്ഷൻ സ്റ്റൈല് വെദർ ഇറ്റ് ഈസ് മാക് ഓർ ദിസ് തിങ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് സാമറിൻ ഫോംസ് ബിക്കേം എ വയബിൾ ടെക്നോളജി. സോറി പ്രസിദ്ധി, ഞാൻ ചെയ്ത ഒരു പ്രോജക്റ്റിലെ വിൻഡോസ് മൊബൈലും ഉണ്ടായിരുന്നേ, അവിടെയാണ് ഈ പറഞ്ഞ സാമൽ ഉപയോഗിച്ചത്. അല്ല ഇപ്പൊ സാമറിന് ഇപ്പൊ ഇനിഷ്യലി ദേ ടാർഗറ്റഡ് വിൻഡോസ് മൊബൈൽ. മൈക്രോസോഫ്റ്റ് മൊബൈൽ ബിസിനസ്സിൽ നിന്ന് ഇറങ്ങിയല്ലോ. അവരിപ്പൊ സാമറിന് അവര് ഈ വളരെ പുഷ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ LLVM ഒക്കെ എംബഡ് ചെയ്തിട്ട് അവർക്ക് വിൻഡോസ് ഇരുന്നുകൊണ്ട് മാക് ആപ്ലിക്കേഷൻ വരെ ക്രോസ് കമ്പൈൽ ചെയ്യാം. ഇപ്പൊ വിഷ്വൽ സ്റ്റുഡിയോയിൽ യു റിക്വയർ ഓൺലി മാക് ഇൻ എ നെറ്റ്വർക്ക്. ഒരു മാക്നോട് മതി നിങ്ങൾക്ക് പാക്കേജ് ചെയ്യാൻ വേണ്ടി, ആപ്പിളിന്റെ കോപ്പിറൈറ്റ് ഇത് ചെയ്യാൻ വേണ്ടി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാക് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാക് മതി. നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ പോടാതാ. അതാണ് ഇപ്പൊ അവര് മായുവയുടെ എനിക്കറിയില്ല എങ്ങനെയാന്നുള്ളത്, പക്ഷെ സാമറിന് ആ പരിപാടി ഉണ്ട്. സാമറിൻ ചെയ്തതെന്ന് വെച്ചാൽ WPF പ്രോഗ്രാമിംഗ് മോഡല് അവര് എല്ലാ മൊബൈലിലായിട്ടും കൊണ്ടുവന്നു. അപ്പൊ ആ വന്നപ്പോ ഇത് ദാർശനിക പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം മൊബൈലിന് അതാത് മൊബൈൽ പ്ലാറ്റ്ഫോമിന്റെ സ്റ്റൈൽ ഗൈഡ് ലൈൻസ് അങ്ങനെ ഇത് ഫോളോ ചെയ്യുന്നത്. കാരണം സാമറിന് WPF പ്രോഗ്രാമിംഗ് മോഡലും ഏകദേശം ഒരു വിൻഡോസ് റെൻഡറിംഗ് ബയാസ് ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? പക്ഷെ അന്ന് വിൻഡോസ് മൈക്രോസോഫ്റ്റ് പിക്ചറിൽ ഇല്ലല്ലോ, ഇവന്മാര് സെപ്പറേറ്റ് ആയിരുന്നില്ലേ മോണോറൺ ടൈപ്പ്. അതിപ്പോ ആ കമ്പനി മറ്റേ സർവൈവലിന് വേണ്ടി ചെയ്തതാണത്. ഏത് അവർക്ക് പക്ഷെ അത് വാങ്ങിച്ചതാണ് ഈ സാമറിനാണ് മൈക്രോസോഫ്റ്റ് വരെ വാങ്ങിക്കാൻ കാരണം. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ അതാണ് മൈക്കൽ ഡി ഇക്വാസിയ, ആ കമ്പനി അവനാണ് ഗ്നോമിന്റെ ഇതിലൊക്കെ മെയിൻ വർക്ക് ചെയ്തത്. അപ്പൊ അവനാണ് മോണോ കമ്പൈലറും ഒക്കെ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തത്. അപ്പൊ അവരുടെ കമ്പനി, ആ കമ്പനിയുടെ പേര് മറന്നുപോയി, ആ കമ്പനിയെ മൈക്രോസോഫ്റ്റ് വാങ്ങിക്കാതെ. അപ്പൊ വാങ്ങിക്കാനുള്ള കാരണം സാമറിനായിരുന്നു. അപ്പൊ സാമറിന്റെ മെയിൻ ഉദ്ദേശം അതായിരുന്നു. അപ്പൊ ഈ സാമറിന് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ വരുമ്പോ ട്രാക്ഷൻ, പക്ഷെ എന്റർപ്രൈസ് മൊബൈൽ ആപ്പിലാണ് സാമറിൻ, റീറ്റെയിൽ ആപ്പിലോ
ആ റെവല്യൂഷൻ ഉണ്ടായിരുന്നില്ല 2016 വരെ. അതിലൊന്നും ആരും നേരം തൊടാറുണ്ടായിരുന്നില്ല. പക്ഷെ റീറ്റെയിൽ ആപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എന്റർപ്രൈസിനായിരുന്നു കൂടുതൽ. അതായത് എന്റർപ്രൈസിന്റെ റീറ്റെയിൽ ആപ്പ് സ്കീം ഉണ്ടെങ്കിലാണ് ഉപയോഗിച്ചത്. അല്ല, അതവിടെ എന്തായാലും മസ്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ആ സ്റ്റൈൽ ഇന്റർഫേസ് ഗൈഡ് ലൈൻസ് യൂണിഫൈ ചെയ്യാൻ പറ്റൂല്ലോ. ഒരു ആൻഡ്രോയിഡ് യൂസറിന്റെ പെർസെപ്ഷൻ അല്ലല്ലോ മറ്റൊരു iOS യൂസറിന്റെ പെർസെപ്ഷൻ അബൌട്ട് ആൻ ആപ്പ്. പിന്നെ ഇപ്പൊ ഒരു വേറൊരു ഫിലോസഫി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി ഇതാണ്. അതായത് അവിടെ C# ഡെവലപ്പേഴ്സ് ആണ് കൂടുതലുള്ളതെങ്കിൽ അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അതെ. പക്ഷെ വേറെ കാര്യമുണ്ട്. WPF ചെയ്യാതെ സാമറിൻ ചെയ്യണമാരുടെ സെഷനൊക്കെ പോയിരുന്നുണ്ടോ? ബോറടിച്ച് മരിക്കും. അതായത് if you study WPF programming model, then programming in Xamarin Forms makes more sense. ഒരു iOS ഡെവലപ്പറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് Xamarin ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് അതിന്റെ ഫുൾ സ്പിരിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവർക്ക് ഇപ്പൊ ലോജിക്കൽ ട്രീ എന്താണ്, വിഷ്വൽ ട്രീ എന്താണ്, എങ്ങനെയാണ് അറേഞ്ച് ഓവർ റൈഡ് വർക്ക് ചെയ്യണേ, മെഷർ ഓവർ റൈഡ് വർക്ക് ചെയ്യണേ, സൊഫിസ്റ്റിക്കേറ്റഡ് ആപ്പ് എഴുതാൻ പറ്റില്ല. ബട്ട് നൺലെസ് ഓക്കെ ഇറ്റ് പ്രൊഡ്യൂസ് ലോട്ട് ഓഫ് ആപ്സ്. മനസ്സിലായില്ലേ? അതാണ് അതിന്റെ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് പ്രസ്റ്റീജ് പറഞ്ഞ ഫ്ലട്ടറിന്റെ കേസ്, അത് സ്കിയെന്ന് ഇംപെല്ലർ എന്ന് പറഞ്ഞതിലോട്ടാണ് പോകുന്നത്. ഇംപെല്ലർ, അത് നിങ്ങൾ പറഞ്ഞു. എനിക്ക് ആ പേര് എനിക്ക് എന്ത് ചെയ്താൽ പറ്റില്ല. ഇംപെല്ലർ ആരാ? മറ്റേ ക്രോമിയത്തിൽ തന്നെയുള്ളതാണോ? അതെ. അപ്പൊ എനിക്ക് തോന്നണമെന്നല്ല, ഇതെന്റെ ഒരു ഞാൻ വായിച്ച ഒരു ഇതാണ്. ഇവർക്ക് ഷെയ്ഡർ എന്ന് പറയുന്നത് ഡൈനാമിക് ആയിട്ടായിരുന്നു കമ്പയർ ചെയ്യണമെന്ന് സ്കിയ. അതായത് റെൻഡർ പൈപ്പ് ലൈനിൽ പുതിയൊരു പാറ്റേണോ എന്താണ് അതിന്റെ അണ്ടർലൈൻ അറിയില്ല, പുതിയൊരു പാറ്റേൺ iOS വരുമ്പോൾ ഇവര് ഷെയ്ഡർ ഫംഗ്ഷനായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ ഇത് UI ത്രെഡില് UI റെൻഡർ ചെയ്യുന്ന ഫ്രെയിംസ്, അതായത് 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണല്ലോ. അപ്പൊ നമുക്ക് 16 സെക്കൻഡേ ലോജിക് ഓടിക്കാൻ കിട്ടുള്ളൂ. അപ്പൊ ഈ ഷെയ്ഡർ ഫംഗ്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ ത്രെഡില് ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് അവോയ്ഡ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ ആണ് ഇംപെല്ലർ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇംപെല്ലറിൽ പ്രീ കമ്പൈലേഴ്സ് ഷോർട്ട് ഷെയ്ഡേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അത് iOS-ലുള്ള റെസ്ട്രിക്ഷൻ ആണ്. ഇതിന്റെ തിയറട്ടിക്കൽ ബാക്ക് എനിക്ക് വായിക്കണം, പക്ഷെ ഇതാണ് അതിന്റെ തീം. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് റൺ ടൈമിൽ ഇങ്ങനെ ഷെയ്ഡർ ഫംഗ്ഷൻസ് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി കമ്പയർ ചെയ്ത സാധനമുണ്ട്. അപ്പൊ പുതിയ പാറ്റേൺസ് വരുമ്പോൾ എടുത്ത് റെൻഡർ ചെയ്യാൻ പറ്റും. അതാണ്. അതല്ലേ ഇപ്പൊ എന്താന്ന് പറയാ, പക്ഷേ ഇപ്പൊ ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ ആകെ 3 ഷെയ്ഡേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് വെർട്ടെക്സ് ഷെയ്ഡർ, പിക്സൽ ഷെയ്ഡർ, ജോമെട്രി ഷെയ്ഡർ. പിന്നെ ടെസലേഷൻ ഷെയ്ഡർ എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ 6-7 ഷെയ്ഡേഴ്സ് ഉണ്ട് ഇപ്പൊ ഗ്രാഫിക്സ് പൈപ്പ് ലൈനിൽ. മനസ്സിലായില്ലേ? അപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? കാരണം ആപ്പിളിന്റെ റെസ്ട്രിക്ഷൻ ആയിരിക്കും അതിന്റെ ഉള്ള കാര്യം, അല്ലാണ്ട് ഒരു ആപ്പിളിന്റെ റെസ്ട്രിക്ഷൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈനാമിക് ആയിട്ട് ഷെയ്ഡർ ഫംഗ്ഷൻസ് മെയിൻ ത്രെഡിലാണ് ഓടിക്കേണ്ടതെന്നോ അങ്ങനെ എന്തോ ഒരു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതിന്റെ ഒരു ഷെയ്ഡർ ഫംഗ്ഷൻസ് അല്ല, UI മെയിൻ ത്രെഡിൽ ഓടിക്കുമ്പോൾ ഷെയ്ഡർ ഫംഗ്ഷൻസ് മെയിൻ ത്രെഡിൽ ഓടിക്കേണ്ടി വരും ചിലപ്പോ. അപ്പൊ UI ഓടിക്കുന്ന അതേ ത്രെഡിൽ തന്നെ ഓടിക്കണം, ആ കോണ്ടെക്സ്റ്റ് വെച്ച് നടക്കൂല. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഷെയ്ഡർ ഫംഗ്ഷൻ കമ്പൈൽ ചെയ്യാൻ റൺ ടൈമിൽ എടുക്കുമ്പോൾ അത് ഹെവി ആവും. അതല്ല, അത് പക്ഷെ വൺ ടൈം ലോഡല്ലേ ഉണ്ടാവുള്ളൂ. ഇല്ല, ഡൈനാമിക്കലി പുതിയ പാറ്റേൺസ് വരുമ്പോൾ ഇവര് മിനി ഷെയ്ഡർ ഫംഗ്ഷൻ ഉണ്ടാക്കുമായിരുന്നു സ്കിയയിൽ. അതെന്താണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. അതായത് പുതിയ അതായത് സ്കിയ റെൻഡറിംഗ് എഞ്ചിന്റെ ലിമിറ്റ് ആയിരുന്നു അല്ലേ? അല്ലാതെ സ്കിയയുടെ മുകളിലല്ല അത് ചെയ്ത്. സ്കിയയുടെ വർക്കിംഗ് ഇങ്ങനെയായിരുന്നു. അപ്പൊ ഇംപെല്ലറിൽ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കേണ്ടി വരുന്ന ഷെയ്ഡേഴ്സ് അവര് എംബഡ് ചെയ്ത് വിട്ടു. അപ്പൊ ഇംപെല്ലർ ഈ ഷെയ്ഡർ ഫംഗ്ഷന്റെ കമ്പൈലേഷൻ പ്രീ കമ്പൈൽഡ് ആയിട്ട് തന്നെ കയറിപ്പോയി അതിലോട്ട്. അതുകൊണ്ട് ഈ ജാങ്ക് കുറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ ഇംപെല്ലറിന് പെർഫോമൻസ് പ്രശ്നമുണ്ടെന്നുള്ള ഒരു വാദമുണ്ട്. അതിനെപ്പറ്റി ഞാൻ വായിച്ചിട്ടില്ല. അല്ല, അപ്പൊ ഇംപെല്ലർ ഇപ്പൊ സ്വിച്ച് ചെയ്തിട്ട് എത്ര അല്ലേ? കാരണം ഞാൻ അറ്റ്ലീസ്റ്റ് ഈ ഷെയ്ഡർ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നോക്കുമ്പോ സ്കിയാണ് കണ്ടിരുന്നത്. ഞാൻ ഇംപെല്ലറിനെ കൊണ്ടുവരില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ വെബില് സ്കിയാണ്, ആൻഡ്രോയിഡിലും സ്കിയാണ്. അപ്പൊ ഇവർക്ക് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാം ഇംപെല്ലർ എന്നുള്ളത്. ഇംപെല്ലർ ഇപ്പൊ പ്രൊഡക്ഷൻ റെഡി ആയെന്ന് തോന്നുന്നു. iOS-ന് എന്തായാലും ഇംപെല്ലറാണ് ബൈ ഡിഫോൾട്ട്. iOS-നാണ് ഈ ജാങ്ക് പ്രശ്നം. അത് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നാണ്. അപ്പോൾ നമുക്ക് മോഡ് സ്വിച്ച് ചെയ്യാം, സ്കിയ വേണോ ഇംപെല്ലർ വേണോ എന്നുള്ളത്. ബട്ട് iOS-ന് ബൈ ഡിഫോൾട്ട് ഇംപെല്ലർ ആയിരിക്കും എൻ്റെ ഓർമ്മയിൽ. ഞാൻ ഫ്ലട്ടർ എഴുതിയേക്കുന്നത് 2-2.5 വർഷം മുന്നെയാണ്. ആ സമയത്ത് സ്കിയ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് ഒരു 6 മാസം 7 മാസം കഴിഞ്ഞപ്പോൾ ഇംപെല്ലർ ഡിഫോൾട്ട് ആയി ഈ iOS-ൽ. അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. അതായത് ഈ
ജെറ്റ് ബ്രെയിൻസിന്റെ കമ്പോസിൽ ഏതാ ഉപയോഗിക്കുന്നത്? അത് സ്കിയ ഇമ്പല്ലർ കോമ്പിനേഷൻ ആണ്. എനിക്ക് അവരെ അത് തന്നെയാണ് ഇത് ചെയ്തത്. അപ്പൊ എല്ലാവരും അപ്പൊ ക്രോമിയത്തിന്റെ അടിയിലുള്ള സാധനം എടുക്കുന്നതല്ലേ? അതെ അതെ. KMM എന്ന് പറയുന്ന സാധനത്തിലല്ലേ ജെറ്റ് പാക്ക് കമ്പോസ് തന്നെ. KMM എന്താണ്? ഞാൻ അതന്നെ കോട്ട്ലിൻ മൾട്ടി പ്ലാറ്റ്ഫോം. അല്ലല്ല, അതിപ്പോ ഞാൻ എന്റെ വൈഫ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയില് ഈ ഇത് കമ്പോസാണ് മറ്റേ മൊബൈലിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അത്. അപ്പൊ അത് നിങ്ങൾ ഇന്നാളെ പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഈ ഫ്ലട്ടർ വെബില് സോറി പറഞ്ഞത്. ഈ ഫ്ലട്ടർ വെബ് ചേർത്ത് രണ്ട് മോഡ് ഞാൻ കണ്ടു. അതായത് ക്യാൻവാസ് 2D പ്ലസ് മറ്റേ ഈ വെബ് അസംബ്ലി. വെബ് അസംബ്ലിയാണ് ഞാൻ കൂടുതൽ കണ്ടത്. വെബ് അസംബ്ലി അവിടെ വേണ്ടത് മറ്റേ ഡാർട്ടിന്റെ വെർച്വൽ മെഷീൻ ഓടിക്കാനായിരിക്കും. അതെ ഡാർട്ടിന്റെ വെർച്വൽ മെഷീൻ ഓടിക്കാനില്ല, ഡാർട്ട് കമ്പൈൽ ചെയ്യുന്നു വെബ് അസംബ്ലി ആയിട്ട്. ഓക്കെ. അതായത് ഇപ്പൊ മറ്റേ മൈക്രോസോഫ്റ്റിന്റെ അപ്രോച്ച് അല്ല എടുത്തേക്കണേ അവര് ഡയറക്ട്ലി അല്ലല്ല. അത് പറഞ്ഞേ മൈക്രോസോഫ്റ്റ് അപ്രോച്ച് അല്ല. പക്ഷേ ഞാൻ ഇതിനെ കുറിച്ച് റീസൺ ചെയ്തു തുടങ്ങിയപ്പോ ഈ റിജക്ഷൻ എന്താ പറയുക മൈക്രോസോഫ്റ്റ് അപ്രോച്ചിന്റെ പിക്ചറിൽ ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ലാൽ എന്നോട് ഇൻട്രോപ്പ് ചെയ്യേണ്ടതാ പറഞ്ഞേ, പക്ഷെ ഞാൻ കേട്ടത് ഇൻട്രോപ്പ് ചെയ്യണല്ലാന്നായിരുന്നു. അപ്പോ ഈ മറ്റേ വെബ് അസംബ്ലി വരെയാണെങ്കിൽ ഇൻട്രോപ്പ് മസ്റ്റാ. അത് ആലോചിച്ചറിയാലോ. അതായത് ഇപ്പൊ ബ്രൗസറിന്റെ റെൻഡറിങ് എഞ്ചിൻ ഒരു ലൈബ്രറി ആണെങ്കിൽ മറ്റേ ഈ വെബ് അസംബ്ലി ഇന്റർപ്രറ്റ് ചെയ്യണ വേറെ ലൈബ്രറി ആയിരിക്കും അല്ലെ? അപ്പൊ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബൈൻഡ് ചെയ്യാനോ എന്തെങ്കിലും ഒരു മെക്കാനിസം വേണമല്ലോ, അറ്റ്ലീസ്റ്റ് ലോഡ് ടൈമിലെങ്കിലും. ആസ് ഓഫ് നൗ ഇതില്ല മറ്റേ ഡോ മാനിപ്പുലേഷനോ അതിന് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ് അത് വേണ്ടത്. അതായത് മറ്റേ സൈഡില് റൈറ്റ് സൈഡിൽ, അതായത് മറ്റേ ഇതിന്റെ കേസിൽ വെബ് അസംബ്ലിയില് അല്ല. അപ്പോ ഇപ്പൊ മൈക്രോസോഫ്റ്റ് ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാനെല്ലാവരും ശ്രീത്തും കൂടി സംസാരിച്ചപ്പോ അന്ന് എത്തിയ കൺസെൻസസ് അതാണ്. ശ്രീത്ത് പോയിന്ന് പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് ലാലും ഞാനും കൂടി മാത്രമേ സംസാരിച്ചാന്ന്. അപ്പൊ അന്ന് സംസാരിച്ചപ്പോ ലാലിന്റെ അവിടെ മെഷീനിൽ നോക്കി, ഞാൻ എന്റെ മൊബൈലിൽ നോക്കി കഴിഞ്ഞപ്പോ അപ്പൊ ഞാൻ അത്രയും ഈ ശ്രീത്ത് ഡിസ്കഷനിൽ ഉണ്ടായിരുന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നത് മറ്റേ ഫ്ലട്ടർ സ്റ്റൈലാണ് ഇവർ റെൻഡർ ചെയ്യുന്നതാണ്. അപ്പൊ ലാലാണ് അതിന് സ്കെപ്റ്റിസിസം പറഞ്ഞത്. അപ്പൊ ഇൻഡ്രോപ്പ് ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോ ലാല് പറഞ്ഞാൽ കറക്റ്റ് എന്ന് മനസ്സിലായി. കാരണം ഇപ്പുറത്ത് ചെയ്യണ്ടല്ലോ, ഇൻഡ്രോപ്പിന്റെ ആവശ്യമില്ല ഫ്ലട്ടറിന്റെ. സാർ അവിടെ C# കോഡ് പറഞ്ഞെങ്കിൽ ബൈറ്റ് കോഡിലോട്ട് തന്നെയാണ് കൺവേർട്ട് ചെയ്യണേ. അല്ല ബൈറ്റ് കോഡ് അല്ല സാമറിന് അങ്ങനെയാണ്. പക്ഷെ സോറി സാമറിനല്ല, ഞാൻ ബ്ലേസറാ ഉദ്ദേശിച്ചത്. ബ്ലേസറിൽ ഇവര് വെബ് അസംബ്ലി ഉണ്ടാക്കുന്നത്. ഇവര് അല്ല വെബ് അസംബ്ലി അതില് VM ഇറ്റ്സെൽഫ് അല്ലേ വെബ് അസംബ്ലിയിലോട്ട് ആവുന്നേ. എന്നിട്ട് അത് ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചപ്പോ അങ്ങനെ ഒരു ഇത് ഞാനും അതിങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള C# കോഡേ നമുക്ക് ബ്രൗസറിൽ ഓടിക്കാൻ പറ്റും. അപ്പൊ ഈ പ്യുവർ ജാവ അസംബ്ലി ആയിരിക്കണം, IO ഒന്നും പാടില്ല. അതൊരു ഫ്ലാഗ് ചെയ്യേണ്ടാവണം. ആ ലൈബ്രറി എടുത്തോണ്ട് വരാൻ പറ്റുമല്ലോ. ഈ ഡിപെൻഡൻസി ചെയിൻ മുഴുവൻ കമ്പൈൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവർ ടാർഗറ്റ് ചെയ്യുന്നതിന് വെബ് അസംബ്ലി. അപ്പൊ വെബ് അസംബ്ലി ട്രീറ്റഡ് ആസ് എ വെർച്വൽ മെഷീൻ. C# ലാംഗ്വേജ് എലമെന്റ്സ് എടുക്കുന്നുള്ളൂ. ഇനി എടുത്തില്ലെങ്കിൽ തന്നെ മറ്റേ KMG കുറെ പ്രസന്റേഷൻ കണ്ടത് ഓർമ്മയില്ലേ? അതായത് മറ്റേ VM ഇറ്റ്സെൽഫ് വരുന്നു എന്ന് പറഞ്ഞിട്ട് അതെന്ന് 2019 ഇപ്പൊ മാറ്റി. അത് മാറ്റി. ഓക്കെ. എനിക്കും നിങ്ങൾക്ക് ഇപ്പൊ പറ്റിയ അവതാണ് എനിക്ക് ലാലായിട്ട് ചർച്ച തുടങ്ങിയപ്പോ പറ്റിയത്. മനസ്സിലായോ? നമ്മളത് കണ്ട് ഓർക്കണ്ടേ? ക്ലിയർ ആയിട്ട് കണ്ടാണത് എനിക്ക്. എന്നിട്ട് അത് വർക്ക് ചെയ്തില്ല, ഓർക്കണ്ട. എന്നിട്ട് ഞാൻ ചോദ്യം ചോദിച്ചിട്ടേ ഒരുത്തൻ ഉടക്കണ്ടാക്കി ഓർമ്മയുണ്ടോ? നീ കൂടുതൽ ചോദ്യം ചോദിക്കണം. എനിക്ക് ഞാൻ ആ ഫ്രെയിമിലായിരുന്നു. ആ ഫ്രെയിം കുറച്ച് മാറി കിട്ടിയത് നമ്മൾ ക്ലബ് ഹൗസിൽ ഡിസ്കസ് ചെയ്തില്ലേ, ഇത് എങ്ങനെയാണ് ഫ്ലട്ടർ റെൻഡർ ചെയ്യണമെന്ന്. അന്ന് പോയി കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പൊ ഈ ഫ്ലട്ടർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, ഈ മെയിൻ നമ്മൾ വീഡിയോ കണ്ട് റീസൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ആ കൺഫ്യൂഷൻ ആവും.
കാരണം ആ വീഡിയോ പിടിക്കുന്നതിന് കറക്റ്റ് ആയിട്ട് അറിയണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അതെ അതെ അതെ. ഇതിപ്പോ എനിക്കിപ്പോ ഉറപ്പെന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാ റെൻഡറിങ് പോസിബിലിറ്റീസും എന്യൂമറേറ്റ് ചെയ്ത്, എന്നിട്ട് ലാലിന്റെ ശ്രീജിത്തിനും കിട്ടിയ എന്റെ പാസ്റ്റ് ചർച്ചയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് സീവ് ഔട്ട് ചെയ്ത് കളഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ ഇന്ററോപ്പറബിലിറ്റി ഇല്ല എന്നുള്ളതിന് പകരം ഞാൻ ഇന്ററോപ്പറബിലിറ്റി ഇല്ലാന്ന് ലാല് പറഞ്ഞായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തോണ്ടാണ് എനിക്ക് തെറ്റിയത്. മനസ്സിലായോ? അതായത് ഈ ഹാൻഡ്ലേഴ്സ് ഒക്കെ ജാവാസ്ക്രിപ്റ്റ് ഈക്വലന്റ് ജനറേറ്റ് ചെയ്യും, അവിടെ നിന്ന് വെബ് അസംബ്ലിയിലോട്ട് വയർ ചെയ്യാനുള്ള കോഡ് ജനറേറ്റ് ചെയ്യും. അതാണ് ഇന്ററപ്റ്റ് കോഡ് വയർ ചെയ്യാനുള്ളത്. വെബ് അസംബ്ലിയിലാണ് മറ്റേ C# കോഡ് ലോവർ ചെയ്യുന്നത്. വെർച്വൽ മെഷീൻ ഇല്ല അവിടെ. അതാണ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി. എനിക്ക് അന്ന് ശരിയാവില്ലല്ലോ. അപ്പൊ GC വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? GC വേണം എന്തായാലും. ഞാൻ പറഞ്ഞില്ലേ, അവര് ആ പാർട്ട് ഉണ്ടല്ലോ, അവര് ആ പാർട്ട് ചിലപ്പോ ബൈനറി ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടാവും. ഞാൻ പറഞ്ഞ വെച്ചാല് ഈ മൈക്രോസോഫ്റ്റിന് എന്തായാലും ഇതില്ല, ഏതാ ജസ്റ്റ് ഇൻ ടൈം കമ്പാരിസൺ ഇല്ലാന്ന് ഉറപ്പാണല്ലോ. അപ്പൊ അത് എടുത്ത് കളയാം. പിന്നെ ഉള്ളത് മറ്റേ ഹെഡ് ഓഫ് ടൈം കമ്പാരിസൺ ഉണ്ട്, ലോ ടൈം കമ്പാരിസൺ ഉണ്ട്. അപ്പൊ അവർ ലോ ടൈം കമ്പാരിസൺ ഹെഡ് ഓഫ് ടൈം കമ്പൈൽ ചെയ്തെന്ന് വെച്ചോ, ഈ എല്ലാ ഡിപെൻഡൻസീസും പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീർന്നു. പക്ഷെ ഒരു ട്രിം ഡൗൺ ഓക്കെ, ഒരു ഇപ്പൊ മറ്റേ ജാവ വേൾഡിൽ സ്ട്രാറ്റിഫൈഡ് VM എന്നൊക്കെ വിളിക്കുന്ന പോലത്തെ ഒരു സാധനം വേണം എന്തായാലും. അല്ല, ആ VM-ഉം അത് ഓടുന്നത് വെബ് അസംബ്ലിയിലായിരിക്കും. അതെ 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 അതെ. അവരങ്ങനെ അല്ല, ദാറ്റ്സ് കുറെ മസാജിങ് സെർവറിൽ നടക്കണം. നമ്മള് അന്ന് നമ്മൾ 2019 നമ്മൾ കണ്ട പ്രസന്റേഷനാണ് മേഡ് ഇൻറ്റ്യൂട്ടീവ് സെൻസ് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല വർക്ക് ചെയ്യണെന്നുള്ളത് പിന്നെ ചർച്ച ചെയ്യുന്ന എനിക്ക് ഇവിടെ കിട്ടി. മനസ്സിലായില്ലേ? അത് മൈക്രോസോഫ്റ്റ് സ്ട്രാറ്റജി സ്വിച്ച് ചെയ്തായിരിക്കും അല്ലേ? സ്വിച്ച് ചെയ്തായിരിക്കും. പക്ഷെ ഇറ്റ്സ് എ ബ്രില്യന്റ് അപ്രോച്ച്, ബട്ട് എർഗണോമിക്കലി ഫീസിബിൾ ആണോ എന്നൊരു തോന്നൽ വരും നമുക്ക്, ഇല്ലേ? ആരോഗ്യ പരിപാലനത്തിന് നല്ലതാണോ അത്ര. പക്ഷെ അത് പിന്നെയാണ് എനിക്ക് അത് കറക്റ്റ് മെത്തഡാന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല്, യു ഇമാജിൻ അബൌട്ട്, യു കനോട്ട് യൂസ് IO, യു കനോട്ട് യൂസ് നെറ്റ്വർക്ക്, യു കനോട്ട് യൂസ് ലോട്ട് ഓഫ് തിങ്സ് ഓൺ. ഇനിയിപ്പോ കമ്പൈലർ അത് സ്പോട്ട് ചെയ്യോ എന്നുള്ളത് സ്റ്റാറ്റിക് അനാലിസിസ് നടത്തിയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ട ആവശ്യത്തിൽ. അല്ല, അത് ഇവർക്ക് കൂളായിട്ട് ഫിൽറ്റേഴ്സ് ഇടാലോ. അപ്പൊ അങ്ങനെ ഒരു പിടിക്കും, എന്തോ പിടിക്കേണ്ടവര്. ആ ടെക്നോളജിക്ക് വേണ്ടി അവര് രണ്ട് സൈഡിലും മസാജ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അതേപ്പോ ഇവര് ഓടിച്ചു കഴിഞ്ഞപ്പോഴേ അല്ല ഇത് മൈക്രോസോഫ്റ്റ് ജിറ്റില്ല. അല്ല, ഇപ്പൊ മൈക്രോസോഫ്റ്റ് ജിറ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ കൺഫ്യൂഷൻ തന്നെ അവിടെ. അല്ല, ബ്ലേസറിലോട്ട് എനിക്കൊരു അവേർഷൻ ഉണ്ടായിരുന്നു. ഇതിപ്പോ അവേർഷൻ കുറെ കുറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടപ്പോ. അന്ന് നമ്മൾ ചർച്ച ചെയ്തപ്പോ ഈ സാമറിനായിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതെങ്ങനെ തൂറ്റ സാധനത്തിനെ പിടിച്ച് കമ്പയർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത്. മനസ്സിലായില്ലേ? പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിയുമ്പോൾ മൊബൈൽ ഡിവൈസസ് ഫാർ ഫാസ്റ്റർ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അത്ര അപ്രീഷിയേറ്റീവ് ആണ് ടൈപ്പ് സ്ക്രിപ്റ്റ് റെവല്യൂഷനെ കുറിച്ചും ഒക്കെ അന്ന്. അല്ല, ടൈപ്പ് സ്ക്രിപ്റ്റ് അല്ല ഈ ചർച്ച ചെയ്യണ്ടല്ലോ. ഇപ്പൊ ആദ്യം പറഞ്ഞപ്പോ ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല ഇതിനെ കുറിച്ച്, എങ്ങനെയാണ് ഇവരത് കറക്റ്റ് ആയിട്ട് ചെയ്യണെന്നുള്ളത്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ വെപ്പിക്കണമല്ലോ ബ്ലേസറിന്റെ. അതെ തീർച്ചയായും. അങ്ങനെയല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേസറിന്റെ എല്ലാ ആസ്പെക്റ്റും ഉണ്ടല്ലോ. ഞാൻ ഇപ്പൊ ഈ ചർച്ച പറഞ്ഞാൽ ഞാൻ ബ്ലേസർ സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയേ. എനിക്ക് മായുവയും ബ്ലേസറും തമ്മിൽ ഇന്ററാക്ഷൻ, മറ്റേ ബ്ലേസർ കോമ്പണൻസ് എങ്ങനെ മായുവയിൽ ഉപയോഗിക്കുക എന്നുള്ള ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. കാരണം ഇതൊരു സൗണ്ട് ടെക്നോളജി ആയിട്ട് എനിക്ക് തോന്നി തുടങ്ങി. അതിനല്ല, ആ ഇൻട്രോപ്പർ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്തെടുത്താൽ മതി. അല്ല, അത് ഇൻട്രോപ്പ് തന്നെ കൺഫ്യൂഷൻ ഉണ്ടെന്നേ. കാരണം ഇൻട്രോപ്പ് വിത്ത് വാട്ട്, ഹോസ്റ്റ് ലാംഗ്വേജിനായിട്ട് ഇൻട്രോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഇവിടെ ഇൻട്രോപ്പ് എന്ന് പറഞ്ഞാൽ 2 ലൈബ്രറി. അതിപ്പോ ഹോസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൂഗിൾ V8 എഞ്ചിൻ എഴുതിയേക്കണത് മറ്റേ C++, മറ്റേതും C++ ആയിരിക്കും അതിന്റെ എഴുതിയേക്കണ ആ വെർച്വൽ മെഷീൻ ഓടുന്നത്. ഇപ്പൊ ഒരു അഡ്രസ് സ്പേസിൽ
ഈ ഡാറ്റ ടൈപ്പ് മാപ്പിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഉം. അത് ചെയ്യണമല്ലോ. ആ വയറിംഗ് ലെവലിലെങ്കിലും ഒരു ട്രാൻസ്ലേഷൻ ലെയർ ആഡ് ചെയ്യണ്ടേ? അല്ല, ഇവിടുത്തെ ഇന്റർഓപ്പറബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ UI കൺട്രോൾസും ഹാൻഡ്ലേഴ്സും തമ്മിലാണ്. അതെ അതെ. അപ്പൊ കൺട്രോൾസ് ഇവര് ലോവർ ചെയ്യുന്നത് HTML-ലോട്ടൊക്കെ തന്നെയാണ്, അതായത് ഫ്രണ്ട് എൻഡിന്റെ വെബിന്റെ കേസില്. അല്ല, പക്ഷെ അവിടെ എനിക്ക് ഡൗട്ട് ഉണ്ട്. അവിടെയാണ് മൈക്രോസോഫ്റ്റ് അടുത്ത ട്രിക്ക് ഉപയോഗിച്ചേക്കണേ. അവന്മാര് വെർച്വൽ ഡോമിൽ അപ്ഡേറ്റ് ചെയ്യണേ. എന്നിട്ടേ ജസ്റ്റ് എനിക്ക് അവിടെയാണ് ആ ട്രാൻസ്ലേഷൻ ലെയറും കൂടി അവർ സേവ് ചെയ്തതാ. അല്ല സാറേ, അറിയില്ല, ലോജിക്കൽ അല്ല. കാരണം ഈ ബ്ലേസർ എന്തായാലും iOS ഓടുമല്ല. അപ്പൊ അവന്മാര് മറ്റേ ഈ പറഞ്ഞ വെർച്വൽ ഡോം അല്ല, ഇപ്പൊ ഫ്ലട്ടറിന്റെ അപ്രോച്ചാണ് ഇത്തിരി കൂടി ലോജിക്കൽ. എനിക്ക് അറിയാൻ പാടില്ല. ഫ്ലട്ടറിനാണല്ലോ. അത് തന്നെയാണ് ഞാൻ ലാലായിട്ട് തറക്കിപ്പിച്ചത്. പക്ഷെ ലാല കറക്റ്റ് എന്ന് എനിക്ക് മനസ്സിലായി. മൈക്രോസോഫ്റ്റിന് സ്റ്റാർട്ട് ചെയ്ത ലാല പറഞ്ഞ. അല്ല, ഒരു സെക്കൻഡ്, ഞാൻ ഔട്ട്ഡേറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതായത് ഇവര് അതായത് വെബ് പ്ലാറ്റ്ഫോമിനല്ല ടാർഗറ്റ് ചെയ്യണേ, ബീറ്റ് മൊബൈൽ, വെബ് ഓർ ഡെസ്ക്ടോപ്പ്. മൊബൈൽ നേറ്റീവ് അല്ലല്ലേ? നേറ്റീവ് സപ്പോർട്ട് അങ്ങനെയല്ല. ശ്രീത്തെ ക്യാൻവാസ് 2D ഡെസ്ക്ടോപ്പിനും മറ്റേനും സ്കെയിൽ ആവും നാച്ചുറലി. അതാണ്. പക്ഷെ മൈക്രോസോഫ്റ്റിന്റെ ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെർച്വൽ ഡോമിലാണ് അവരുടെ ഈ ഇവന്റ് നടക്കുന്നത്. എന്നിട്ട് ആ ഇൻട്രോപ്പ് ലെയർ വളരെ തിന്നാ. അവർ ജസ്റ്റ് ഒരു റെൻഡർ ട്രീ എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് കിട്ടിയ HTML കൊണ്ടിട്ട് ആ ഡോമിലോട്ടാണ് പേസ്റ്റ് ചെയ്യും. അതല്ല പ്രസിദ്ധി, ഇപ്പൊ നമ്മള് ഇതേ സാധനം iOS-ൽ ഓടിക്കുമ്പോ അവിടെ ക്യാൻവാസ് 2D ആയിരിക്കില്ല. അവിടെ വരുന്നത് UI ആക്ച്വൽ UI വ്യൂവോ അല്ലെങ്കിൽ അത് വേണമെന്നില്ലല്ലോ. കാരണം നിങ്ങൾ സ്പെക്ക് കൊടുക്കുന്നത് എന്താണ്? നിങ്ങളൊരു മാർക്കപ്പാ കൊടുക്കുന്നത്. നമ്മളൊരു മാർക്കപ്പാണ് കൊടുക്കുന്നത്. അപ്പൊ ശരത്ത് നേരത്തെ പറഞ്ഞ എന്താ, ഈ കോഡിനെ ലോവർ ചെയ്യുന്നത് HTML-ലോട്ടാണെന്നാണല്ലോ. അതാവൂല എന്നാ ഞാൻ പറഞ്ഞത്. ബ്ലേസറില് മറ്റോടത്തല്ല. ശ്രീത്തെ ഞാൻ പറയട്ടെ, UI വ്യൂവും വരുന്നത് എവിടെന്ന് വെച്ചാൽ നിങ്ങൾ കൺട്രോൾ ട്രീ ഉണ്ടാക്കുന്ന കേസില് നിങ്ങൾ മാർക്കപ്പ് ആണെങ്കിൽ ക്ലയന്റിലെ UI റെൻഡർ ചെയ്യണതിന് UI വ്യൂ ആണെന്ന് എന്താ നിർബന്ധം? അവൻ പ്ലെയിൻ മറ്റേ CG ഗ്രാഫിക്സിലോട്ട്, കോർ ഗ്രാഫിക്സിലോട്ട് റെൻഡർ ചെയ്താൽ പോരാണ്. അതെ, പക്ഷെ അവന് ഈ HTML-ലോട്ട് ലോവർ ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ ആ ഒരു ആബ്സ്ട്രാക്ഷൻ വെച്ചിട്ട് ഡയറക്റ്റ് ലോഡ് ചെയ്താൽ മതിയല്ലോ. മൊബൈൽ ഫസ്റ്റ് പ്ലാറ്റ്ഫോം അല്ല ഇത്. അല്ല ശരത്തെ, അത് മൊബൈൽ ആണെങ്കിലും ഡെസ്ക്ടോപ്പ് ആണെങ്കിലും ശ്രീജിത്ത് വരുന്ന പോയിന്റ് എന്താണെന്നറിയാമോ? ബെറ്റർ സ്ട്രാറ്റജി അതല്ലേന്നാണ്. പക്ഷെ ഈ കുറച്ചുകൂടി ആലോചിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൂപ്പർ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് മൈക്രോസോഫ്റ്റിന്റെ അപ്രോച്ച്. അതായത് അവര് വെർച്വൽ ഡോമിന് ചേഞ്ച് ചെയ്തിട്ട് റിയൽ ഡോമായിട്ട് അവർക്ക് ഒരു ലൈറ്റ് സാധനമുള്ളൂ, ടക്കടിക്കുക. അതായത് വേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് സ്വിച്ച് ചെയ്യാം. അതെ. അതാണ് അതൊരു തിരിഞ്ഞു നോക്കുമ്പോ അടിപൊളി സ്ട്രാറ്റജി അത്. എർഗണോമിക്കലി എല്ലാ കാര്യങ്ങളും നോക്കുമ്പോ ഇവിടെ ഒരു എക്സ്ട്രാ മെമ്മറി എടുക്കുന്നുണ്ട്. ഒരു വെർച്വൽ ഡോം ഇവിടെ ഫിറ്റ് ചെയ്യണ്ടവന്മാര്. അതെന്തിനാന്ന് വെച്ചാൽ ഇൻഡ്രോപ്പ് ഇപ്പൊ നമ്മളെ ആലോചിച്ച് നോക്ക്, ഒരു 30 ഇവന്റ്സ് ഓടുന്നുണ്ട്, കാസ്കേഡിങ് ഇവന്റ്സ് ഉണ്ടെങ്കിൽ 30 പ്രാവശ്യം ബ്രിഡ്ജ് കടക്കണം. അതിനൊരു അവർക്ക് ജസ്റ്റ് ഡെസ്പാച്ച് ചെയ്ത് ഒറ്റ ആ ഇതിന്ന് ആ ഫൈനൽ ഔട്ട്പുട്ടിന്റെ ഡെൽറ്റ ഇപ്പുറത്തേക്ക് പുഷ് ചെയ്താൽ പോരെ. ഈ ഇന്റർഓപ്പ് ഒക്കെ മിക്കവാറും ഹാർഡ്വെയർ ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടി ആയിരിക്കുമല്ലോ, അല്ലാണ്ട് അതിനുവേണ്ടി ആ ഇൻഡ്രോപ്പ് അല്ല. അതായത് ഒരാൾ തമിഴ് സംസാരിക്കണത്, വേറെ ആൾ മലയാളം സംസാരിക്കണത്. അപ്പൊ മലയാളത്തിൽ നിന്ന് തമിഴിലോട്ടൊരു മൊഴിമാറ്റം വേണ്ടേ? ആ ഇൻഡ്രോപ്പാണ്. മനസ്സിലായോ? അതായത് ഇപ്പൊ അതൊരു കേപ്പബിലിറ്റി ആയിട്ട് വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ആക്ച്വലി ചെയ്യുന്നുണ്ടോ ഈ പറഞ്ഞ ബ്ലേസർ കോഡ്? അല്ല, ഇപ്പൊ ഒരു കാര്യമുണ്ട്. ഇപ്പൊ HTML സൈഡില് കൺട്രോൾസിന്റെ ട്രീ ഇരിക്കുന്നു. ഇപ്പൊ ലാല് എന്നെ തോപ്പിച്ച എങ്ങനെയാന്ന് വെച്ചാൽ, ലാല് കറക്റ്റ് പറഞ്ഞു HTML സാധനം ഔട്ട്പുട്ട് ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നിനോ ഒരു റെൻഡറിങ് എഞ്ചിൻ എഴുതണം. ആര്? മൈക്രോസോഫ്റ്റ്. ഏത് ടൈപ്പ് സ്ക്രിപ്റ്റിനെ എഴുതിയിട്ട് ജാവ സ്ക്രിപ്റ്റിലോട്ട് ട്രാൻസ്പൈൽ ചെയ്തിട്ട് അവിടെ ഓടിക്കണം. ഏത്? മറ്റേ
ഇതിന്റെ സ്പേസിൽ, ഏതാ വെബ് അസംബ്ലിയുടെ സ്പേസിൽ. ആ. പക്ഷേ ഞാൻ വെറുതെ ഒരു അടി അടിച്ച് കഴിഞ്ഞപ്പോ ഇൻട്രോപ്പി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പറഞ്ഞ ലാല് കറക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? അതായത് നിങ്ങളുടെ കൺട്രോൾസ് HTML ആയിട്ട്, മറ്റേ ഇൻട്രോപ്പ് ഉണ്ട്. പക്ഷെ ഇൻട്രോപ്പ് ചെയ്യണമെന്ന് വെച്ചാല് ആ വെർച്വൽ ഡോമുള്ള ചേഞ്ചസ് ആണ്. മറ്റേ ഡെൽറ്റ മാത്രമേ മറ്റേ W3 അല്ലെങ്കിൽ വെബ് സ്പേസിലോട്ട് വിടുന്നുള്ളൂ. ബാക്കിയൊക്കെ മറ്റേ ഇതിന്റെ സ്പേസിലാണ് കിടക്കുന്നത്, നമ്മുടെ വെബ് അസംബ്ലിയുടെ സ്പേസിലാണ് കിടക്കുന്നത്. ഇത് പ്രൈമറി, അതായത് പ്രൈമറി ടാർഗറ്റ് വെബ് ആയതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ ഈ ആർക്കിടെക്ചറിലോട്ട് പോയത്. അത് ഞാൻ സമ്മതിച്ചു. അത് മറ്റേതായിരുന്നെങ്കിൽ ഈ കേസിൽ സാറ് പറയുന്നത് എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പോ മറ്റേ വെബ് അല്ല ടാർഗറ്റ് എങ്കിൽ ഇപ്പോ റിയാക്ട് നേറ്റീവിന്റെ അപ്രോച്ച് അവർക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാം. ആ വെർച്വൽ ഡോമിൽ നിന്ന് എങ്ങോട്ട് ലോവർ ചെയ്യണം എന്നുള്ള ലെയർ മാത്രമേ മാറുള്ളൂ. ലാല് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ പോയി മൈക്രോസോഫ്റ്റ് ഇപ്പൊ നമുക്ക് ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുമ്പോ നമുക്ക് പോസിബിലിറ്റി എന്താ ഉള്ളത്? അതായത് HTML CSS പ്ലസ് എല്ലാം HTML CSS, അതായത് C# ട്രാൻസ്പൈലിംഗ് ഇൻടു ജാവാസ്ക്രിപ്റ്റ്. ഡൗട്ട് ഒന്നും ഇല്ല ഒരു അപ്രോച്ച് ഉണ്ടെന്ന്. പിന്നെ ഉള്ളൊരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലട്ടറിന്റെ അപ്രോച്ച്. അതായത് ക്യാൻവാസ് 2D, മറ്റേ റീറ്റൈൻഡ് മോഡ് ലെയർ, മറ്റേ വെബ് അസംബ്ലി. രണ്ടാമത്തെ അപ്രോച്ച്. പിന്നെ ഹൈബ്രിഡ് അപ്രോച്ച് വിത്ത് വെർച്വൽ ഡോം. ആ വിത്ത് വെർച്വൽ ഡോം ആണ് എനിക്ക് സുപ്പീരിയർ ആയിട്ട് തോന്നിയത്. മനസ്സിലായത് അല്ല, അതായത് അപ്പൊ ഇത് നിങ്ങളുടെ സ്പെക്കുലേഷനിൽ ഇവർക്ക് ഇപ്പൊ സാമറിനെ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടെക്നോളജി ആക്കാനായിട്ട് പ്ലാൻ ഉണ്ടെന്ന് തോന്നി. ഉണ്ടല്ലോ. ഉണ്ട്. അല്ല ഇപ്പൊ ഇതിപ്പോ ഈ ഫാക്ടർ ഇപ്പൊ ഞങ്ങൾക്ക് ട്രൂത്തല്ലേ? അതെ അല്ല ഇതിപ്പോ എനിക്ക് എന്താ അറിയോ, മൈക്രോസോഫ്റ്റിന്റെ മിക്ക ടെക്നോളജിയിൽ എനിക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ പേടിയാ. അതായത് അവിടുത്തെ പ്രോഗ്രാമേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി പല ട്രിക്ക് ഉപയോഗിക്കുമാര്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ കാണുന്ന ഇൻറ്റ്യൂട്ടീവ് അല്ല. പക്ഷെ ഇവിടെ ട്രിക്ക് മാത്രമല്ല, എഞ്ചിനീയറിംഗ് വൈസ് സുപ്പീരിയറും കൂടിയാണ് ഞാൻ കണ്ടുപിടിച്ചു ഈ വെർച്വൽ ഡോമും ആയതുകൊണ്ട്. മനസ്സിലായോ? അല്ല അതാ പെർഫോമൻസ് ഏതാ? അല്ലല്ല, എനിക്ക് ഈ ഫാക്ടർ അറിയാറുണ്ടല്ലോ. ഞാൻ മറ്റേ ഫുൾ വെർച്വൽ മെഷീൻ വരും എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അതായത് അല്ല ആക്ച്വലി ഞാനും നിങ്ങളുടെ ചർച്ച ചെയ്യുമ്പോ അങ്ങനെയാണ് ഇരിക്കണേ. അപ്പൊ ലാലിക്ക് പറയും ഇത് പുറത്തൊരു ലാല് പറഞ്ഞത് ഞാൻ വരക്കണേ, മനസ്സിലായേ? അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇത് പിന്നെയാണത് വൺസ് നമുക്ക് ഫാക്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് റീസണിങ് ചെയ്യൂലേ? ഇപ്പൊ ഞാൻ നിങ്ങളെ കളിയാക്കിയാൽ മതി. ഇത് കിട്ടിയപ്പോ അല്ല ഇപ്പൊ ശരത്ത ചോദ്യം ചോദിച്ചോണ്ട് ഇറ്റ് ഈസ് സോ ഒബ്വിയസ് ദാറ്റ് എന്താ പറയാന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് സാമറിനെ ഒക്കെ ഫേസ് ഔട്ട് ചെയ്യാൻ വേണ്ടി വരെ സ്ട്രാറ്റജി ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇവിടെ കിട്ടിയ അല്ല അത് അപ്പൊ അതിനിടയ്ക്ക് ഒരു ഡിബേറ്റ് ശ്രീജിത്ത്, അപ്പൊ ലാല് സ്കെപ്റ്റിസിസം പറഞ്ഞു. അപ്പൊ ശ്രീജിത്ത് കൊണ്ടുപോയി എന്ത് ചെയ്ത് ഒരു റെൻഡർ ചെയ്യുന്ന ഒരു സാധനം കൂടെ അയച്ചു കൊടുത്ത്. അപ്പൊ ലാലിന് കൺഫ്യൂഷൻ ആയി. മനസ്സിലായ? ഓർക്കണ്ടല്ലോ അല്ലേ? ലാലെ ബണ്ടിൽ സൈസ് എത്ര വരുന്നുണ്ടെന്ന് ഒരു ഐഡിയ ഉണ്ടോ? ഒരു ഹലോ വേൾഡ് പ്രൊജക്ടിന്? അയ്യോ നോക്കണം കേട്ടോ, അറിയില്ല. അല്ല അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? HTML-ന്റെ അല്ലെങ്കിൽ HTML സ്പെക്കിന്റെ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് W3C സ്പെക്കില് എങ്ങനെയാണ് ഈ ബ്ലേസർ കോഡ് പാക്കേജ് ചെയ്യണേ, അതിന്റെ എക്സ്റ്റൻഷൻ എന്താണ്, എത്ര സൈസ് ആവാം, അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല അത് .wasm and .js തന്നെ ആയിരിക്കുള്ളൂ. ആണോ? ഓക്കെ. അപ്പൊ .wasm ഒരു ബൈനറി ഫോർമാറ്റ് ആയിരിക്കുമല്ലോ അല്ലെ? കാരണം ഒരു വെർച്വൽ മെഷീൻ ആണല്ലോ അത്. അതെ. അല്ല അത് ശരിക്കും പറഞ്ഞോ. ഈ ഫ്ലട്ടർ 2 മോഡും സപ്പോർട്ട് ചെയ്യും, ആ JS ഇൻട്രോപ്പ് മോഡും പിന്നെ വാസം മോഡും കേട്ടോ. ഞാനിപ്പോ ജസ്റ്റ് വായിച്ചു നോക്കിയാണ്. JS ഇൻട്രോപ്പ് മോഡ് വരുന്നത് വെബിന് വേണ്ടിയല്ലേ? അത് ആദ്യം അങ്ങനെയാണ് അവർ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചല്ലേ? ഇല്ല, ഞാൻ വായിച്ചു നോക്കിയപ്പോ ശ്രീത്ത് പറഞ്ഞ കറക്റ്റാ. എന്താ അറിയാവോ, അന്ന് ഈ ഫ്ലട്ടർ ഇവർ കൺസീവ് ചെയ്യുന്ന സമയത്ത് വെബ് അസംബ്ലി ഇത്രയും മെച്ചോർഡ് അല്ല.
ഓക്കെ. അപ്പോ ആ സമയത്ത് അതായത് ഇവർക്ക് വെർച്വൽ മെഷീൻ ഉണ്ടല്ലോ, ഡാർട്ടിന് വെർച്വൽ മെഷീൻ ഉണ്ട്. അത് പക്ഷെ വെബിന് ഉണ്ടായിരുന്നില്ല, വെബിന് ഉണ്ടായില്ല ആ സമയത്ത്. അല്ല വെബിനല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത് അതെങ്ങനെ ഓടിക്കും ചെറുത് ബ്രൗസറിന്റെ ഉള്ളിൽ ഡാർട്ടിന് ഉണ്ടെങ്കിൽ തന്നെ. അല്ല, അത് ജാവാസ്ക്രിപ്റ്റിലോട്ട് ഒബ്വിയസ്ലി റൺ ടൈമിലോട്ട് ഓവർ ചെയ്യേണ്ടി വരും. അല്ല അവിടെയാണ് എനിക്ക് കൺഫ്യൂഷൻ. അവിടെയാണ് ഫസ്റ്റ് റെൻഡറിങ് ഈവൻ ആപ്പിളിന്റെ ഉണ്ടാവുക. പക്ഷെ അവിടെ ഞാൻ കാണുന്നത് അറിയാമോ, ഈ ഒരു ഡാർട്ട് മാതിരിയുള്ള ടെക്നോളജി ഹെവി വെയിറ്റ് HTML ഉണ്ടാക്കും. അല്ല ഇപ്പൊ കാര്യം റിസോൾവ് ചെയ്ത് നമുക്ക് എല്ലാ ഓപ്ഷൻസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, മനസ്സിലായോ? അല്ലെ ഇപ്പൊ മെയിൻ പ്രശ്നം എന്താ പറയുക, ഇപ്പൊ നമുക്ക് അതെ എംപിരിക്കൽ മെഷർമെന്റ് എടുത്തിട്ട് ഇപ്പൊ എനിക്കിപ്പോ ഈ ചർച്ചയിൽ നിന്ന് ഇപ്പൊ ഞാനത്തെ ആ ചർച്ചയിൽ നിന്നും ഇപ്പൊ ഇന്നത്തെ ഈ ഡിസ്കഷനിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് കോൺഫിഡൻസ് നമുക്ക് ടെക്നോളജിയെ കുറിച്ച് റീസൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തൊറ്റെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ഈ എന്തൊരു പറ്റിക്കല് നമ്മളെ പറ്റിക്കണവര് തോന്നും അല്ലേ, ഇവൻ എക്സാക്ട്ലി ചെയ്യണം എന്താന്നുള്ളത്. പ്രസന്റ് ചെയ്യണവർക്കാണെങ്കിൽ ക്ലാരിറ്റി ഇല്ല. അതാണ് ഈ വായിക്കുമ്പോ നല്ല പൊട്ടത്തൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. നമ്മള് പിന്നെ ഞാൻ പറഞ്ഞ അമ്മയത്തെ കല്യാണം നല്ലതാണോന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയുന്നതും ഇല്ലാന്ന് പറയുന്നതും ഈക്വൽ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ഉണ്ട് അമ്മപ്പില്. അപ്പൊ എനിക്കപ്പോ ഇടയ്ക്ക് നോക്കിയിട്ട് വേണമെന്ന് പറയുമ്പോൾ എനിക്ക് വർക്കാവും. നോക്കണതിന് നിങ്ങൾ ചിന്തിക്കാൻ പറയും. കാരണം നോക്കുക എന്നുള്ളത് നോക്കുന്നതിനേക്കാളും ബെറ്റർ ലോജിക്കൽ റീസണിങ് ആണ്. അല്ല അപ്പൊ ഇന്നത്തെ ചർച്ച നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഹിസ്റ്റോറിക്കൽ സെൻസിൽ ഈ നോട്ട് ഇപ്പൊ നമ്മള് ഈ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പിടിയിട്ട് ഇപ്പൊ സ്വിംഗ് ക്യൂട്ടി റെൻഡറിങ് എന്താണെന്ന് അറിയാമെങ്കിൽ മറ്റേ ക്യാൻവാസ് സ്റ്റുഡിയോ റെൻഡറിങ് ഈസ് നോട്ട് എ ഡിഫിക്കൽട്ട് തിങ്. പിന്നെ പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ ആണ് അതിന്റെ ബിഗസ്റ്റ് അഡ്വാൻറ്റേജ്. അതല്ല ഈ നോ കോഡ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇല്ല, അത് ശരിക്കും പറഞ്ഞ ബ്ലേസർ ഒരു കിഡ്ലൻ ചോയ്സ് ആയിരുന്നു ഞങ്ങൾക്കെല്ലാം. പിന്നെ അതിന്റെ ഈ അതായത് മുന്നത്തെ ആർക്കിടെക്ചർ മനസ്സിൽ കിടക്കണോണ്ട് അത് കറക്റ്റ് ആണോന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. അല്ല ഇത്രയും കാലം ഏതൊരു നീഗ്രോ ടെക്നോളജി വരെയാ മറ്റേ ഇത് നമ്മുടെ മേലേക്ക് ആരോ അടിച്ചേപ്പിച്ച വരെയാണ്. ഇപ്പൊ കറക്റ്റ് സെൻസ് കിട്ടി. ഇപ്പൊ സാമറിൻ തന്നെ, ഇപ്പൊ സാമറിൻ ഫോംസ് എന്റർപ്രൈസ് ആപ്പ് ഇൻ മൈൻഡ് ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ തോന്നൂല. കാരണം യു ആർ വയലേറ്റിംഗ് ഹ്യൂമൻ ഇന്റർഫേസ് ഗൈഡ് ലൈൻസ് ആൻഡ് ആൻഡ്രോയിഡ് UI ഗൈഡ് ലൈൻസ്. കാരണം യു ആർ ബ്രിങ്ങിങ് ഇൻ തേർഡ് UI വിൻഡോസിന്റെ സാധനം കൊണ്ടുവരിക. പിന്നെ എക്സ്റ്റെൻസീവ് ആയിട്ട് ടെംപ്ലേറ്റും സ്റ്റൈൽസും വെച്ചിട്ട് നിങ്ങൾ അത് മസാജ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, അത് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള മൊബൈൽ ഇന്ററാക്ഷൻ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. ഇപ്പൊ അറിയില്ല, അന്ന് അല്ല അത് മെയിൻ പ്രശ്നം എന്താ അറിയാമോ, സാമറിൻ ഓൺ iOS വലിയ കുഴപ്പമില്ല, കാരണം ഫ്രണ്ട്ലിയാ. സാമറിൻ ഓൺ ആൻഡ്രോയിഡ് JNA വഴിയൊക്കെ NDK ആകെ വളഞ്ഞ വഴിയാണ് അതിൻ്റെ ഉള്ളു. എനിക്ക് തോന്നുന്നു ഈ രണ്ട് രീതിയിലാണ് ഈ UI അവന്മാര് ഡയറക്റ്റ് ആയിരുന്നു തോന്നുന്നത്. പക്ഷെ ഈ C# കോഡ് അവര് മോണോ റൺ ടൈം ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ചെയ്തത്. അതായത് ഇവന്മാർക്ക് ജാവ റൺ ടൈം പോലെ വേറെ മോണോ റൺ ടൈം ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് അവന്മാർ ചെയ്തത്. പക്ഷെ UI എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ Xamarin.Android ഉപയോഗിക്കണമെങ്കിൽ എന്താണോ ലേഔട്ട് സിസ്റ്റം ഉള്ളത് അത് തന്നെയാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. അതില്ല, അതായത് അല്ല അങ്ങനെയല്ലോ. ഇപ്പൊ സാമറിൻ ഫോംസ് പറയട്ടെ, ഞാൻ സാമറിൻ സാമറിൻ ഫോംസ് അങ്ങനെയാണ്, അത് ശരിയാണ്. മറ്റേത് ഞാൻ സമ്മതിച്ചേ. മറ്റേന്റെ ഇത് മെയിൻ തമാശ എന്ന് പറയാം. 2013 നവംബർ 21 എനിക്ക് ആ ഡേറ്റ് ഓർമ്മയുണ്ട്. അതായത് ഈ നാട്ടിലുള്ള എല്ലാവരോടും ചോദിച്ചിട്ട് എനിക്കൊരു ഉത്തരം കിട്ടില്ല. എനിക്ക് അന്ന് വൈകുന്നേരം US പോകണം. ഞാൻ അപ്പൊ കാലത്ത് തിരുവനന്തപുരത്തുണ്ട് 4:30. ഞാൻ 4:30 വണ്ടി കത്തിച്ചു പിടിച്ച് നിഷാന്ത് എന്ന് പറഞ്ഞ പുള്ളിയുടെ സെഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നപ്പോഴാണ് എനിക്ക് ആ സെഷൻ അറ്റൻഡ് ചെയ്ത് അവനോട് 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എക്സാക്ട്ലി സാമറിന് അന്ന് വർക്ക് ചെയ്യണം. ഞാൻ ചോദിക്കുമ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. കിട്ടിയ എനിക്ക് ആ ഡേറ്റ് ഇപ്പോഴും അതുകൊണ്ടാണ് ഓർമ്മയുള്ളത്. മനസ്സിലായില്ലേ? ഞാൻ അന്ന് കാലത്ത് അതായത് ആ സ്പീഡിലാണ് വന്നത്. അതായത് ഞാനൊരു 7:45 8 മണിയായപ്പോ ഞാൻ മറ്റേ
കാക്കനാടെത്തി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ മീറ്റിംഗ് 9:30 എന്തായിരുന്നു കയറി ഓർമ്മയുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കത്തിച്ചു പിടിച്ചു. ആ മീറ്റിംഗ് കഴിഞ്ഞ് ഒറ്റയടിക്ക് വിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നു. കാരണം എനിക്ക് ടൈം ഉണ്ടായില്ല. പക്ഷെ ഈ Xamarin എക്സാക്ട്ലി, അതായത് എന്റെ അറിവ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് റെസ്പെക്റ്റീവ് പ്രോഗ്രാമിംഗ് മോഡൽ ടു ഡു Xamarin പ്രോഗ്രാമിംഗ്. ഓൺലി C# കോഡേ ഷെയർ ചെയ്യുള്ളൂ എന്നായിരുന്നു. പക്ഷെ പലരും പറയുമ്പോൾ പല രീതിയിൽ. അപ്പൊ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും മാജിക് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ വേറെ ആരും ഉണ്ട്, അവര് അല്ല, പക്ഷെ അവർക്ക് LLVM ഉണ്ടായിരുന്നല്ലോ, അവരത് ചെയ്തില്ല. ഹെഡ് ഓഫ് ടൈം കമ്പൈലേഷൻ വെച്ചിട്ട് ചെയ്യാമല്ലോ അവർക്ക്. iOS ഹെഡ് ഓഫ് ടൈം കമ്പൈലേഷൻ ആണ്. ഓക്കെ. കാരണം iOS റൺ ടൈം ഇൻസ്റ്റാൾ ചെയ്യാൻ സമ്മതിക്കൂല. അല്ല, അത് മാത്രം, അത് ഗതികേട് മാത്രമല്ല, അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, LLVM ഉള്ളതുകൊണ്ട് പറ്റണത്, അത് മനസ്സിലായോ? പിന്നെ UI-ല് ജിറ്റിന് പ്രത്യേകിച്ച് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നണല്ലോ. UI-ല് മൊബൈൽ ആപ്സിലും UI-ലൊക്കെ ജിറ്റിന് പ്രത്യേകിച്ച് പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അല്ല, അതിപ്പോ എന്താ പറയുക, അണ്ടർലൈൻ കൺട്രോൾ വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ് അല്ലെ, അതിന്റെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത്. അല്ല, ഈ മോണോ റൺ ടൈം മറ്റേ നിങ്ങൾ പോർട്ടബിൾ PCL എഴുതുമല്ലോ, PCL ക്ലാസ് ലൈബ്രറി അത് എഴുതുമല്ലോ, അതിന് വേണ്ടിയാണ്. അതായത് അത് മറ്റേ ജാവയായിട്ട് ഇൻട്രോപ്പ് ചെയ്യാനും പിന്നെ മറ്റേ കേർണലായിട്ട് ഇൻട്രോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള റൺ ടൈം ആയിട്ടാണ് ഞാൻ വായിച്ചത് എന്റെ ഓർമ്മയില്. അല്ല അത് ഞാൻ പറഞ്ഞില്ല, അവർക്ക് കുറെ പക്ഷെ Xamarin Forms വാസ് എ ഗ്രേറ്റ് ലെവലർ എന്നേ ഞാൻ പറയുള്ളൂ. അത് കറക്റ്റ് സമയത്ത് ആപ്പിളിന്റെ ആപ്പിൾ ആൻഡ്രോയിഡ് ഒക്കെ മറ്റേ റീറ്റെയിൽ ആപ്പ് തീർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ റവല്യൂഷൻ വന്നത്. അതാണ് മൈക്രോസോഫ്റ്റിന് കുറെ പൈസ Xamarin Forms വെച്ചിട്ട് എന്റർപ്രൈസ് ആപ്പ് മാത്രമേ ഓടിയിട്ടുള്ളൂ കേട്ടോ. Xamarin Forms വെച്ച് എന്റർപ്രൈസ് ആണ് അതിന് ലെജിറ്റിമസി കൊടുത്തത്. കാരണം അവിടെ ഒരു കോമൺ യൂസർ ഇന്റർഫേസ് വേണം, വെദർ യു ആർ ആൻ iOS ഓർ ദിസ് തിങ്. അല്ല, അതിന് വേറെ റീസൺ കൊണ്ടാണ് മൈക്രോസോഫ്റ്റ് ടെക്നോളജിയോട് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് ഒരു ഹേറ്ററേഡ് ഉണ്ട്. അത് ബുൾഷിറ്റ്, വെറുതെ നല്ല ടെക്നോളജി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെന്തിനാ ലിനക്സുകാർക്ക് ആപ്പിളിനോടൊന്നല്ലോ. എനിക്ക് നോക്കിയിട്ട് മറ്റേ എന്താ പറയാ, ഇപ്പൊ ശ്രദ്ധഗ്രീവില്ല. പണ്ട് ഈ അറ്റ്ലീസ്റ്റ് 2010-11 ഒക്കെ മൈക്രോസോഫ്റ്റിന്റെ ഐഡിയ കഴിഞ്ഞ ഏറ്റവും ബെസ്റ്റ് ഐഡിയ ആപ്പിളിന്റെ ആയിരുന്നു. പിന്നെ ഇപ്പൊ ഇന്റലിജെ ഹാസ് റിയലി ഗോട്ട്. അല്ല, എനിക്ക് അറിയില്ല അങ്ങനെ. അന്നൊരാളെ എനിക്ക് ഏറ്റവും ചിരി വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പുള്ളിയോട് പറഞ്ഞു ഞാൻ ഇപ്പൊ ജാവയില ചെയ്യണേന്ന് പറഞ്ഞു. അപ്പൊ അങ്ങേര് പറയണേ, ഹൗ കെൻ യു ഫോർഗെറ്റ് വിഷ്വൽ സ്റ്റുഡിയോ എന്ന്. മറ്റവൻ വിഷ്വൽ സ്റ്റുഡിയോ 6 മാസമായിട്ടുള്ള പ്രോഗ്രാം ചെയ്തിട്ട്, മനസ്സിലായോ? ആ കാലഘട്ടത്തില് പറയണം. അതായത് കറക്റ്റ് ആണ്. കാരണം എന്റർപ്രൈസ് ജാവ ചെയ്യാനായിട്ട് ഇന്റലിജയിൽ പെയ്ഡ് വേർഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എക്ലിപ്സ് ആയിരുന്നു ഓൺലി ഓപ്ഷൻ. അതെ. പിന്നെ സ്പ്രിംഗ് ബൂട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് കോർ ജാവ എംബഡഡ് സെർവർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്റലിജെ കമ്മ്യൂണിറ്റി എഡിഷൻ യൂസ് ചെയ്യാൻ പറ്റി തുടങ്ങിയത്. അല്ല, അതിന്റെ ഉള്ളിലൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ ഈ എക്ലിപ്സിന്റെ പ്രശ്നം എന്തായിരുന്നു അറിയാവോ? എക്ലിപ്സ് ജാവയുടെ പ്രശ്നമായിരുന്നില്ല. എക്ലിപ്സ് IDEക്ക് മറ്റേ കുറെ കാഷിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു, മനസ്സിലായോ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ട് ചെയ്യണം, ക്യാഷ് ഫ്ലഷ് ചെയ്യണം, കുറച്ച് റിച്വൽസ് ചെയ്താലേ വർക്ക് ചെയ്യുള്ളായിരുന്നു. ഇറ്റ് വാസ് വെരി ഫ്രസ്ട്രേറ്റിംഗ്. അറ്റ്ലീസ്റ്റ് ഇന്റലിജെ വന്നപ്പോ അത് കാണാനില്ല. പക്ഷേ ഞാൻ ഇന്റലിജെ എന്താ പറയാ, ഒരു ഫുൾ സ്വിങ്ങിൽ യൂസ് ചെയ്തത് 2021 അപ്പോഴാണ് ഞാൻ ഭയങ്കര ഒരു യൂസർ എക്സ്പീരിയൻസ് ഞാൻ ഫീൽ ചെയ്തത്. അതായത് ഞാൻ പഴയ എക്ലിപ്സ് മൈൻഡ് സെറ്റ് വെച്ചിട്ടാ തന്നെ, മനസ്സിലായോ? അല്ല, ലൈറ്റ് വെയിറ്റ് ആണോ എന്നുള്ളതല്ല, ഈ ഹാങ് ഓവർ ഒന്നുമില്ല, വർക്ക് ചെയ്യും. അതെ, ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് VS Code ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വൺ ഡിഫറൻസ് ഫീൽ ചെയ്യും. VS Code is too much of you are of your own. പക്ഷേ ഇതങ്ങനെയല്ല. അതെ, ഇത് ഏത് പൊട്ടനും കോഡ് ചെയ്യാം. ഒരു ഇതുണ്ട്, അത് ഞാൻ അന്നാണ് അത് ഫീൽ ചെയ്തത്. മറ്റേ ഇവിടെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഇങ്ങനെ DLT ലെഡ്ജറിൽ വർക്ക് ചെയ്തപ്പോഴേ ഞാൻ ഇന്റലിജെ അതായത് പ്രൊഫഷണലി യൂസ് ചെയ്തത്. കമ്മിങ് ബാക്ക് ടു ദിസ് തിങ്, അതായത് ഹിസ്റ്റോറിക്കൽ സെൻസിൽ ചോദിക്കുകയാണെങ്കിൽ, അതായത് സാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോ മറ്റേ ഇത് GUI, അതായത് X Windows ഒക്കെ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു.
അയ്യോ അന്ന് ബാംഗ്ലൂരിൽ ബുധനാഴ്ച വരുമ്പോ എക്സ് വിൻഡോസിന്റെ പരസ്യമൊക്കെ വരും. മൈക്രോസോഫ്റ്റ് വിൻഡോസ് 95 ഒക്കെ വരണതിന് തൊട്ട് മുമ്പേ പറയണേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്താ ഇത് എക്സ് വിൻഡോസ് എന്ന്. ഞാൻ എന്റെ ആൾക്കാരുടെ എനിക്ക് ഒറ്റണത്തിന് ഐഡിയ ഇല്ല. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഒരുത്തനെ അത് പറഞ്ഞു തന്നെ. അപ്പോഴാണ് സെനിക്സ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ അങ്ങനെ അന്ന് ഇതേമാതിരി ഇൻഫർമേഷൻ ഇല്ലല്ലോ, ആൾക്കാരെ കാണണം, വെബില്ല, ടെലിഫോണില്ല, അങ്ങനെ അപ്പൊ പല പ്രശ്നങ്ങളുണ്ടല്ലോ. അല്ല ഇപ്പോഴും ക്വാളിറ്റി ഇന്ററാക്ഷൻ ആൾക്കാർ തന്നെ വേണം. അതല്ല ഇപ്പോ എക്സ് വിൻഡോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് സ്കോ യൂണിക്സിൽ എനിക്കൊരു പ്രൊജക്ട് വർക്ക് ചെയ്യാൻ കിട്ടി 1996 ഏർലി വാർഡ്. അപ്പൊ എന്തോ ചെയ്യുന്ന വെച്ചാൽ ഞാൻ എക്സ്ലിബിലും എക്സ്ടിയിലും മോട്ടിഫിലും വർക്ക് ചെയ്തു. അതേമാതിരി തന്നെ ഈ എന്താ പറയാ, ഞാൻ ഒരു ചെറിയൊരു വിൻഡോ ടൂൾകിറ്റ് ചെയ്തു. വിൻഡോസിലും മറ്റേ ലിനക്സിലും ഓടിക്കാൻ പറ്റുന്നത്, മനസ്സിലായ? ഞാൻ കോമൺ കോർ വെച്ചിട്ട് പോൾ ഡിലാഷയുടെ വിൻഡോസ് ++ ഇന്റർഫേസ് വെച്ചിട്ട്. അപ്പൊ എക്സ് വിൻഡോസ് ഒരു എന്താ പറയാ നല്ലൊരു ടൂൾ കിറ്റ് ആണ്. എക്സ്ടി വേണം, എക്സ് ടൂൾ കിറ്റും കൂടി വേണം. കാരണം എക്സ് വിൻഡോസ് മാത്രം വെച്ച് പ്രോഗ്രാം എഴുതാൻ കോഡ് എഴുതി മരിക്കും, അസംബ്ലി ലാംഗ്വേജ് എഴുതുന്നതായിരിക്കും. ഈ മോട്ടിഫ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ കുറച്ചുകൂടി എളുപ്പമായി. പക്ഷെ സി ആണ്, മറ്റേ C++. ഇപ്പൊ ആദ്യം മൈക്രോസോഫ്റ്റ് മാക്കിലൊക്കെ ഓടിക്കാൻ വേണ്ടിയാണ് MFC ഉണ്ടാക്കിയത്. പിന്നെ അവര് വിൻഡോസ് ഓൺലി ലൈബ്രറി ആക്കിയത്. പക്ഷെ അന്ന് വേറെ ഈ MFCക്ക് മുമ്പ് ഒരു ഔൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, ഒബ്ജക്റ്റ് വിൻഡോസ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട്. അതിനെ ഔട്ട്ഡേറ്റഡ് വിൻഡോസ് ലൈബ്രറി എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ ഈ എക്സ് വിൻഡോസ് ഒക്കെ ഏകദേശം ഒരു 97 വരെയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു. പിന്നെ എക്സ് വിൻഡോസ് അല്ല എക്സ് വിൻഡോസ് പിന്നെ ക്യൂട്ടിയുടെ ഒക്കെ QT ആയി, ഡിഫാക്ടോ QT GTK+, മറ്റേ ഇത് നമ്മുടെ WS വിഡ്ഗറ്റ്സ് ഒക്കെ ആയി പ്രോഗ്രാമിംഗ് മോഡൽ. അതിനു മുന്നേ അപ്പൊ ക്രോസ് പ്ലാറ്റ്ഫോം എന്നുള്ളത് ഒരു വലിയ ബിസിനസ് നീഡായിരുന്നില്ല. അല്ല, അത് ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസ് ജയിക്കോ മാക് OS ജയിക്കോ എക്സ് വിൻഡോസ് ജയിക്കോ എന്നൊരു ഭയങ്കര അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഈ ഒരു വിൻഡോസ് വേഴ്സസ് എക്സ് വിൻഡോസ് വന്നപ്പോഴാണ് ഈ QT WS വിഡ്ഗറ്റ്സ് ഈ ഗ്രോം വന്നപ്പോഴാണ് GTK+ ഒക്കെ വന്ന് ഒരു GTK+ GDK ഒരു ഇത് വന്നത്. ഒരു കോമൺ വിൻഡോസ് ലിനക്സ് മാക് അന്ന് മാക് OS 9 ആണ്, എക്സ് ഇറങ്ങിയിട്ടില്ല. ഈ ഓപ്പൺ GL ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്ന? ഓപ്പൺ GL ഉണ്ടായിരുന്നു. ഇപ്പൊ ഓപ്പൺ GL ഉണ്ടായിരുന്നു. ഓപ്പൺ GL എല്ലാത്തിലും ഓടൂലായിരുന്നില്ലേ വിൻഡോസിൽ, ലിനക്സിൽ, മാക്കിലൊക്കെ? അല്ല അങ്ങനെയല്ല, ഓപ്പൺ GL വിൻഡോസിൽ ഓടി തുടങ്ങിയത് വിൻഡോസ് NT 4 എത്തിക്കഴിഞ്ഞപ്പോഴാണ്. 95 പാർഷ്യലായിട്ടൊക്കെ ഓടുകളായിരുന്നു. അല്ല ശരിക്കും പറഞ്ഞാൽ ക്രോസ് പ്ലാറ്റ്ഫോം ഒക്കെ അങ്ങനെ തുടങ്ങിയാൽ മതിയായിരുന്നല്ല. മറ്റേ അങ്ങനെയല്ല, ഓപ്പൺ GL എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ റെൻഡറിങ് ഫാസ്റ്റ് അല്ല. നിങ്ങൾക്ക് ഒരു 3D API കിട്ടുമെന്നുള്ളൂ. അതറിയോ? അന്ന് ഗ്രാഫിക്സ് 1998 ഇറങ്ങിയ 3DFXന്റെ വൂഡു കാർഡാണ് ഫസ്റ്റ് ഹാർഡ്വെയർ ആക്സലറേറ്റഡ് കാർഡ്. 97 ഹാർഡ്വെയർ ആക്സലറേറ്റർ കാർഡ് ഡയറക്റ്റ് നമ്മൾ ഇൻസ്ട്രക്ഷൻ ഹാർഡ്വെയർ വെച്ച് കൊടുക്കും. അല്ല, ഹാർഡ്വെയർ വെച്ചിട്ട് അന്ന് ട്രാൻസ്ഫോർമേഷൻ ലൈറ്റിംഗ് ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് ബഫർ ഒക്കെ കോപ്പി ചെയ്യാം. ഹാർഡ്വെയർ ഇത് മെമ്മറി ഉണ്ടായിരുന്നു ഹാർഡ്വെയർ. അത് കഴിഞ്ഞിട്ട് 2001 വന്നപ്പോഴാണ് അസംബ്ലിയിൽ ഷെയ്ഡർ എഴുതാൻ തുടങ്ങിയത്. 2003 C4 ഗ്രാഫിക്സിലും ഒക്കെ GLSL-ലൊക്കെ കോഡ് എഴുതാൻ പറ്റുന്നത്. 2004 അല്ല ഞാൻ ചോദിച്ചത് വെച്ചാൽ അന്ന് അവർക്കൊരു ക്രോസ് പ്ലാറ്റ്ഫോം എഴുതണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോമൺ ആയിട്ട് ഓടുന്ന ടെക്നോളജിയിൽ കുറച്ച് പാട്ട് എഴുതിയിട്ട് ബാക്കിയുള്ള റെൻഡറിങ് എഞ്ചിൻ മാത്രം ഹാൻഡിൽ അല്ല അതാണല്ലോ QT+ ഓപ്പൺ GL അത്രയും ഫേമസ് ആയത്. QT+ ഓപ്പൺ GL മിക്ക ക്രോസ് പ്ലാറ്റ്ഫോം CAD സിസ്റ്റത്തിന് ഇന്റർഫേസ് ഉണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോ QT വേൾഡ്സ് പ്രീമിയർ C++ ബേസ്ഡ് ഇന്റർഫേസ് പ്രോഗ്രാം ആയി. PyQt വന്നപ്പോ അത് ഒന്നും കൂടി. ഇപ്പോഴും കുറെ സിസ്റ്റംസ് ഉണ്ട്
പക്ഷെ Qt ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ലൈസൻസിങ് ഒക്കെ മാറ്റി ഇപ്പൊ എടുക്കാൻ പോലും പറ്റുന്നില്ല. WSO kits ആണെങ്കിൽ ഡേറ്റഡ് ആണ്, GTK പ്ലസ് ആണെങ്കിൽ സീലാണ്, പിന്നെ ഉള്ളത് ഒരു ഫോക്സ് ടൂൾ കിറ്റാ. പിന്നെ ഒരു ശരി ഓക്കെ. പക്ഷെ ഫ്ലാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പൊ ഫ്ലാഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലെക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു, ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കി അഡോബ് അതിന്റെ മുകളിൽ അഡോബ് ഫ്ലെക്സ്, അത് ഫ്ലാഷിന്റെ മുകളിൽ അവിടെ ഇരുന്നത്. അതൊരു 2D റെൻഡറിംഗ് എഞ്ചിൻ ആണോ എന്തായിരുന്നു? അല്ല ഫ്ലാഷിന് ഒരു 2D റെൻഡറിംഗ് എഞ്ചിൻ ഉണ്ട്, വെക്ടർ എഞ്ചിൻ ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു പ്രോഗ്രാമിംഗ് മോഡൽ വെച്ച് പിടിപ്പിച്ചതാണ് ഫ്ലെക്സ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലാഷ് പ്ലഗിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയന്റ് ആപ്ലിക്കേഷൻ വിളിക്കാം. അതൊക്കെ 2011 വരെയൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ഇത് സിൽവർ ലൈറ്റ് ഫേസ് ഔട്ട് ചെയ്തപ്പോ അത് നിർത്തി, HTML5 എല്ലാവരും കടന്നു. തിങ്ക് പാമിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഒരു പുള്ളി, അതായത് ഈ മറ്റേ ഫ്ലെക്സില് പ്രോഗ്രാം ചെയ്യുന്ന ഒരു പുള്ളി, അതായത് ഇപ്പുറത്തോട്ട് സ്പ്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കിയിട്ട് പുള്ളി ഭയങ്കര റെസിസ്റ്റൻസ് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ല അതിപ്പോ വേറെ അറിയോ, അഡോബ് ഫ്ലെക്സ് വിത്ത് ഈ ഫ്ലെക്സിന്റെ ബ്ലേസർ എന്ന് പറഞ്ഞ ഒരു ബ്ലേസർ എന്ന് പറഞ്ഞ ടെക്നോളജി അവർക്ക് ഉണ്ടായിരുന്നു, അതായത് ഒരു വയർ ലെവൽ പ്രോട്ടോകോൾ. എന്നിട്ട് സ്പ്രിംഗ് സർവീസസ് ആണ് ബ്ലേസർ സർവീസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്. സ്പ്രിംഗ് ഈ മറ്റേ എന്താ പറയാ ഗ്രൂവിയിലാണത്, അല്ല സോറി ഗ്രൂവി സർവീസ് സോറി കേട്ടോ. അതായത് ഒരു ബ്ലേസർ വെച്ചിട്ട് ബ്ലേസറിൽ ഹാൻഡ്ലർ ആണ് ഗ്രൂവിയിൽ എഴുതിയത്. എന്റെ വൈഫ് വർക്ക് ചെയ്തൊരു പ്രോജക്റ്റ് അങ്ങനത്തെ ആയിരുന്നു. അപ്പൊ അതാണ് ഈ when Pi lost his gravy he went to Chalapati to get some grails എന്ന്. ഗ്രൂവി ഓൺ ഗ്രെയിൽസ്. അപ്പൊ ഞാൻ ഒരു എക്സിസ്റ്റ് എന്നുള്ള കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. എക്സിസ്റ്റ് പൈ സ്ട്രഗിൾസ് ടു എക്സിസ്റ്റ് ഇൻ എക്സിസ്റ്റ് ജീവിച്ച പാട്ട്. അപ്പൊ ഇങ്ങനെ അല്ല ഗ്രൂവില് ഇപ്പൊ ഗ്രൂവി റൂബിയിലൊക്കെ അതിന്റെ ബിൽഡ് സിസ്റ്റം ഇപ്പൊ ഹൈബർനെറ്റ് കോൺഫിഗറേഷൻ ഒക്കെ ഇന്റേണൽ DSL ആയിട്ട് എഴുതിയേക്കുന്നത്. പിന്നെ അല്ല പിന്നെ ഒരു കാര്യം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു കുറെ വെബ്സൈറ്റ് ഈ സ്കെച്ച് ബുക്ക് ആപ്പ് ഒക്കെ ചിലപ്പോ പറഞ്ഞ എക്സ്ലിപ് പ്രോട്ടോകോൾ വെച്ചിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. കാരണം സ്കെച്ച് ബുക്ക് .app എന്നുള്ളത് അവരുടെ ഒരു ഓൺലൈൻ വീഡിയോ അല്ല ഇമേജ് എഡിറ്റിംഗ് ടൂളാണ്. അതൊക്കെ അത് വെച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എല്ലാവരും. അല്ല അത് ആയിരിക്കാം. അതായത് ഇപ്പൊ ഞാൻ പറയണ്ടേ അതിനു വേണ്ടിയാണോ ശരിക്കും എക്സ്ലിബ് തുടങ്ങിയതല്ല? അല്ല എക്സ്ലിബ് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാർജ് മെമ്മറിയുള്ള സിസ്റ്റം വേണം. അല്ലെങ്കിൽ അല്ല ശരിക്കും ഓടുന്നത് അല്ല ആ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ എല്ലാ സോഫ്റ്റ്വെയർ അവരുടെ തന്നെ റെൻഡറിങ് എഴുതേണ്ടി വരും, ബഫറൊക്കെ ഫില്ല് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെ ഓക്കെ അങ്ങനെയല്ലേ. അതായത് OS വൈഡ് മെക്കാനിസം ഇല്ല. അവർ ചെയ്തത് അല്ലേ? അല്ല അത് ആലോചിച്ച് നോക്ക്, അതൊരു ഇറ്റ്സ് എ റിമാർക്കബിൾ മോഡൽ. അത് മനസ്സിലായില്ലേ? അതായത് ടെർമിനൽ എമുലേഷൻ മോഡൽ ഗ്രാഫിക്സിലോട്ട് വന്ന് ഇപ്പൊ ടെലികോം കമ്പനീസ് ഒക്കെ യൂണിക്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിരുന്ന എക്സ് വിൻഡോസ് വെച്ചിട്ടുണ്ട്. അല്ല അന്ന് എവരും എല്ലാ OS പ്ലാറ്റ്ഫോം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പീറ്റ് ചെയ്യണല്ലേ. ഒരു പക്ഷെ ഓപ്പൺ സോഴ്സ് മാത്രമായിരിക്കും അങ്ങനെ. അല്ല ഇത് MITയുടെ ആണ്, MITയുടെ ലൈസൻസും MIT എക്സ് കൺസോർഷ്യത്തിന്റെ അത് ഒരു സ്റ്റാൻഡേർഡ് ആണ്, അതെല്ലാവരും ഫോളോ ചെയ്തു. എനിക്ക് സാറേ അതായത് ഈ മറ്റേ Qt വരുന്നത് ഏത് ഇയർ ആണ്? 95-96 ആണ്. അല്ല Qt അതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഡെസ്ക്ടോപ്പ് എൻവയോൺമെന്റ് തുടങ്ങി കഴിഞ്ഞപ്പോ മാത്യു ഒരുത്തൻ മത്തിയാസ് സമ്പടി അവൻ ട്രോൾ ടെക്കിന്ന് വന്നിട്ട് Qtയുടെ മുകളിൽ എഴുതി KDE. അപ്പൊ KDE APIയും Qt API മോറോള സെയിമാ, കുറച്ച് KDE പ്രഫിക്സ് ഉണ്ടാവുന്നുള്ളൂ അതിന്റെ മുകളിൽ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ AWT സിസ്റ്റം ലെവൽ, അതായത് OSന്റെ കൺട്രോൾസിലോട്ട് ലോവർ ചെയ്യുന്ന പരിപാടിയല്ലേ? അതെ അതിനാണ് പിയർ റെൻഡറിംഗ് എന്ന് ഞാൻ പറഞ്ഞത്. പിയർ റെൻഡറിംഗ് അതിനാണ്, അതായത് പിയർ റെൻഡറിംഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് റിയാക്ട് നേറ്റീവ് കൈൻഡ് ഓഫ് പിയർ റെൻഡറിംഗ് ആണ്. അപ്പോ അതെ അതായത് നിങ്ങളുടെ React for every component you have got on the React side there is a corresponding native component. അപ്പോ ഈ
അപ്പൊ ഈ സ്വിങ് അവര് മറ്റേ ക്യൂട്ടിന്ന് ഇൻസ്പയർഡ് ആയിട്ട് പിന്നെ മൂവ് ചെയ്തതാണോ? അതെ അതെ അതെ. പിന്നെ സ്വിങ് ഡെഫിനറ്റ്ലി ക്യൂട്ടി ഇൻസ്പയർഡ് ആണ്. ഇവൻ അതിന്റെ ഇന്ററാക്ഷൻ ഒക്കെ കണ്ടു ജാവയ്ക്ക് റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു, മറ്റവർക്ക് അത് ഉണ്ടായില്ല. അപ്പൊ അവര് മെറ്റാ ഒബ്ജക്ട് കമ്പൈലർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, മോക്ക്. ഇത് അവര് ഇപ്പൊ ക്യൂട്ടി ഈവൻ ഹാൻഡ്ലിംഗ് ഉള്ള സാധനം സിഗ്നൽസ് സ്ലോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് നോൺ C++ കീവേഡ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ക്യൂട്ടിയുടെ പ്രീ കമ്പൈലർ മെറ്റാ ഒബ്ജക്ട് കമ്പൈലർ അതെടുത്തിട്ട് പ്രോപ്പർ C++ കോഡ് ആക്കിയിട്ട് GCCക്ക് വിടും. അത് തന്നെയാണ് മറ്റേ കുടയും ചെയ്തത്. കുട എന്ത് ചെയ്യുന്ന വെച്ചാല് കുട കേർണൽസിന് നിങ്ങൾക്ക് അണ്ടർസ്കോർ എന്തോ സാധനം കൊടുക്കാം. അപ്പൊ C++ സ്റ്റാൻഡേർഡിൽ അണ്ടർസ്കോർ വന്നു കഴിഞ്ഞാൽ പ്രൊപ്പറേറ്ററി ഹാൻഡ്ലിംഗ് അലോ ചെയ്യും. അപ്പൊ പ്രൊപ്പറേറ്ററി ഇപ്പൊ NVCC NVIDIA കുട കമ്പൈലർ ആ സാധനം എടുത്തിട്ട് PTX കോഡ് ജനറേറ്റ് ചെയ്യും, NVIDIAയുടെ ലോവർ ലെവൽ ഫോർമാറ്റ്. എന്നിട്ട് മറ്റേത് GCCക്ക് കൊടുക്കും കമ്പൈലറിന്. എന്നിട്ട് GCCയുടെ ഔട്ട്പുട്ടും ഇതും കൂടി വീവ് ചെയ്ത് തിരിച്ച് കോമ്പോസിറ്റ് മൊഡ്യൂൾ ആക്കും. എന്നിട്ട് PTX കോഡ് ബൈനറി ബൈറ്റ് ആയിട്ട് ഇടുന്നത് മറ്റേ ഒബിജക്റ്റ് NVIDIA കുട കമ്പൈലർ നോക്കി അറിയാൻ പറ്റും. മനസ്സിലായി. ഈ അതായത് ഇപ്പൊ അവർക്ക് മറ്റേ ഈ ഷെയ്ഡർ ലാംഗ്വേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് റെൻഡറിങ് ലാംഗ്വേജ് തന്നെയാണ്. അല്ല, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ലൈറ്റിങ്ങിന് വേണ്ടിയാണ് വെർട്ടെക്സ് പൈപ്പ് ലൈൻ. പിന്നെ റാസ്റ്ററൈസേഷന് വേണ്ടിയാണ് മറ്റേ റാസ്റ്റർ ഷേഡേഴ്സ് ഉണ്ട്, മനസ്സിലായില്ലേ, പിക്സൽ ഷേഡേഴ്സ്. പിന്നെ ജോമെട്രി ഷേഡേഴ്സ് ഉണ്ട്. നമുക്ക് അതിന് മുമ്പ് ജോമെട്രി, പിന്നെ ടെസലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ജോമെട്രി കൊടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഷേഡേഴ്സ് അവൈലബിൾ. അപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോമെട്രി ഷേഡർ, ടെസലേഷൻ ഷേഡർ, വെർട്ടെക്സ് ഷേഡർ, പിക്സൽ ഷേഡർ, പിന്നെ വേറെ എന്തൊക്കെ കുറെ സ്റ്റേഡേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് പ്രോസസിങ്ങിനൊക്കെ. അപ്പൊ ഈ പണ്ട് ഗ്രാഫിക്സ് പൈപ്പ് ലൈൻ ഫിക്സ്ഡ് പൈപ്പ് ലൈൻ ആയിരുന്നു. അത് പ്രോഗ്രാമബിൾ ആക്കിയത്. അപ്പൊ പ്രോഗ്രാമബിൾ ആക്കി കഴിഞ്ഞപ്പോ മിക്ക ഗ്രാഫിക്സ് റിസർച്ചേഴ്സും പതുക്കെ സ്കൂട്ട് ചെയ്തു. തുണി റെൻഡർ ചെയ്യണമെങ്കിൽ പാർട്ടിക്കിൾ ഫിസിക്സ് അറിയാമെന്നോ വേണ്ട. അപ്പൊ ആൾക്കാർക്ക് ഇവരുടെ എക്സ്പെർട്സിന്റെ ആവശ്യമില്ല. ഷെയ്ഡർ ലാംഗ്വേജ് ഇല്ലേ, ഷെയ്ഡർ ലാംഗ്വേജ് ശരിക്കും പറഞ്ഞാൽ ഈ പിക്സാർ ആണ് ഈ ഓഫ്ലൈൻ റെൻഡറിങ്ങില് ഏറ്റവും വലിയ അവരുണ്ടാക്കിയ API ആണ് റെൻഡർമാൻ. അപ്പൊ റെൻഡർമാനിന് ഷെയ്ഡിംഗ് ലാംഗ്വേജ് ഉണ്ട്, RSL. അപ്പൊ ഈ ഒരു ഫേമസ് ബുക്ക് ഒക്കെ ഉണ്ട്, റെൻഡർമാൻ കംപ്ലൈന്റ് ആയിട്ടുള്ള റെൻഡറേഴ്സ് അവൈലബിൾ, അക്യൂസിസ് എന്നൊക്കെ പറഞ്ഞ കുറെ ഉണ്ട്. റെൻഡർമാൻ കംപ്ലൈന്റ് ഓപ്പൺ സോഴ്സ് റെൻഡറർ എന്ന് അടിച്ചാൽ മതി. അപ്പോ ഈ റെൻഡർമാൻ API ഓഫ്ലൈൻ പ്രോഗ്രാമബിൾ API ആയിരുന്നു. ഏത് സീൻസ് ഒക്കെ ഉണ്ടാക്കാനുള്ള. ഈ അതിന്റെ ഷെയ്ഡിംഗ് ലാംഗ്വേജിൽ നിന്നാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എങ്ങാണ്ട് ഒരു ഷെയ്ഡിംഗ് ലാംഗ്വേജ് ഉണ്ടാക്കി. പിന്നെ അതിൽ നിന്നാണ് ഈ മറ്റേ അസംബ്ലി ലാംഗ്വേജിനും പിന്നെ CG മറ്റേ HLSL അതൊക്കെ ഉണ്ടായത്. ഇതൊക്കെ എനിക്ക് നല്ല ഇന്റലക്ച്വൽ മെച്യൂരിറ്റി ഉള്ള പാടുന്ന എവല്യൂഷനാണ്. മനസ്സിലായി. അല്ല, ഇത് റെക്ടോ പ്രോഗ്രാമിംഗ് ഇല്ലാതെ ഇത് പിടിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു. അല്ല, അത് നമുക്കിപ്പോ ഈ mesa3d.org പോയി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ റെൻഡേർഡ് ഓപ്പൺ ചെയ്ത് കിട്ടും നിങ്ങൾക്ക്. പിന്നെ അതിൽ ഡയറക്ട് 3D റാപ്പേഴ്സും പിന്നെ ഈ ഓപ്പൺ ജിഎലിന്റെ മുകളിൽ D3D റാപ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ആൾക്കാർക്ക് അങ്ങനെ എമുലേറ്റേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇതാ ഒരു അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ടെർമിനൽ എമുലേഷൻ എന്താണ്, എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ മോഡ് സ്ക്രീൻ അതിന്റെ സെർവറിൽ സ്റ്റെയർ ചെയ്യണേ. 8x25 എന്തുകൊണ്ട് 4000 ബൈറ്റ് വന്നു. അപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കസ്റ്റം പ്രോട്ടോകോൾ ഉണ്ടാക്കാവുന്നുള്ളൂ. സ്ക്രീനിന്റെ സാധനങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയൊരു പ്രോഗ്രാം എഴുതി നോക്കി കഴിഞ്ഞാൽ CUI എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാവും. GUI അത്ര ഡിഫിക്കൽട്ട് ആയിരിക്കില്ല. ആദ്യം വെറുതെ റെക്ടാംഗിൾ എഡിറ്റ് കൺട്രോളും അതും സപ്പോർട്ട് ചെയ്താൽ മതി. പിന്നെ ഒരു മാർക്കപ്പ് ലാംഗ്വേജ് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പരിപാടിയൊക്കെ ഒപ്പിക്കാം. അല്ല, ആ ഒരു ഫീൽ ഉള്ളത് നല്ലതാണ്. ഇപ്പൊ ഇവര് ആ സന്തോഷമൊക്കെ മറ്റേ ക്യാൻവാസ് സ്റ്റുഡിയോയുടെ മുകളിലൊക്കെ എഴുതുന്നവർക്ക് കിട്ടും. മനസ്സിലായി. അല്ല, എന്തായാലും ഇത് റീസണിംഗ് കിറ്റിന്റെ ഭാഗമായിട്ട് എന്തായാലും വേണ്ടതാണ് ഡെഫിനറ്റ്ലി.
ഞാനല്ലേ ഇപ്പൊ ഇതില് കുറെ ഇത് വായിക്കുമ്പേ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാമത് ഞാൻ പറയട്ടെ, മൈക്രോസോഫ്റ്റ് വിൻഡോസ് പ്രോഗ്രാമിംഗ് മോഡൽ അത് കാണേണ്ടത് തന്നെയാണ്. അവരെങ്ങനെയാ അത് ഒപ്പിച്ചെടുത്തതെന്നും MFC എങ്ങനെയൊക്കെ. സാറേ പിന്നെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് AWT പ്രോഗ്രാമിംഗ് മോഡൽ അങ്ങനെ ആവാൻ കാരണം അത് എന്താണ് മറ്റേ ആപ്ലെറ്റ്സ് അങ്ങനെ, അതായത് മറ്റേ അർബൻ മിത്തായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല അല്ല, പക്ഷെ നിങ്ങക്ക് വേണമെങ്കിൽ JNI അറിയാമെങ്കിൽ നിങ്ങൾക്ക് C++ല് AWT ഗ്രാഫിക്സ് API കിട്ടും C++ല്. എന്നിട്ട് നിങ്ങൾക്ക് ഹാൻഡിലൊക്കെ എടുത്തിട്ട് അതിൽ റെൻഡർ ചെയ്യാം. അപ്പൊ ഈ AWT അങ്ങനെ അവര് പെട്ടെന്ന് ഇറക്കിയപ്പോ അവർക്ക് തോന്നിയ ഐഡിയ ആണ്. അതായത് ഈ മറ്റേ ചിലപ്പോ AWT വർക്കൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് QT ഒന്നും വന്നിട്ടുണ്ടാവില്ല. QT ഇത് നീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്ന് തോന്നണ്ടേ, സ്മൂത്ത് ആയിട്ട്. ഉണ്ടാവണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല. ഈ മറ്റേ ഇല്ല. ഹിസ്റ്റോറിക്കൽ റീസൺ ആണ് അപ്പൊ അവിടെ ഇരിക്കുന്ന എഞ്ചിനീയറിന് ഇത് അറിയാൻ കൊള്ളെങ്കിൽ എന്ത് ചെയ്യും? അതെ. ഈ ടാസ്ക് ഏൽപ്പിച്ച എഞ്ചിനീയറിന്റെ കഴിവനുസരിച്ചിരിക്കും. ഇപ്പൊ QT കുറച്ച് ആൾക്കാര് രണ്ടുപേരും ഒരു ബീച്ചിലിരുന്ന് കൺസീവ് ചെയ്തതാണത്. വേൾഡിന് ഒരു ക്രോസ് പ്ലാറ്റ്ഫോം റെൻഡറിംഗ് ടൂൾ തന്നെയാണ്. സക്സസ് വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ പ്രോജക്റ്റ് ആയിട്ട് ഞാൻ QT കാണുന്നത്. QT പ്രോഗ്രാം ചെയ്തത് തന്നെ ഒരു ഭാഗ്യം വെച്ചാൽ ഒരു ഇറ്റ്സ് ഓൺ ഒരു എലഗൻസ് ഉണ്ട് QTക്ക്. ഇപ്പോഴും ഞാൻ ഒരാളെ ജാവ പഠിപ്പിക്കുകയാണെങ്കിൽ സ്വിംഗ് പഠിപ്പിക്കുള്ളൂ ആദ്യം. കാരണം ആസ് ഫർ as I am concerned, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ 2 ക്വിന്റസെൻഷ്യൽ ആപ്ലിക്കേഷൻ ആണ് QT ആൻഡ് ജാവ. ജാവ സ്വിംഗ്, മനസ്സിലായില്ലേ? അപ്പൊ ഈ ജാവ സ്വിംഗ് ഈ ജാവ 3D എന്ന് പറഞ്ഞ API വന്നിരുന്നു. അപ്പൊ അതിന് ഇത്തിരി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു ഈ റെൻഡർ ചെയ്യുമ്പോൾ. സ്വിങ്ങിന്റെ റെൻഡറിങ് മെനു ഒക്കെ അതിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ പണി പോകുമായിരുന്നു. അപ്പൊ അതിനുവേണ്ടി പ്രത്യേക ഇവന്റ് ഹാൻഡ്ലറിനൊക്കെ സെറ്റ് ചെയ്യണം നമ്മൾ. ഈ പറഞ്ഞ 2 പേര് ജോഗൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ജാവ ഫോർ OpenGL ഉണ്ടായിരുന്നു, ജോഗൽ ബൈൻഡിങ്. ജാവ 3D ഉണ്ടായിരുന്നു. ജാവ 3D ഇപ്പൊ ജാവ FXന്റെ ഭാഗമാണ്. ജാവ FXലോട്ടുള്ള മൂവ്മെന്റിന്റെ റീസൺ എന്തായിരുന്നു? മറ്റേ റിച്ച് ക്ലയന്റ് UI വേണമായിരുന്നു. മൈക്രോസോഫ്റ്റിന്റെ ഇത് കമ്പലിംഗ് ആയിരുന്നു WPF. അല്ല അതില്, അതായത് ഇപ്പോ ജാവ FXലും കസ്റ്റം റെൻഡറിങ് അല്ലേ? അല്ല, പക്ഷെ ഹാർഡ്വെയർ ആക്സിലറേറ്റഡ് ആണ്. മറ്റേതല്ല, സോഫ്റ്റ്വെയർ ആണ്. മറ്റേ WPFന്റെ ഗുണം ഡയറക്ട് 3D വെച്ചാൽ റെൻഡർ ചെയ്തത്. അതപ്പോ ആ ലെയർ ഇവർക്ക് ഹാർഡ്വെയർ ആക്സിലറേറ്റർ ആയിട്ട് ലോവർ ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു അല്ലെ? കോമ്പാറ്റബിലിറ്റി അല്ല, അന്ന് പിന്നെ പീപ്പിൾ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ഹാർഡ്വെയർ ആക്സിലറേഷൻ ബാക്ക് ദെൻ. സ്വിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോ ആ കോഡും ചെയ്യുന്നേക്കാളും ഭേദം പുതിയ സാധനം കൊടുക്കുന്നതായിരിക്കും. അതെ, പക്ഷെ ഇപ്പൊ സ്വിങ്ങിന് എന്തോ ഈ മെയിൻ ഇപ്പൊ സ്വിങ്ങിന് എന്തോ അതിനുള്ള അറ്റംപ്റ്റ് കണക്കുണ്ട്. അല്ല, ഇപ്പൊ ഇങ്ങനത്തെ ലോവറിംഗ് ടെക്നിക്സ് പുരോഗമിച്ചില്ലെങ്കിൽ യൂണിറ്റിമാരുള്ള പ്ലാറ്റ്ഫോം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഓക്കെ, അല്ല അപ്പൊ അപ്പൊ ഇപ്പോഴാണ്, അതായത് ഈ അപ്പൊ ഫ്ലട്ടർ സോഫ്റ്റ്വെയർ റെൻഡറിംഗ് ആണെന്നാണ് സാർ പറയണത്. അപ്പൊ അവിടെ ഈ ഫ്ലട്ടർ സോഫ്റ്റ്വെയർ റെൻഡറിംഗ് ആണോന്ന് പറയാൻ പറ്റില്ല. കാരണം WebGL ഹാർഡ്വെയർ ആക്സിലറേറ്റഡ് ആണ്. WebGL അല്ല, മറ്റേ വെബിന്റെ കാൻവാസ് സ്റ്റുഡിയോ. മനസ്സിലായി. അതായത് ഇപ്പൊ ആ ഒരു പ്രശ്നമില്ല. സോഫ്റ്റ്വെയർ റെൻഡറിംഗ് ആണെങ്കിലും ലോവറിംഗ് ബോട്ടമോസ്റ്റ് ലെയർ അങ്ങനെയല്ല. റീസെന്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയാമോ? ഇമ്മീഡിയറ്റ് 2 തരം ഗ്രാഫിക്സ് ഉള്ളൂ. ഇമ്മീഡിയറ്റ് ഗ്രാഫിക്സ്, ഇമ്മീഡിയറ്റ് മോഡ് ഗ്രാഫിക്സ്, റീറ്റൈൻഡ് മോഡ് ഗ്രാഫിക്സ്. ഇപ്പൊ OpenGL ഒരു ഇമ്മീഡിയറ്റ് മോഡ് API ആണ്. അതിന്റെ മുകളിലെ ആൾക്കാർ ഓപ്പൺ കാസ്കേഡ്, ഓഗർ, പല ആൾക്കാരും സീൻ ഗ്രാഫ് API വെച്ച് പിടിക്കും. റീറ്റൈൻ മോഡ് ഗ്രാഫിക്സ് API പിടിക്കും. ഡയറക്ട് 3Dക്ക് രണ്ടും ഉണ്ടായിരുന്നു. 6.1 വരെ റീറ്റൈൻ മോഡും ഉണ്ടായിരുന്നു, ഇമ്മീഡിയറ്റ് മോഡ് ഉണ്ടായിരുന്നു. റീറ്റൈൻ മോഡ് അവർ ഫേസ് ഔട്ട് ചെയ്ത്. ഓക്കെ, അപ്പോ ഇപ്പോ നമ്മുടെ എന്താ പറയാ, ഈ കാൻവാസ് 2D ആൻഡ് WebGL ഇമ്മീഡിയറ്റ് മോഡാണ്. റീറ്റൈൻ മോഡ് നമ്മൾ എഴുതണം, പക്ഷേ ഹാർഡ്വെയർ ആക്സിലറേഷൻ കിട്ടും. അപ്പൊ സ്റ്റേറ്റ് അവിടെ സ്റ്റോർ ചെയ്യണമെന്നുള്ള. അപ്പൊ ഇമ്മീഡിയറ്റ് മോഡ്
മോഡ് API പ്ലസ് സീൻ ഗ്രാഫ് ആണ് റിട്ടേൺ മോഡ്. അതായത് ഈ ഇമ്മീഡിയറ്റ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നേരെ അതായത് ഇപ്പോ സ്റ്റേറ്റ്ലെസ് ഇപ്പൊ മോഡേൺ എന്റർപ്രൈസ് പാക്കേജ് ഉണ്ടെന്ന് തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്ലെസ് മെക്കാനിസം, അതായത് ബഫർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് വേണ്ട ഡാറ്റ സ്ട്രക്ചർ കൊടുത്തു കഴിഞ്ഞാൽ നേരെ റെൻഡർ ചെയ്യും. സ്കിയ ഉണ്ടല്ലോ, സ്കിയ ഒരു ഇമ്മീഡിയറ്റ് മോഡ് API ആയിരിക്കും. W3C DOM അതിന്റെ മോഡൽ ക്രോം DOM ആണ് റിട്ടേൺ മോഡ് കൊടുക്കുന്നത്. ഒരു പൈപ്പ് ലൈൻ സ്റ്റേറ്റ് വെക്കും, എന്നിട്ട് ആ സ്റ്റേറ്റ് മോഡിഫൈ ചെയ്യുന്നതനുസരിച്ച് റെൻഡറിങ് മാറിക്കൊണ്ടിരിക്കും. അതാണ് പൈപ്പ് ലൈൻ്റെ സ്റ്റേറ്റിൽ ഒരു ഹൈറാർക്കിക്കൽ സീൻ ഗ്രാഫ് ആണ്, കാസ്കേഡിങ് സീൻ ഗ്രാഫ് ആണ്. അപ്പൊ റൊട്ടേഷൻ, ട്രാൻസ്ലേഷൻ, സ്കെയില്, മറ്റേ എഫക്റ്റീവ് റൊട്ടേഷൻ, അങ്ങനെ കുറെ കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ ഏതാ ഇപ്പൊ DOM ട്രാവേഴ്സൽ വഴിയാണ് റെൻഡർ ചെയ്യുന്നത്. റിട്ടേൺ മോഡാണോ പെർഫോമൻസ് എഫിഷ്യന്റ്? കാരണം ഇൻക്രിമെന്റൽ സാധനം മാത്രം മാറ്റിയാൽ മതി. അത് മാത്രമല്ല, നിങ്ങൾക്ക് CAD ഇപ്പൊ HTML വരെയുള്ള സാധനം ഇമ്മീഡിയറ്റ് മോഡാണെങ്കിൽ ഊപ്പാളിക്കും. നിങ്ങൾ സ്റ്റോർ ചെയ്യണ്ടേ സാധനം? എല്ലാ നമ്മൾ മാറുന്നതനുസരിച്ച് സ്റ്റോർ ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, അല്ല അത് നമുക്ക് ആ ലെവലിൽ തിങ്ക് ചെയ്യാം. അനലോജിക്കൽ ലെവലിലാണ് പറയുന്നത് HTML. അല്ല ഞാൻ പറഞ്ഞ പോയിന്റ് അല്ല, അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞാല് 2D APIയും 3D APIയും റിട്ടേൺ മോഡ്. അതിന്റെ മുകളിൽ സീൻ ഗ്രാഫ് ഉണ്ട്. ചില സ്ഥലത്ത് സീൻ ഗ്രാഫ് ഇംപ്ലിസിറ്റ് ആയിരിക്കും. ഇപ്പൊ നിങ്ങളുടെ മാർക്കപ്പ് അതിലോട്ട് പോയിക്കോളും. അപ്പൊ നിങ്ങൾക്കൊന്നും ചെയ്യണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ റിട്ടേൺ മോഡ് കളഞ്ഞു എന്നല്ല പറഞ്ഞത്, മറ്റേ ഇവര് അത് മൈക്രോസോഫ്റ്റ് അല്ല കളഞ്ഞത്. നിങ്ങൾക്ക് അതിന്റെ മുകളിൽ ഒരു സീൻ ഗ്രാഫ് എഴുതാൻ ആര് തടയുന്നു? ഇപ്പൊ Java 3D ഒരു ഫൈൻ ഗ്രൈൻഡ് ആക്കി എന്നുള്ളതല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ? അതായത് കോഴ്സ് ഗ്രൈൻഡ്. അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ Java 3D API ഒരു റിട്ടേൺ മോഡ് ഗ്രാഫിക്സ് API ആണ്. ബട്ട് ഇറ്റ് ക്യാൻ റെൻഡർ ഓൺ DirectX ആസ് വെൽ ആസ് OpenGL. മനസ്സിലായോ? ഇത് ഇവരുടെ ഇടയിൽ ഒരു ലോജിക്കൽ റെൻഡറർ, ഫിസിക്കൽ റെൻഡറർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. ഈവൻ റെൻഡർ സ്റ്റാക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഓട്ടോഡെസ്കിന്റെ APIയുടെ പേര് ഹൈഡി എന്നാണ്. ഹൈറാർക്കിക്കൽ എക്സ്റ്റെൻസിബിൾ ഇമ്മീഡിയറ്റ് മോഡ് ഡിവൈസ് ഇന്റർഫേസ് ആണ് ഹൈഡി. അത് ഉണ്ടാക്കിയാളുടെ ഗേൾഫ്രണ്ടിന്റെ പേരാന്ന് പറയണ്ട കേട്ടോ. പിന്നെ ഒരു ഹൂപ്സ് 3D എന്നുള്ളൊരു API ഉണ്ട്. അടിച്ചു നോക്കി അറിയാം. ഹൂപ്സ് 3D ടെക്സോഫ്റ്റ് അമേരിക്ക ആയിരുന്നു. ഇപ്പൊ അത് ഓട്ടോഡെസ്കിന്റെ. അപ്പൊ ഈ ഹൈഡി ഒരു ഇമ്മീഡിയറ്റ് മോഡ് API ആണ്. മനസ്സിലായില്ലേ? അതിന്റെ മുകളില് നിങ്ങള് മറ്റേ സീൻ ഗ്രാഫ് വെക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യണത്. ഞാൻ എന്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ ഹൈഡിയുടെ നമ്മള് മറ്റേത്, അതായത് സ്വിംഗിന്റെ സോഫ്റ്റ്വെയർ റെൻഡർ ആണ്. അത് ഹാർഡ്വെയർ ആക്സിലറേഷൻ ഇല്ല. പക്ഷെ മോഡേൺ ഇപ്പൊ പുതിയ കാര്യങ്ങൾക്ക് ലോവർ മോസ്റ്റ് ലെയർ ഹാർഡ്വെയർ ആക്സിലറേഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ സാർ എങ്ങനെയാ അതിനെപ്പറ്റി റീസെന്റ് ചെയ്യേണ്ടതെന്നോ പറഞ്ഞു വരായിരുന്നു. അല്ല അപ്പൊ നമ്മളെപ്പോഴും ഹൈഡി. അപ്പൊ ഓട്ടോഡെസ്ക് അവർക്ക് ഒരു ഞാൻ റെൻഡർ സ്റ്റാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ചെയിൻ ഓഫ് റെസ്പോൺസിബിലിറ്റി മാതിരി മുകളിൽ ലോജിക്കൽ റെൻഡർ, അതിന് റൊട്ടേഷനും ട്രാൻസ്ഫോർമേഷനും ഇല്ല. അപ്പൊ നമ്മൾ അതിന്റെ മുകളില് ഒരു മറ്റേ ട്രാൻസ്ഫോംഡ് ഹൈഡി എന്ന ഒരു സാധനം ഒരു ലെയർ ഇട്ട് കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ കിട്ടും. അതിന്റെ മുകളിൽ ഒരു സീൻ ഗ്രാഫ് ഹൈഡി ഇട്ട് കഴിഞ്ഞാൽ സീൻ ഗ്രാഫ് കിട്ടും. പക്ഷേ ഇത് കോഡ് ചെയ്യണം, അല്ലാണ്ട് ഇത് കത്തൂല. അല്ല, റെൻഡർ സ്റ്റാക്ക് ഒരു പവർഫുൾ ഐഡിയ ആണ്. നിങ്ങൾക്ക് ഔട്ട്പുട്ട് പ്രിന്ററിലോട്ട് വിടാനോ മറ്റേ ഫയൽസിലോട്ട് വിടാനൊക്കെ എളുപ്പമല്ലേ? ഫിൽട്ടർ ചെയ്ത് ലോഗ് ചെയ്തിട്ടാ പോരെ. അത് ഹൈഡി എടുത്തു നോക്കേ. HEIDI ആണ്. ഇത് റെൻഡറർ എഴുതണം എന്നാലേ ഇത് കിട്ടുള്ളൂ. അല്ല, റെൻഡർ ഇപ്പൊ എന്റെ ഒരു 2D റെൻഡർ എഴുതാനുള്ള എല്ലാ API എപ്പോഴും ഉണ്ടോ? C++, C# കോഡ് കിടപ്പുണ്ട്. അത് എഴുതിയിട്ട് അതിന്റെ മുകളില് കൺട്രോൾസ് ഒക്കെ ഉണ്ടാക്കിയാൽ മതി. ഏത് വെറുതെ ഒരു പ്ലെയിൻ വിൻഡോ എടുത്തിട്ട്. അങ്ങനെയല്ല. അപ്പൊ ഈ പ്രോസസ് ഷേപ്സ് വരക്കുക എന്നുള്ളതാണോ? അതല്ലല്ലോ. ഷേപ്സ് വരയ്ക്കാന്ന് മാത്രമല്ല, ഇപ്പൊ ഷേപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എലിപ്സും സർക്കിളും ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ ChatGPT ഓരോ മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ലോജിക്കൽ കോർഡിനേറ്റ്സിലോട്ട് മാറ്റുന്നുണ്ട്. സീൻ ഗ്രാഫിൽ എവിടെ ആയിരിക്കണേ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു സ്ലാങ് മാതിരിയുള്ള ഒരു ഇവന്റ് ഹാൻഡലറോ അതിലോട്ടൊക്കെ വിട്ടാലല്ലേ ആ ഒരു UI ഒരു കിറ്റ് ഉണ്ടാവുള്ളൂ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മെസ്. പക്ഷെ
റിവാർഡിങ് വൺ. ഓക്കെ. ഇപ്പൊ എന്റെ എലിപ്സ് മറ്റേ സർക്കിള്, ആർബിട്രറി ട്രയാങ്കിൾ ഫില്ല് ചെയ്യണൊക്കെ, കോൺവെക്സ് ട്രയാങ്കിൾ ഫില്ല് ചെയ്യണ കോഡുണ്ട്. ഞാൻ സ്പീഡ് ഷാപ്പിലും കോഡ് ചെയ്തിട്ടുണ്ട്. അത് ജാവയിലേക്ക് കോഡ് ചെയ്യാൻ ചിലപ്പോൾ അരമണിക്കൂർ എടുക്കുള്ളൂ. അല്ല ഇപ്പൊ ശരിക്കും വോയിസിന്റെ ഇതില് ഹുക്കുകളുണ്ട്, എവിടെയാണ് ടച്ച് ചെയ്യുന്നത് എന്നൊക്കെ കിട്ടാൻ. പക്ഷെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത് നമ്മൾ മറ്റേ സ്ക്വയറില് അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ശ്രീത്ത് ഒരു വിൻഡോ എടുക്കുന്നു iOS അല്ല മാക്കില്. ആ വിൻഡോയിൽ ഒന്നുമില്ല, പടം വരയ്ക്കാം, പടം ലേ ഔട്ട് ചെയ്യാം. ഇപ്പൊ ലേ ഔട്ട് എഞ്ചിൻ ഒരെണ്ണം വേണം. അത് കഴിഞ്ഞിട്ട് അതിന് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OS ശ്രീത്തിന് റോ പിക്സലേ തരുള്ളൂ. അപ്പൊ നിങ്ങളുടെ സെറ്റ് ഓർഡർ ട്രാവേഴ്സ് ചെയ്തിട്ട് ഏതെങ്കിലും കൺട്രോളിന്റെ മുകളിൽ വേറെ കൺട്രോൾ ഉണ്ടോ, ഏത് കൺട്രോളുമേ ഹിറ്റ് ചെയ്തേ കണ്ടുപിടിക്കണേ. ഇനി ആ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റ് ബബിൾ ചെയ്യണോ ടണൽ ചെയ്യണോ. അപ്പൊ ഇതിനൊക്കെ കോഡ് എഴുതി വരുമ്പോ ഒരു കിഡിലൻ ഒരു ഗെയിം എഞ്ചിൻ എഴുതുന്നതും ഒരു UI ടൂൾ കിറ്റ് എഴുതുന്നതും ഒരേ പരിപാടിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് അല്ല, അപ്പൊ അത് അങ്ങനത്തെ പ്രൊജക്റ്റിലൊക്കെ ക്ലീൻ റൂമിലൊക്കെ വർക്ക് ചെയ്യാൻ ഭാഗ്യം ചെയ്തവര് കുറച്ചുപേരുണ്ടെന്ന്. അവർക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെള്ളമാരി പറയും അവന്മാര്. ഇപ്പൊ ഞാൻ 3D and 2D എൻജിൻസ് എഴുതിയിട്ടുള്ള ഞാൻ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ മറ്റേ ഒരു ഫ്ലോർ മാപ്പ് ഡിജിറ്റൈസ് ചെയ്യണമല്ലോ. അപ്പൊ അതിനു വേണ്ടി ഞാൻ ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജ് എടുത്ത് വെച്ചു, ഇമേജിൽ സ്ക്വയർ ബോക്സ് ഞാൻ വരച്ചു. അത് കഴിഞ്ഞ് നമുക്ക് മാപ്പ് വെച്ചിട്ട് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് GIS ടെക്നിക്ക് എടുത്ത് അല്ലെ, അതായത് നിങ്ങൾ പിക്ചർ എടുക്കുന്നു, ആ കോർഡിനേറ്റ്സ് എടുക്കുന്നു, നിങ്ങളുടെ മാപ്പില് അത് ഏത് ഒബ്ജക്ട്സിനെയൊക്കെ ടച്ച് ചെയ്യണ്ടോ എന്നുള്ളത് മാപ്പ് ചെയ്തിട്ട് അല്ല. ഇതൊക്കെ അഡ്ഹോക്കാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു എന്താ പറയാ ഞാൻ പറയട്ടെ 2D and 3D സീൻ ഗ്രാഫിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിക്കിങ് ഞാൻ കാഡില് എൻജിൻസ് വർക്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് കാണാം ഇത് എങ്ങനെ എഴുതണം എന്നുള്ളത്. ഞാൻ ഉദ്ദേശിച്ചതേ ഞാൻ ചെയ്ത ഒരു വെറും ബേസിക് ലെവലാണ്. അല്ല അങ്ങനെയല്ല, പക്ഷെ അങ്ങനെയല്ല. രണ്ട് രീതിയുണ്ട് ശ്രീജിത്തെ. നമ്മളിപ്പോ ഒരു അഡ്ഹോക്ക് ആവശ്യം വരുമ്പോ ചെയ്യുന്നതും ഇത് സ്ട്രക്ചർഡ് ആയിട്ട് ചെയ്യാം. നമുക്ക് സ്ട്രക്ചർഡ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വൺ ഷുഡ് ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ സച്ച് എ റോൾ. ഞാൻ പറയട്ടെ, ഇപ്പൊ എന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ ഗ്രാഫിക്സ് മറ്റേ അഭിലാഷിന്റെ ബുക്കൊക്കെ പഠിച്ചെങ്കിലും I in fact got a job in a CAD company and I was the sole custodian of their graphics engine. മനസ്സിലായോ? അത് ലക്കണ്ടല്ലേ കിട്ടുള്ളൂ, എന്നാലേ ഇപ്പൊ ഈ വ്യൂ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബീറ്റർ ഓൺ ദ ബുഷ് പറയാൻ പറ്റുള്ളൂ. പിടികിട്ടിയ ഇനിയിപ്പോ അതിൽ അണ്ടു ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പിന്നെ എന്താ പറയാ സ്കെയിൽ ഇൻവേരിയന്റ് മോഷൻ, അതായത് സ്കെയിൽ ഇൻവേരിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിൻഡോ സ്കെയിൽ ചെയ്താലും പടം പഴയ വരും തന്നെ. അങ്ങനത്തെ പല ഈ ടെക്നിക്സും പിന്നെ എന്താ പറയാ ഈ പോളിഗോണിന്റെ ഇൻസൈഡ് ഔട്ട്. അപ്പൊ ഞാൻ പറഞ്ഞാല് അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ഇത് കിട്ടുമല്ലോ. അങ്ങനത്തെ അവസരം കിട്ടണമെന്ന് ഞാൻ പറയുന്നത്. അത് കിട്ടാനുള്ള അല്ലെങ്കിൽ വഴി ടോയ്ക്കോടാന്നാണ് ചരിത്രം നമ്മളെ സംസാരിച്ചു പോകുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ എന്തിട്ടെന്ന് പറയാം, ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഒരാള് പറഞ്ഞു അത് ഞാനും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും, പക്ഷെ അത് ആക്ഷനബിൾ അല്ല. പിടികിട്ടിയ ഞാൻ അത് തന്നെ അല്ല, അത് ഞാൻ പറഞ്ഞു. ഇതിപ്പോ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ അറ്റ് എ ടൈം വെൻ ദീസ് തിങ്സ് വെർ ഇവോൾവിംഗ്. അപ്പോ അതിന്റെ ഇടയില് ഇങ്ങനെ അമച്വർ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇൻഫാക്ട് ഗ്രാഫിക്സിൽ എനിക്കൊരു ഡെക്കേഡോളം വർക്ക് ചെയ്യാൻ പറ്റി ഫോർ എ സ്പാൻ. മനസ്സിലായോ? പക്ഷേ അത്രയും അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയാ ഒരു ഹൈറാർക്കിക്കൽ സീൻ ഗ്രാഫ് ഉണ്ടാക്കി പലതരം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 2D or 3D ആപ്ലിക്കേഷൻ എഴുതിയാൽ മതി. യു വിൽ അണ്ടർസ്റ്റാൻഡ് എവരിതിങ്. മനസ്സിലായേ? ഹിറ്റ് ടെസ്റ്റിങ്, പിക്കിങ്, മനസ്സിലായില്ലേ? ഹൈലൈറ്റ് ചെയ്യണം എങ്ങനെയാണ്. ഈ അത്ര ഡിഫിക്കൽട്ട് അല്ല. അതായത് നമ്മളല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മള് ഈ സ്ക്രീനിൽ കാണുന്ന ഇപ്പൊ ഈ കോംപ്ലിക്കേറ്റഡ് CAD പ്രോഗ്രാംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും കുറെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ എങ്ങനെ വരച്ചെന്ന് വിചാരിക്കും, പക്ഷെ അത് അവര് അങ്ങനെയല്ല ചെയ്യുന്നത്. റെൻഡർ വേറെ, ഗ്രാഫിക്സ് ഡാറ്റാബേസ് വേറെ. മനസ്സിലായ? ആ റെൻഡറിങ്ങിൽ നിന്നുള്ള ഫിസിക്കൽ കോർഡിനേറ്റ്സിനെ ഡാറ്റാബേസ് കോർഡിനേറ്റ്സിലോട്ട് പ്രൊജക്ട് ചെയ്തിട്ട് ഡാറ്റാബേസ് കോർഡിനേറ്റ്സിൽ സെർച്ച് എടുത്തിട്ട്
പിക്കിംഗ് ലിസ്റ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് പിക്കിംഗ് ലിസ്റ്റിലെ ആട്രിബ്യൂട്ട്സ് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് റെൻഡർ ചെയ്യുമ്പോൾ ഈ കാണുന്ന സാധനം കാണുമെന്ന് പിടികിട്ടിയ. അപ്പൊ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. അതായത് നിങ്ങൾ ഒരു ഇൻഡിവിജ്വൽ പോയിന്റ്, അത് ട്രിക്സ് ഓഫ് ദി ട്രേഡ് വിച്ച് ഇസ് നോൺ ടു ദ പീപ്പിൾ ഇൻസൈഡ്. അതാണ് ഞാൻ പറഞ്ഞു തന്നെ. അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ ഒരുത്തന് റീറ്റെയിൻ ഇമ്മീഡിയറ്റ് മോഡലിൽ ഡയറക്ട്ലി വർക്ക് ചെയ്യാനുള്ള അവസരമേ കിട്ടില്ല. ബട്ട് ഐ ഗോട്ട് ഇറ്റ് ബിക്കോസ് ഇറ്റ് വാസ് ബാക്ക് ദെൻ. മനസ്സിലായില്ല? ഇപ്പൊ കിട്ടില്ല. കാരണം ഇപ്പൊ കിട്ടുക ഇപ്പൊ ഞാനൊക്കെ എഴുതുന്നൊക്കെ ഫാർ 10 ടൈംസ് ബെറ്റർ സാധനം ലൈബ്രറി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് എഴുതിക്കുക. എന്നാ ഒരു ഇംപവറിഷ്ഡ് കാഡ് കമ്പനിക്ക് അവർക്ക് അന്നത്തെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് പ്രോഗ്രാമേഴ്സിനെ ഫണ്ട് ചെയ്യാനുള്ള പൈസ ഇല്ല. ദെൻ ഐ ഹാപ്പൻ ടു ബി ദ എന്താ പറയാ പുവർ മാൻസ് ഗ്രാഫിക്സ് എഞ്ചിനീയർ. മനസ്സിലായോ? അപ്പൊ അത് കിട്ടും. അപ്പൊ പിന്നെ ഞാൻ പിൽക്കാലത്ത് കണ്ടിട്ടുണ്ട്, ഈ നമ്മളിങ്ങനെ ഇത് ചെയ്യുമ്പോഴേ ഈ വിക്കിപീഡിയ വായിച്ചിട്ട് ഗ്രാഫിക്സിന് തർക്കിക്കാൻ വരും. നടക്കുവോ? അത് വീഡിയോ കൊണ്ട് വന്നാൽ ഇത് തന്നെ പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞാല് ഈ കുറച്ച് ഇൻട്രസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ എന്റെ മെമ്മറിയിൽ നിന്ന് ഇത് എടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ പറയാത്ത 100 കൂട്ടം കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അല്ല, അന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അന്ന് കൂടുതലുള്ളവന്മാരൊക്കെ ഇപ്പൊ പലരും വിചാരമുണ്ട് C++ അന്നത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഉണ്ടെയാണ് അന്ന് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായ? ഇതൊക്കെ ഇനിയിപ്പോ ഇത് ചെയ്യാൻ തന്നെ പറ്റിയ എന്താണ്, കൊച്ചിയില് മൈൻഡ് സ്റ്റോം എന്നുള്ളൊരു ബുക്ക് സ്റ്റാൾ ഉണ്ട് എറണാകുളത്ത്. അവരുടെ വിൻഡോസ് ഡെവലപ്പേഴ്സ് ജേർണല്, മൈക്രോസോഫ്റ്റ് സിസ്റ്റം ജേർണല്, ഡോക്ടർ ഡോബ്സ് ജേർണല് വരും. അത് അവിടുത്തെ മാമൻ എന്ന് പറഞ്ഞ പുള്ളി എനിക്ക് വായിക്കാൻ തരുമായിരുന്നു. അയാൾ അത് തന്നില്ലെങ്കിൽ ഞാനിതൊന്നും പഠിക്കാൻ പോണില്ല. പഠിക്കിട്ടിയ. അപ്പൊ അന്ന് അപ്പൊ അതായത് ഇപ്പോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇത് കൊച്ചിയിലോട്ടൊന്നും ഈ നോളജ് വരില്ലായിരുന്നു. അത് ആ ബുക്ക് സ്റ്റാൾ അവിടെ ഉള്ളത് കൊണ്ട്, അവിടെ വന്നിരുന്ന മാഗസിനിൽ ഇതൊക്കെ ഉള്ളത് കൊണ്ട്, അത് വായിച്ചുകൊണ്ടാണ് എനിക്ക് ഇന്റർവ്യൂവിനും ക്ലിയർ ചെയ്യാൻ പറ്റിയത്. ഒരു പുവർമാൻസ് ഗ്രാഫിക്സ് എഞ്ചിനീയർ ആവാൻ വേണ്ടി അയാൾ സമ്മതിക്കണമല്ലോ, പോളണ്ടുകാരൻ. അതും ക്ലിഞ്ചർ ഗ്രാഫിക്സ് ആയിരുന്നില്ല, എനിക്ക് സോഫ്റ്റ്വെയർ ഇന്റർനാഷണലൈസേഷൻ ചെയ്യാൻ അറിയാന്നുള്ളതായിരുന്നു. അയാളുടെ CAD പാക്കേജ് 9 ലാംഗ്വേജിൽ ഓടിക്കണം. അപ്പൊ ഹി റിക്വയർഡ് ആൻ എഞ്ചിനീയർ ഹു ക്യാൻ അണ്ടർസ്റ്റാൻഡ് സോഫ്റ്റ്വെയർ ഇന്റർനാഷണലൈസേഷൻ. ഐ ഹാപ്പൻ ടു ബി വൺ. ഗ്രാഫിക്സ് അറിയാന്നുള്ളത് ഒരു ബോണസ് ആയിരുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് അതിന്റെ ഫുൾ അതും നല്ല യൂസർ ബേസുള്ള ഒരു CAD ആപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ അവസരം കിട്ടുമ്പോ പിന്നെ നമുക്ക് റേ ട്രേസർ വരെ വർക്ക് ചെയ്യാൻ പറ്റും. അന്നൊരു ക്രിട്ടിക്കൽ ആ കമ്പനിയിൽ 100 പേർക്ക് എംപ്ലോയ്മെന്റ് കിട്ടി. പക്ഷെ ഞാനും വേറൊരുത്തനും മാത്രമാണ് ഗ്രാഫിക്സ് എന്തെങ്കിലും ചെയ്തത്. പിന്നെ അതിപ്പോ ചെസ്റ്റ് ഡാറ്റാബേസ് എഞ്ചിനും ഒക്കെ എഴുതാല്ലേ, അതുകൊണ്ടായി കളഞ്ഞില്ലേ. അത് കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിയുമ്പോ ഇപ്പൊ അവിടെ വർക്ക് ചെയ്ത പലരും മറ്റേ ഡാറ്റാബേസ് എഞ്ചിനൊക്കെ എഴുതുന്നുണ്ട് ഇപ്പൊ. ചെറുത് പറയും അന്ന് എനിക്ക് വരില്ലാത്തതുകൊണ്ട് എഴുതാൻ പറ്റാഞ്ഞെന്ന് പറയും. അല്ല ഇത് ഇപ്പൊ ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഡോസ് ബോക്സും ഇപ്പൊ 32-bit മോഡും ഒക്കെ നമുക്ക് പ്രോഗ്രാം കമ്പൈൽ ചെയ്യാവുന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ റിലീവ് ചെയ്യാം. ആണ് എന്റെ പോയിന്റ്. അല്ല, റെട്രോ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഇപ്പൊ സഞ്ജയ് എന്നുള്ളൊരു പുള്ളി മാസം വെച്ച് കളിക്കുന്നുണ്ട് ഡോസ് ബോക്സിൽ. അപ്പൊ അത് 32-bit കൊണ്ടുവന്ന് 64-bit കൊണ്ടുവന്ന് കഴിഞ്ഞാൽ x86 പ്രോസസർ ആർക്കിടെക്ചർ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാം. അപ്പൊ ഏകദേശം ഒരു ഇപ്പൊ മറ്റേ എന്താ പറയാ, ഈ ടു കൺക്ലൂഡ് UI UX റെൻഡറിങ് നമ്മള് മറ്റേ എന്താ പറയാ ഈ മൊബൈൽ വെബിന് ചെയ്യുമ്പോൾ ഉള്ള സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ നേറ്റീവ് മൊബൈൽ ആപ്പ് ആണെങ്കിൽ ഓഫ് കോഴ്സ് സ്കിയ, പിന്നെ ശ്രീത മറ്റേ ലൈബ്രറിയുടെ വരുന്നത്
ഇംപെല്ലർ. ഇംപെല്ലർ. അത് അതിന്റെ മുകളിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ എന്താ പറയാ ഈ ഡാർട്ട് നേറ്റീവ് കോഡ് ഉണ്ടാക്കുകയാണ് വേണേ. ഡാറ്റ നേറ്റീവിലോട്ട് കമ്പൈൽ ആവും. ഓക്കെ സ്റ്റാറ്റിക് ടൈപ്പ് ആയതുകൊണ്ട് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചു കാര്യം ജാവാസ്ക്രിപ്റ്റ് എന്തുകൊണ്ട് മറ്റേ ഇതിലോട്ടാക്കാൻ പറ്റില്ല എന്ന്, നമ്മുടെ അപ്പൊ അതാക്കുക. പിന്നെ മൊബൈലിലോട്ട് ആണെങ്കിൽ 3 സ്ട്രാറ്റജി ഉണ്ട്. ഒന്ന് HTML കൺട്രോൾസിന്റെ ഹൈറാർക്കിയിലേക്ക് പ്രൊജക്ട് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റിലോട്ട് ട്രാൻസ്പൈൽ ചെയ്യുക സെർവർ കോഡ്. പിന്നെ ഈ ഫ്ലട്ടറൊക്കെ ചെയ്യണ മാതിരി ക്യാൻവാസ് സ്റ്റുഡിയോയിലോട്ട് പ്രൊജക്ട് ചെയ്യുക, ഒരു റീറ്റെയിൻ മോഡ് ലെയർ ചെയ്തിട്ട് ക്യാൻവാസ് സ്റ്റുഡിയോയിലോട്ട് പ്രൊജക്ട് ചെയ്യുക, വെബ് അസംബ്ലി വെച്ചിട്ട് മറ്റേ ഇവന്റ് ഹാൻഡിൽ ചെയ്യുക. അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഫോളോ ചെയ്തേക്കുന്ന ഹൈബ്രിഡ് അപ്രോച്ച്. അതാണ് അതിൻ്റെ ഉള്ള കാര്യം. ഇനിയിപ്പോ MVVM മറ്റേതൊക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാം. അപ്പോ ഐ തിങ്ക് വി ഹാവ് കവർഡ് എ ലോട്ട് ഓഫ് ഗ്രൗണ്ട്. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോ അപ്പോൾ എന്താണ് ശ്രീത്തെ ടേക്ക് അവേ എന്തായിരുന്നു? എനിക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആയെന്ന് വെരിഫൈ ഉണ്ടേ. ഓക്കെ. ഇതെടുത്ത് തരാം.